പേർ ഉയരെ ഉയരെ പറന്നുകൊണ്ടിരിക്കുക. ಹೆಚ್ಚು ಜನ ಮೇಲಕ್ಕೆ ಮೇಲಕ್ಕೆ ಹಾರುತ್ತಿದ್ದೀರಿ. ഈ ഉടുപ്പി ദേശത്തിന്റെ ആത്മീക അധികാരം കൈകാര്യം ചെയ്യുന്ന കർത്താവിന്റെ അഭിഷിക്തൻ സുനിൽ പാസ്റ്റർ, ಈ ಉಡುಪಿಯಲ್ಲಿ ಸೇವೆ ಮಾಡುತ್ತಿರುವಂತಹ ಆತ್ಮಿಕವಾದಂಥ ನೇತೃತ್ವದಲ್ಲಿ ಸೇವೆ ಮಾಡುತ್ತಿರುವಂತಹ ಪಾಸ್ಟರ್ ಸುನಿಲ್ ಅವರು, സിസ്റ്റർ എലിസബത്ത്, ಅದೇ ಪ್ರಕಾರವಾಗಿ ಸಿಸ್ಟರ್ ಎಲಿಸಬೆತ್ ಅವರು, കർത്താവിന്റെ ശ്രേഷ്ഠ അഭിഷിക്തന്മാർ, ಕರ್ತನ ಶ್ರೇಷ್ಠ ಅಭಿಷಿಕ್ತರು, ഈ ഹീലിംഗ് സ്കൂളിൽ ಈ ಒಂದು ಹೀಲಿಂಗ್ ಶಾಲೆಯ ഡോക്ടറേറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന എല്ലാ കർത്താവിന്റെ അഭിഷിക്തർ, നിങ്ങൾക്ക് ഏവർക്കും ಡಾಕ್ಟರೇಟ್ಗೋಸ್ಕರವಾಗಿ ಕಾಯುತ್ತಿರುವಂತಹ ನಿಮ್ಮೆಲ್ಲ ಅಭಿಷಿಕ್ತರಿಗೋಸ್ಕರವಾಗಿಯೂ ಸಹ നിങ്ങൾക്ക് ഏവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും സമൃദ്ധമായി ഉണ്ടാകട്ടെ. ಎಲ್ಲರಿಗೂ ಸಹ ಕೃಪೆಯು ಸಮಾಧಾನವು ಯಾವಾಗಲೂ ನೆಲೆಯಾಗಿರಲಿ ಎಂದು ನಾವು ಹಾರೈಸುವವರಾಗಿರುತ್ತೇವೆ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിങ്ങളെ തന്നെ മറന്ന് നിങ്ങൾ ആരാധിക്കുകയും വചനം കേൾക്കുകയും എല്ലാം ചെയ്യുമ്പോൾ, ಅಂದ್ರೆ ನಾವು ಕರ್ತನ ಸನ್ನಿಧಾನದಲ್ಲಿ ನಮ್ಮನ್ನೇ ನಾವು ಮರೆತು ದೇವರನ್ನು ಆರಾಧಿಸುವಂತ ಸ್ತುತಿಸುವಂತದ್ದು ಎಲ್ಲ ಮಾಡುತ್ತಿರುವಂತ ಸಮಯದಲ್ಲಿ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് ചെയ്തുകൊണ്ടിരിക്കുക. ಕರ್ತನು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಕೆಲವೊಂದನ್ನು ಮಾಡುವವನಾಗಿರುತ್ತಾನೆ. എത്ര പേർക്ക് അത് അനുഭവിക്കാനായിട്ട് ಎಷ್ಟು ಜನರಿಗೆ ಅದು ಅನುಭವಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತಿದೆ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ಆಮೆನ್. നിങ്ങൾ ഓരോ ദിവസവും ഡേ ബൈ ഡേ ഓരോ ഉയരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ನೀವು ಆ ಒಂದು ಪ್ರತಿ ದಿನವೂ ಒಂದೊಂದು ಹಂತದಿಂದ ನಮ್ಮನ್ನು ದೇವರ ಮೇಲಕ್ಕೆ 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 ನಡೆಸುತ್ತಲೇ ಇರುತ್ತಾನೆ. ആമേൻ. ഓരോ സെക്ഷനിലും ദൈവത്തിന്റെ ആത്മാവ് ഓരോ ഉയരങ്ങളിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ಒಂದೊಂದು ಸೆಕ್ಷನ್ ನಲ್ಲಿಯೂ ಸಹ ದೇವರು ನಮ್ಮನ್ನು ಒಂದೊಂದು ಹಂತಕ್ಕೆ ನಮ್ಮನ್ನು ನಡೆಸುತ್ತಲೇ ಇರುತ್ತಾನೆ. ആമേൻ. ಆಮೆನ್. എത്ര പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ಎಷ್ಟು വന്നതിനേക്കാളും? ಜನರಿಗೆ ಆ ಒಂದು ಅನುಭವ ಆಗ್ತಾ ಇದೆ ಬಂದಂತ ಸ್ಥಿತಿಯಲ್ಲಿ ಅಲ್ಲ. ആമേൻ. ഓരോ നാളും ಒಂದೊಂದು ದಿನವೂ ഓരോ സെക്ഷനിലും ಒಂದೊಂದು ಸೆಕ್ಷನ್ ಅಲ್ಲಿ കർത്താവിന്റെ ആത്മാവ് ಕರ್ತನ ಆತ್ಮನು ഇനിയും ഉയരത്തിൽ നിങ്ങളെ ಉನ್ನತಕ್ಕೆ ನಡೆಸುತ್ತಾನೆ. ആമേൻ. ಆಮೆನ್. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഉയരത്തിലേക്ക് ഒന്ന് പകൽ പ്രവേശിപ്പാൻ എത്ര പേർ ആത്മാവിൽ തയ്യാറായി നിൽക്കുന്നു? ಆಗಿರುವುದಾದರೆ ಇನ್ನೊಂದು ಹಂತಕ್ಕೆ ಪ್ರವೇಶಿಸುವುದಕ್ಕೆ ಎಷ್ಟು ಜನ ಸಿದ್ಧರಾಗಿದ್ದೀರಿ? ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ വേഗത്തിൽ ഒരു വചനത്തിലേക്ക് കടന്ന് കർത്താവ് വചനത്തിലൂടെ നിങ്ങളുടെ മേൽ ചില ഡെലിവറൻസിനെ അയക്കാൻ പോവുകയാണ്. ವೇಗವಾಗಿ ನಾನು ವಾಕ್ಯವನ್ನು ಹೇಳಿ ವಾಕ್ಯದ ಮೂಲಕವಾಗಿ ಕರ್ತನೆ ನಿಮ್ಮೆಲ್ಲರಿಗೆ ಬಿಡುಗಡೆ ಕೊಡಲಿ ಅಂತೇಳಿ ನಾನು ಹಾರೈಸುವವಳಾಗಿರ್ತೇನೆ. ഇന്നലെ വായിച്ച വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ನಿನ್ನೆ ದಿನದಲ್ಲಿ ನಾನು ಓದಿದಂತ ಅದೇ ವಾಕ್ಯಕ್ಕೆ ಹಿಂತಿರುಗಿ ಬರೋಣ. ജെറമിയ 33 അധ്യായം അതിന്റെ 6ാമത്തെ വചനം ഇങ്ങനെ നമ്മളോട് പറയുന്നത്. ಯೆರೆಮೀಯ 33ನೇ ಅಧ್ಯಾಯದ 6ನೇ ವಾಕ್ಯ ಈ ಪ್ರಕಾರವಾಗಿ ಓದುತ್ತೇವೆ. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തിയവരെ സൗഖ്യമാക്കുകയും, ಹೀಗೂ ನಾನು ಈ ಪಟ್ಟಣವನ್ನು ಜೀರ್ಣೋದ್ಧಾರ ಮಾಡಿ ಅದಕ್ಕೆ ಸೌಖ್ಯವನ್ನು ಕೊಟ್ಟು ನಿವಾಸಿಗಳನ್ನು ಗುಣಪಡಿಸುವೆನು. സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി ഞാൻ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ಸ್ಥೈರ್ಯ ಸಮಾಧಾನಗಳನ್ನು ಸಮೃದ್ಧಿಯಾಗಿ ಅವರಿಗೆ ಅನುಭವಕ್ಕೆ ತರುವೆನು. ആമേൻ. ಆಮೆನ್. ഇവിടെ വചനം പറയുകയാണ് തന്റെ ജനത്തിന്, ಇಲ್ಲಿ ತನ್ನ ವಾಕ್ಯ ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳುತ್ತದೆ, ತನ್ನ ಜನರಿಗೋಸ್ಕರವಾಗಿ കർത്താവ് രോഗശാന്തി നൽകാൻ ആഗ്രഹിക്കുന്നു, ಕರ್ತನು ರೋಗ ಶಾಂತಿಯನ್ನು ಕೊಡುವುದು ಬಯಸುತ್ತಾನೆ. ಮಾತ್ರವಲ್ಲದೆ സൗഖ്യം നൽകാൻ ആഗ്രഹിക്കുന്നു. ಗುಣಪಡಿಸುವುದಕ್ಕೂ ಸೌಖ್ಯವನ್ನು ಕೊಡುವುದಕ್ಕೂ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ಅದು ಯಾವ ರೀತಿಯಲ್ಲಿ ಅಂತ ಹೇಳುವುದಾದರೆ സത്യത്തിന്റെയും സമാധാനത്തിന്റെയും ಸ್ಥೈರ್ಯದ ಮತ್ತು ಸಮಾಧಾನದ സമൃദ്ധി കർത്താവ് വെളിപ്പെടുത്തുന്നതിലൂടെ ಸಮೃದ್ಧಿಯನ್ನು ಅವರಿಗೆ ಪ್ರಕಟಪಡಿಸುವುದರ ನಿಮಿತ್ತವಾಗಿ. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇവിടെ വചനം എടുത്തു പറയുകയാണ്, ಇಲ್ಲಿ ವಾಕ್ಯ ತೆಗೆದು ಎತ್ತಿ ನಮಗೆ ತೋರಿಸುವುದೇನೆಂದರೆ സമാധാനത്തിന്റെ സമൃദ്ധി വെളിപ്പെടുത്തും. ಸಮಾಧಾನದ ಆ ಒಂದು ಸಮೃದ್ಧಿಯನ್ನು ದೇವರು ನಮಗೆ ಅಲ್ಲಿ ಪ್ರಕಟಪಡಿಸುತ್ತಾನೆ. ആമേൻ. ഇന്ന് പകൽ എത്ര പേർ ഒരു പരിപൂർണമായ സമാധാനം എന്റെ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്? ಎಷ್ಟು ಜನ ಈ ಬೆಳಗಿನ ವೇಳೆಯಲ್ಲಿ ನನಗೆ ಪರಿಪೂರ್ಣವಾದಂತಹ ಸಮಾಧಾನ ನನ್ನ ಜೀವಿತದಲ್ಲಿ ಬೇಕು ಅಂತ ಬಯಸುತ್ತೀರಿ? ആമേൻ. ಆಮೆನ್. സമാധാനം മാത്രം പോരാ, abundance of peace എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ സമൃദ്ധി. ಅಂದ್ರೆ ಸಮಾಧಾನ ಮಾತ್ರವಲ್ಲ, ಸಮಾಧಾನದಿಂದ ಕೂಡಿರುವಂತಹ ಸಮೃದ್ಧಿಯು ನಮಗೆ ಬೇಕಾಗಿರುತ್ತದೆ. നിങ്ങളുടെ അനേകം പേരുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും പലപ്പോഴും ചില മേഖലകളിൽ നിങ്ങൾ സമാധാനം നഷ്ടപ്പെട്ടവരായിട്ടായിരിക്കും. ಅಂದ್ರೆ ನೀವು ಅನೇಕ ವಿಷಯಗಳಲ್ಲಿ ಅನೇಕ ಒಂದು ಸಂಗತಿಗಳಲ್ಲಿ ನೀವು ಸಮಾಧಾನವನ್ನು ನಷ್ಟಪಡಿಸಿಕೊಂಡವರಾಗಿರುತ್ತೀರಿ. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോമിസ് നൽകുകയാ. ಆದರೆ ಪರಿಶುದ್ಧಾತ್ಮನು ಬೆಳಗಿನ ವೇಳೆಯಲ್ಲಿ ಒಂದು ಆ ಒಂದು ವಾಗ್ದಾನವನ್ನು ಹೇಳುತ್ತಿದ್ದಾನೆ. ಏನೆಂದರೆ, ഇന്ന് നിങ്ങൾക്ക് സമാധാനത്തിന്റെ സമൃദ്ധി കർത്താവ് റിവീൽ ചെയ്യാൻ പോവുക. ಇವತ್ತು ಸಮಾಧಾನದ ಸಮೃದ್ಧಿಯನ್ನು ನಮ್ಮ ದೇವರು ಕೊಡುವವನಾಗಿರುತ್ತಾನೆ. ആമേൻ. ഇവിടെ വചനം പറയുകയാ, ವಾಕ್ಯ ಹೇಳುತ್ತದೆ, സമാധാനത്തിന്റെ സമൃദ്ധിയെ ഞാൻ റിവീൽ ചെയ്യും. ಸಮಾಧಾನದ ಸಮೃದ್ಧಿಯನ್ನು ನಾನು ನಿಮಗೆ ಅನುಭವಕ್ಕೆ ತರುವಂತೆ ಮಾಡುವೆನು. ആമേൻ. ಆಮೆನ್. റിവീൽ ചെയ്യുക എന്നത് ಪ್ರಕಟಪಡಿಸಿಕೊಡುತ್ತೇನೆ ಅಂತ ಹೇಳುವಂತದ್ದು തരുക എന്നതിനേക്കാളും വ്യത്യസ്തമായ ഒരു വേർഡാണ്. ಕೊಡುತ್ತೇನೆ ಅಂತ ಹೇಳುವುದಕ್ಕಿಂತಲೂ ಅದು ವ್ಯತ್ಯಸ್ತವಾಗಿರುವಂತದ್ದಾಗಿರುತ್ತದೆ. വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ಪ್ರಕಟಪಡಿಸುವಂತದ್ದು ಅಂತ ಹೇಳುವುದಾದರೆ മറഞ്ഞിരിക്കുന്ന ഒന്നിനെ തുറന്നു കാണിക്കുക. ಮರೆಯಾಗಿರುವಂತದನ್ನು ತೆರೆದು ಕೊಡುವಂತದ್ದು. ആമേൻ. സമാധാനം
എന്തിനാണ് വെളിപ്പെടുത്തുന്നത്? ಸಮಾಧಾನವನ್ನು ಯಾಕೆ ಅಲ್ಲಿ ಪ್ರಕಟಪಡಿಸುವನಾಗಿರುತ್ತಾನೆ? അങ്ങനെ വെളിപ്പെടുത്താൻ മാത്രം സമാധാനത്തിനകത്ത് എന്ത് സീക്രട്ടാ ഉള്ളത്? ಹಾಗಾದರೆ ಆ ಒಂದು ಪ್ರಕಟಪಡಿಸಿಕೊಡುವುದಕ್ಕಾಗಿ ಸಮಾಧಾನದಲ್ಲಿ ಎಂತಹ ಒಂದು ರಹಸ್ಯ ಅಡಕವಾಗಿರುತ್ತದೆ? ഇന്ന് എത്ര പേർക്ക് അത് പ്രാപിക്കാൻ ಈ ആഗ്രഹമുണ്ട്? ಬೆಳಗಿನ ವೇಳೆಯಲ್ಲಿ ಎಷ್ಟು ಜನ ಅದನ್ನು ಅನುಭವಿಸುವುದಕ್ಕೆ ಹೊಂದಿಕೊಳ್ಳುವುದಕ್ಕೆ ಆಶೆ ಉಳ್ಳವರಾಗಿರುತ್ತೀರಿ? ഇന്ന് എനിക്ക് 100% ഉറപ്പൊരു വിഷയത്തിന്റെ മേലുണ്ട്. ಈ ಬೆಳಗಿನ ವೇಳೆಯಲ್ಲಿ ನನಗೆ 100% ಒಂದು ಖಚಿತತೆ ಇದೆ. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളുടെ ലൈഫിനകത്ത് ഭയങ്കരമായിട്ട് വെളിപ്പെടാൻ പോവുകയാണ്. ಇವತ್ತು ನೀವು ಕೇಳುತ್ತಿರುವಂತಹ ವಾಕ್ಯವು ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಪರಿಪೂರ್ಣವಾದಂತಹ ಒಂದು ಫಲವನ್ನು ಕೊಡುವಂತದ್ದಾಗಿರುತ್ತದೆ ಅಂತ ಹೇಳಿ. ಆಮೆನ್. ಇನ್ನು ಮೇಲೆ നിങ്ങളുടെ ലൈഫിന്റെ ഒരു വിഷയത്തിനകത്തും ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಯಾವುದೇ ವಿಷಯಗಳಲ್ಲಿಯೂ എസ്പെഷ്യലി നിങ്ങളുടെ സമാധാനത്തെ കെടുത്തുന്ന ഒരു വിഷയത്തിന്റെ മേലും ಅಂದ್ರೆ ವಿಶೇಷವಾಗಿ ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಸಮಾಧಾನವನ್ನು ಕೆಡಿಸುತ್ತಿರುವಂತಹ ವಿಷಯಗಳಲ್ಲಿ നിങ്ങൾ ഇനി കോംപ്രമൈസ് ചെയ്യത്തില്ല. ನೀವು ಯಾವ ಕಾರಣಕ್ಕೂ ಕಾಂಪ್ರಮೈಸ್ ಮಾಡಿಕೊಳ್ಳುವುದಿಲ್ಲ. ആമേൻ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അത് സ്റ്റേജിൽ ഇരിക്കുന്ന പാസ്റ്റേഴ്സ് ആണെങ്കിലും ಆದ್ರೆ ಸ್ಟೇಜಿನಲ್ಲಿರುವಂತಹ ಸೇವಕರಾಗಿರಬಹುದು, ഞങ്ങൾക്ക് സമാധാനം ആവശ്യമാണ്. ನಮಗೆ ಸಹ ಸಮಾಧಾನ ಅತ್ಯಗತ್ಯವಾಗಿ ಬೇಕಾಗಿರುವಂತದ್ದು. നാളെ ഇങ്ങോട്ട് കയറി നിൽക്കേണ്ട നിങ്ങൾക്കാണെങ്കിലും ನಾಳೆ ನಾವು ಬಂದು ಇಲ್ಲಿ ನಿಲ್ಲಬೇಕಾಗಿರುವಂತದ್ದು ನಿಮಗೋಸ್ಕರವಾಗಿರುವುದಾದರೂ ಸಹ ആമേൻ, നമുക്കെല്ലാവർക്കും ഒരു ദൈവ സമാധാനം ആവശ്യമാണ്. ನಮ್ಮೆಲ್ಲರಿಗೂ ಸಹ ದೈವಿಕ ಸಮಾಧಾನ ಅಗತ್ಯವಾಗಿ ಬೇಕಾಗಿರುತ್ತದೆ. ಆಮೆನ್. ಆಮೆನ್. ആദ്യമായിട്ട് ಮೊಟ್ಟ ಮೊದಲನೇದಾಗಿ എന്താണ് സമാധാനം എന്നറിയാൻ പോവുക. ಏನಾಗಿದೆ ಸಮಾಧಾನ ಅಂತೇಳಿ ನಾವು ತಿಳಿದುಕೊಳ್ಳುವರಾಗಿರಬೇಕು. നമുക്കൊരു വചനം വായിക്കാം. ಒಂದು ವಾಕ್ಯವನ್ನು ಓದಿಕೊಳ್ಳೋಣ. യോഹന്നാൻ എഴുതിയ സുവിശേഷം ಯೋಹಾನನು ಬರೆದ ಸುವಾರ್ತೆ അതിന്റെ 14-ാമത്തെ അധ്യായത്തിന്റെ 14ನೇ ಅಧ್ಯಾಯದ അതിന്റെ 27-ാമത്തെ വചനം ഇങ്ങനെ നമ്മളോട് പറയുന്നു. ಅದರ 27ನೇ ವಾಕ್ಯ ಈ ಪ್ರಕಾರವಾಗಿ ಓದುತ್ತೇವೆ. 27-ാം വചനം ഇങ്ങനെയാണ് പറയുന്നത്. 14:27 ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳುತ್ತದೆ, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ಶಾಂತಿಯನ್ನು ನಿಮಗೆ ಬಿಟ್ಟು ಹೋಗುತ್ತೇನೆ. ഒന്ന് പറഞ്ഞേ, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ನಾವೆಲ್ಲರೂ ಬಾಯಿಗಳನ್ನು ತೆರೆದು ಹೇಳುವ, ಸಮಾಧಾನವನ್ನು ನಿಮಗೆ ಬಿಟ್ಟು ಹೋಗುತ್ತೇನೆ. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ನನ್ನಲ್ಲಿರುವಂತಹ ಶಾಂತಿಯನ್ನು ನಿಮಗೆ ಕೊಡುತ್ತೇನೆ. ലോകം തരുന്നത് പോലെയല്ല, ಲೋಕವು ಕೊಡುವ ರೀತಿಯಲ್ಲಿ ಅಲ್ಲ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ನಾನು ನಿಮಗೆ ಕೊಡುವಂತದ್ದು, നിങ്ങളുടെ ഹൃദയം ನಿಮ್ಮ ಹೃದಯವು കലങ്ങരുത്, ಕಳವಳಗೊಳ್ಳದಿರಲಿ, ഭ്രമിക്കരുത്. ಹೆದರದಿರಿ. ഓക്കെ, ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ. ಒಂದು ಗಮನಿಸಿರಿ, ഇതാരാ ഈ വചനം പറഞ്ഞേക്കുന്നതെന്ന് ಈ അറിയാമോ? ವಾಕ್ಯವನ್ನು ಹೇಳಿರುವಂತದ್ದು ಯಾರಾಗಿದೆ? യേശു ശിഷ്യന്മാരോട് പറയുക ഈ word. ಯೇಸು ಕ್ರಿಸ್ತನು ತನ್ನ ಶಿಷ್ಯರಿಗೆ ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳುತ್ತಿದ್ದಾನೆ. യേശു ഇപ്പോൾ ക്രൂശീകരണത്തിന് മുമ്പുള്ള ശിഷ്യന്മാരോടുമായുള്ള ആ സംസാരത്തിനിടയ്ക്കാണ് ഈ വേർഡ് സംസാരിക്കുന്നത്. ಯೇಸು ಕ್ರಿಸ್ತನು ಇನ್ನು ಶಿಲುಬೆಗೆ ಏರುವುದಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ ಅದರ ನಡುವೆ ಆತನು ತನ್ನ ಶಿಷ್ಯರ ಜೊತೆ ಈ ಎಲ್ಲಾ ಸಂಭಾಷಣೆಗಳನ್ನು ಮಾಡುತ್ತಿದ್ದಾನೆ. യേശു പറയുക, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ടു. ಯೇಸು ಕ್ರಿಸ್ತನು ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳುತ್ತಿದ್ದಾನೆ, ನಾನು ನನ್ನ ಸಮಾಧಾನವನ್ನು ನಿಮಗೆ ಕೊಡುತ್ತೇನೆ. ആ സമാധാനത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ಆ ಒಂದು ಸಮಾಧಾನಕ್ಕೆ ಒಂದು ವಿಶೇಷತೆ ಇದೆ. ആ ಏನೆಂದರೆ, സമാധാനം ലോകം തരുന്നത് പോലെയല്ല. ಆ ಸಮಾಧಾನವು ಲೋಕ ಕೊಡುವಂತ ರೀತಿಯಲ್ಲಿ ಅಲ್ಲ. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ಹಾಗಾದ್ರೆ ನಮಗೆ ಒಂದು ಕಾರ್ಯ ಅರ್ಥವಾಗುತ್ತದೆ. രണ്ട് തരത്തിലുള്ള സമാധാനമുണ്ട്. ಎರಡು ರೀತಿಯಾದಂತ ಸಮಾಧಾನವಿದೆ. ഒന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ಯಾವುದೆಲ್ಲ ಸಮಾಧಾನ? ഒന്ന് യേശു തരുന്ന സമാധാനം, ಒಂದು ಯೇಸು ಕೊಡುವಂತ ಸಮಾಧಾನ, രണ്ട് ലോകം തരുന്ന ಇನ್ನೊಂದು സമാധാനം. ಲೋಕ ಕೊಡುವಂತ ಸಮಾಧಾನ. ആമേൻ. ಆಮೆನ್. ആദ്യം നമ്മൾ ലോകം തരുന്ന സമാധാനം എന്താ നോക്കാൻ പോവാ. ಮೊದಲನೇದಾಗಿ ಲೋಕವು ಕೊಡುವಂತ ಸಮಾಧಾನದ ಕುರಿತು ನಾವು ಕೆಲವೊಂದು ವಿಷಯಗಳನ್ನು ಕಲಿಯಲು ಹೋಗುತ್ತೇವೆ. നമുക്ക് അനേകം പേർക്കും ആവശ്യം ഇന്നും ലോകം തരുന്ന സമാധാനം. ನಮಗೆ ಅನೇಕರಿಗೆ ಈಗಲೂ ಸಹ ಅವಶ್ಯಕವಾಗಿ ಬೇಕಾಗಿರುವಂತದ್ದು ಲೋಕ ಕೊಡುವಂತ ಸಮಾಧಾನ. ലോകം തരുന്ന സമാധാനം എന്ന് പറഞ്ഞാൽ, ಲೋಕ ಕೊಡುವಂತ ಸಮಾಧಾನ ಅಂತ ಹೇಳುವುದಾದರೆ, അല്ലെങ്കിൽ ലോകത്തിലുള്ളവർ അനുഭവിക്കുന്ന പീസ് എന്ന് പറഞ്ഞാൽ, ಅಂದ್ರೆ ಲೋಕದ ಮೂಲಕವಾಗಿ ಸಿಗುವಂತ ಆ ಒಂದು ಸಮಾಧಾನ ಅನುಭವಿಸುವುದು ಎಂದು ಹೇಳಿದರೆ, എല്ലാ സിറ്റുവേഷൻസും ഓക്കെ ആണെങ്കിൽ ഐ മീൻ പീസ്, ഞാൻ ಎಲ್ಲಾ സമാധാനം. ವಿಷಯಗಳಲ್ಲಿ ನಾವು ಒಂದು ತೃಪ್ತಿಕರವಾಗಿರುವುದಾದ್ರೆ ಅದೇ ಸಮಾಧಾನವಾಗಿರುತ್ತದೆ. ആമേൻ. ಆಮೆನ್. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുക, സിസ്റ്റർ ബ്രദർ എങ്ങനെയുണ്ട്, സുഖമാണോ? ಅಂದ್ರೆ ಯಾರಾದ್ರೂ ನಿಮ್ಮನ್ನು ನೋಡಿ ಹೇಗಿದ್ದೀರಾ ಸಿಸ್ಟರ್ ಬ್ರದರ್ ಅಂತ ಹೇಳಿ ಕೇಳುವುದಾದರೆ നിങ്ങൾ പറയും, ನೀವ್ ಹೇಳ್ತೀರಿ, എന്റെ ഹസ്ബൻഡിനെ ഓർത്ത് എനിക്ക് ഒരു സമാധാനമില്ല. ಅಯ್ಯೋ, ನನ್ನ ಗಂಡನ ಕುರಿತು ನೆನೆಸಿದ್ರೆ ನನಗೆ ಸಮಾಧಾನವೇ ಇಲ್ಲ. ഇവര് പറയും, ಎವರು ಹೇಳ್ತಾರೆ, എന്റെ വൈഫിനെ ഓർത്ത് എനിക്ക് ഒരു സമാധാനമില്ല. ನನ್ನ ಹೆಂಡತಿಯನ್ನು ನೆನೆಸ್ಕೊಂಡ್ರೆ ನನಗೆ ಸಮಾಧಾನವೇ ಇಲ್ಲ. നിങ്ങൾ ഒരുമിച്ച് പറയും, ಒಂದಾಗಿ ನೀವು ಹೇಳ್ತೀರಿ, ഞങ്ങളുടെ മക്കളെ ഓർത്ത് ഞങ്ങൾക്ക് ഒരു സമാധാനം. ನಮ್ಮ ಮಕ್ಕಳ ಕುರಿತು ಯೋಚಿಸುವುದಾದರೆ ನಮಗೆ ಸಮಾಧಾನವೇ ಇಲ್ಲ. അത് എന്നെ അർത്ഥം അറിയാമോ? ಅದರ ಅರ್ಥವೇನು ಅಂತ ಹೇಳಿದರೆ, നിങ്ങളുടെ ഹസ്ബൻഡ് ഓക്കെ ആയാൽ, വൈഫ് ഓക്കെ ആയാൽ, പിള്ളേർ ഓക്കെ ആയാൽ നിങ്ങൾക്ക് സമാധാനം. ನಿಮಗೆ ಹೆಂಡತಿ ಮಕ್ಕಳು ಮಾತ್ರವಲ್ಲ, ಗಂಡ ಹೆಂಡತಿ ಮಕ್ಕಳು ಸರಿಯಾಗಿರುವುದಾದ್ರೆ ನಿಮಗೆ ಸಮಾಧಾನ ಸಿಕ್ಕಿದ ಹಾಗೆ. അടുത്തിരിക്കുന്ന ആളെ നോക്കി പറഞ്ഞേ, ಅಕ್ಕಪಕ್ಕದಲ್ಲಿಯವರಿಗೆ ಸ್ವಲ್ಪ ಮುಖ ಕೊಟ್ಟು ನೋಡಿ ಹೇಳಿ, ഇത് ലോകം തരുന്ന സമാധാനമാണ്. ಇದು ಲೋಕ ಕೊಡುವಂತ ಸಮಾಧಾನವಾಗಿದೆ. സിറ്റുവേഷൻസ് ഓക്കെ ആകുമ്പോൾ ആണ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്നതെങ്കിൽ, ಪರಿಸ್ಥಿತಿಗಳೆಲ್ಲ ಓಕೆ ಆಗಿರುವುದಾದ್ರೆ ನಿಮಗೆ ಸಮಾಧಾನ ಅದು ಕೊಡುವುದಾದರೆ, ആമേൻ, ಆಮೆನ್, നിങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ലോകം തരുന്ന സമാധാനം. ಹಾಗಾದರೆ
ನೀವು ಈಗಲೂ ಆಶಿಸುತ್ತಾ ಇರುವಂತದ್ದು ಲೋಕ ಕೊಡುವಂತ ಸಮಾಧಾನ. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇനിയൊരു ಆದ್ರೆ സമാധാനം ಈ ಬೆಳಗಿನ ವೇಳೆಯಲ್ಲಿ ಪರಿಶುದ್ಧಾತ್ಮನೇ ನಿಮಗೆ ಪ್ರಕಟಪಡಿಸಲು ಹೋಗುವಂತ ಇನ್ನೊಂದು ಸಮಾಧಾನ ಯಾವುದು ಅಂತ ಹೇಳಿದರೆ, ആ സമാധാനം ಆ ಸಮಾಧಾನ അത് ക്രിസ്തു യേശുവിൽ നിന്ന് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ಅದು ಕ್ರಿಸ್ತ സമാധാനം. ಯೇಸುವಿನ ಮೂಲಕವಾಗಿ ನಮಗೆ ಸಿಗುವಂತ ಸಮಾಧಾನ. നിങ്ങൾ ചിന്തിക്കും ഇപ്പൊ ഇങ്ങനെ, ನೀವು ಈ ರೀತಿಯಲ್ಲಿ ಯೋಚನೆ ಮಾಡುತ್ತೀರಿ, എന്തിനാ ഹീലിംഗ് സ്കൂളിൽ ഈ സമാധാനത്തിന്റെ കാര്യം സംസാരിക്കുന്നത്? ಯಾಕೆ ಈ ಒಂದು ಸ್ವಸ್ಥತಾ ಶಾಲೆಯಲ್ಲಿ ಸಮಾಧಾನದ ಕುರಿತು ಮಾತನಾಡ್ತಾ ಇದ್ದಾರೆ? കാരണം യേശു പറയുക, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ಕಾರಣವೇನೆಂದರೆ ನನ್ನ ಸಮಾಧಾನವನ್ನು ನಾನು ನಿಮಗೆ ಕೊಡುತ್ತೇನೆ. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ನಿಮ್ಮ ಹೃದಯವು ಕಳವಳಗೊಳ್ಳದಿರಲಿ, നിങ്ങളുടെ ഹൃദയം ഒരു വിധത്തിലും ഭയപ്പെടരുത്. ನಿಮ್ಮ ಹೃದಯ ಆ ಕಾರಣಕ್ಕೂ ಭಯಪಡಬಾರದು. അമേൻ. ಆಮೆನ್. എത്ര പേരുടെ ഹൃദയത്തിനകത്ത് ചെറുതായിട്ടാണെങ്കിൽ ഒരു കലക്കമുണ്ട്? ಅಂದ್ರೆ ಎಷ್ಟು ಜನರ ಹೃದಯದಲ್ಲಿ ಚಿಕ್ಕದಾದಂತಹ ಕಳವಳ ಇದೆ? ಎಲ್ಲರ ಜೀವಿತದಲ್ಲಿ ಇದೆ. ആ അതേതാ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ എന്തെങ്കിലും ഓർക്കുമ്പോൾ ഒരു ടെൻഷൻ, ഫിയർ, ഭയമുണ്ട്? ಅಂದ್ರೆ ಏನಾದರೂ ಒಂದು ವಿಷಯವನ್ನು ಚಿಂತಿಸುವಾಗ, ಯೋಚಿಸುವಾಗ ಒಂದು ರೀತಿಯಾದಂತ ಭಯ ಬರ್ತದಾ ಇಲ್ವಾ? അമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ಆ ರೀತಿಯಾದ ಕಾರ್ಯ ನಿಮ್ಮ ಒಳಗಡೆ ಇರುವುದಾದರೆ, അങ്ങനെ ഒരു കാര്യം ഇവിടെ നിൽക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ, ಆ ರೀತಿಯಾದಂತ ಕಾರ್ಯ ಇಲ್ಲಿ ನಿಂತಿರುವಂತ ನಮ್ಮ ಹೃದಯಗಳಲ್ಲಿ ಇರುವುದಾದರೆ, കർത്താവിന് ಕರ್ತನಿಗೆ എന്തൊക്കെയാണോ എന്നോട് പേഴ്സണലായിട്ട് ഇടപെട്ട് എന്നിലൂടെ ചെയ്യാനുള്ളത്, ಅಂದ್ರೆ ಕರ್ತರಿಗೆ ನನ್ನ ವೈಯಕ್ತಿಕವಾಗಿ ಏನೋ ಒಂದು ಕಾರ್ಯಗಳನ್ನು ಮಾಡಬೇಕು ಅಂತ ಹೇಳಿ ಆತನ ಬಯಸುತ್ತಾ ಇರುವುದಾದರೆ, അത് ഒരിക്കലും എനിക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല. ಅದನ್ನು ಯಾವ ಕಾರಣಕ್ಕೂ ನಾನು ಹೊಂದಿಕೊಳ್ಳಲು ಸಾಧ್ಯವಿಲ್ಲ. ഈ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെ ഭരിച്ചില്ലെങ്കിൽ, ಕ್ರಿಸ್ತನ ಸಮಾಧಾನವು ನಿಮ್ಮ ಒಳಗಡೆ ಅದು ಅನುಭವಿಸಲು ಸಾಧ್ಯವಾಗದೇ ಇದ್ದರೆ, ഒരിക്കലും നിങ്ങൾക്ക് കർത്താവിന്റെ പെർഫെക്റ്റ് വില്ലോട്ട് കയറാൻ പറ്റത്തില്ല. ಯಾವ ಕಾರಣಕ್ಕೂ ನಾವು ಆತನ ಹಾಗೆ ಆಗೋದಕ್ಕೆ ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ. നിങ്ങളൊരു സാധാരണ ഓർഡിനറി ബിലീവർ ആയിട്ട് മാറും. ನೀವು ಸಾಧಾರಣವಾದ ಒಂದು ವಿಶ್ವಾಸಿಗಳಾಗಿರುವುದಾದರೆ, പക്ഷെ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവിന്റെ പെർഫെക്റ്റ് വില്ലിൽ എനിക്ക് മൂവ് ചെയ്യണമെന്ന്? ಎಷ್ಟು ಜನರಿಗೆ ಆಸೆ ಇದೆ, ನಾನು ಕರ್ತನ ಚಿತ್ತದ ಹಾಗೆ ನಡೆದುಕೊಳ್ಳಬೇಕು ಅಂತ ಹೇಳಿ ಬಯಸುವವರು. ദിസ് ഈസ് നോട്ട് എ മെസ്സേജ് ഫോർ യു. ಇದು ನಿಮಗೆ ಇರುವಂತಹ ಸಂದೇಶವಲ್ಲ. എന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ അനുഭവിച്ച ഡെലിവറൻസ് ആണ് നിങ്ങളോട് ನನ್ನ സംസാരിക്കാൻ പോകുന്നത്. ಜೀವಿತದಲ್ಲಿ, ನಾನು ವೈಯಕ್ತಿಕ ಜೀವಿತದಲ್ಲಿ ಅನುಭವಿಸಿದಂತ ಕೆಲವೊಂದು ಬಿಡುಗಡೆ ಆಗಿರುತ್ತದೆ. ഓക്കേ, നമ്മളിപ്പോ കണ്ടു ക്രിസ്തു യേശു സമാധാനം നൽകാമെന്ന് പറഞ്ഞിട്ട് അവൻ പറയാണ്, നിങ്ങളുടെ ഹൃദയം ഒരിക്കലും കലങ്ങരുത്, ഭ്രമിക്കുകയും വരുത്. ಆತನ ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳ್ತಾನೆ, ನಾನು ನಿಮಗೆ ಶಾಂತಿಯನ್ನು ಕೊಡುತ್ತೇನೆ, ನಾನು ಈ ಲೋಕ ಕೊಡುವಂತ ರೀತಿಯಲ್ಲಿ ಅಲ್ಲ, ನಿಮ್ಮ ಹೃದಯವು ಕಳವಳಗೊಳ್ಳದಿರಲಿ, ಎದರದಿರಿ ಅಂತ ಹೇಳಿ ಆತನು ಹೇಳಿದ್ದಾನೆ. ഇപ്പോൾ ಈಗ ഹൃദയത്തിനകത്തൊരു ടെൻഷനോ ഫിയറോ ഭാരോ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ നോക്കാൻ പോകും. ಹೃದಯದಲ್ಲಿ ಒಂದು ಟೆನ್ಷನೋ, ಭಯವೋ, ಭಾರವೋ ಇರುವುದಾದರೆ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಏನ್ ಸಂಭವಿಸುತ್ತದೆ ಅಂತ ನಾವು ನೋಡ್ಲಿಕ್ಕೆ ಹೋಗ್ತೇವೆ. ഓക്കേ, മാർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിനകത്ത് നമ്മൾ വലിയൊരു അത്ഭുതം കാണുന്നു. ಮಾರ್ಕನ ಸುವಾರ್ತೆ 6ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನಾವು ಒಂದು ದೊಡ್ಡ ಒಂದು ಅದ್ಭುತವನ್ನು ನಾವು ಅಲ್ಲಿ ಕಾಣುತ್ತೇವೆ. എത്ര പേർക്ക് അറിയാമോ അത്ഭുതം എന്താണെന്ന്? ಎಷ್ಟು ಜನರಿಗೆ ಗೊತ್ತುಂಟು ಅಲ್ಲಿ ಅದ್ಭುತ ಆಗಿದೆ ಅಂತ ಹೇಳಿ? 5 അപ്പവും 5 ರೊಟ್ಟಿ 2 മീനും 2 ಮೀನು, യേശു 5000 പുരുഷന്മാരെ ಯೇಸು പോഷിപ്പിച്ചു. 5000 ಪುರುಷರಿಗೆ ಆತನು ಪೋಷಿಸಿದನ್ನು ನಾವು ಅಲ್ಲಿ ನೋಡುತ್ತೇವೆ. ഹല്ലേലൂയ. എത്ര പേര് ഈ അത്ഭുതം കേട്ടിട്ടുണ്ട്? ಎಷ್ಟು ಜನ ಈ ಅದ್ಭುತದ ಕುರಿತು ಕೇಳಿರುತ್ತೀರಿ? പക്ഷേ ഈ അത്ഭുതം സംഭവിച്ചതിനു ശേഷം നമ്മൾ അവിടെ ഒരു വേദഭാഗം നമ്മൾ കാണാൻ ಅಂದ್ರೆ ಈ പോകുകയാണ്. ಅದ್ಭುತಗಳು ಸಂಭವಿಸಿದಂತ ಸಮಯದಲ್ಲಿ ಅಲ್ಲಿ ಒಂದು ವಾಕ್ಯ ಭಾಗವನ್ನು ನಾವು ಈ ರೀತಿಯಲ್ಲಿ ನೋಡುತ್ತೇವೆ. അവിടെ നമ്മൾ കാണുകയാണ് ഈ അത്ഭുതത്തിന് ശേഷം 45 മുതൽ 52 വരെയുള്ള അടുത്ത് വേറൊരു മിറാക്കിൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. 46ರಿಂದ ಮುಂದಿನ ವಾಕ್ಯವನ್ನು ನಾವು ನೋಡುವುದಾದರೆ ಇಲ್ಲಿ ಬೇರೆ ಒಂದು ಅದ್ಭುತ ನಡೆದದನ್ನು ನಾವು ಅಲ್ಲಿ ನೋಡುತ್ತೇವೆ. ഇവർ ഈ 12 കൊട്ട നിറച്ചു അപ്പമൊക്കെ ശേഖരിച്ചതിന് ശേഷം ಇವರು 12 ಬುಟ್ಟಿ ತುಂಬಿದ ನಂತರವಾಗಿ ശിഷ്യന്മാരെ വേഗത്തിൽ പടകിൽ കയറി അക്കരെ വിടാനായിട്ട് പോവുക. ಶಿಷ್ಯರನ್ನು ವೇಗವಾಗಿ ಆಚೆ ಕಡೆಗೆ ಹೋಗಿರಿ ಅಂತೇಳಿ ಆತನು ಹೇಳಿದನ್ನು ನಾವಲ್ಲಿ ನೋಡುತ್ತೇವೆ. എത്ര ശിഷ്യന്മാരുണ്ട് യേശുവിന്? ಎಷ್ಟು ಶಿಷ್ಯರಿದ್ದರು ಅಲ್ಲಿ ಯೇಸುವಿನ ಜೊತೆಯಲ್ಲಿ? എത്ര പേരുണ്ട്? ಎಷ್ಟು ಜನ ಇದ್ದಾರೆ? 12 ശിഷ്യന്മാർ. 12 ಜನ. ഈ 12 പേര് ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു സംഭവം നടക്കുകയാ. ಈ 12 ಜನ ಈ ಒಂದು ದೋಣಿಯಲ್ಲಿ ಹೋಗುತ್ತಿರುವಂತಹ ಸಮಯದಲ್ಲಿ ಒಂದು ಕೆಲಸ ಅಲ್ಲಿ ಆಯ್ತು. ಏನಂತ ಹೇಳಿದ್ದಾರೆ? അവിടെ പെട്ടെന്ന് ചില കാറ്റെല്ലാം കൂടെ ഉയർന്ന് പടകെല്ലാം കൂടെ കാറ്റത്ത് ഇങ്ങനെ കിടന്നാടാൻ തുടങ്ങി. ಅಲ್ಲಿ ದೋಣಿ ಗಾಳಿಯು ಬಂದ ನಿಮಿತ್ತವಾಗಿ, ಬಿರುಗಾಳಿ ಬೀಸಿದ ನಿಮಿತ್ತವಾಗಿ ಅಲ್ಲಿ ಅಲ್ಲಕಲ್ಲೋಲವಾದದನ್ನು ನಾವು ಅಲ್ಲಿ ನೋಡುತ್ತೇವೆ. ആമേൻ. നിങ്ങൾ ആ പടകിലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ನೀವು ಆ ದೋಣಿಯಲ್ಲಿ ಇದ್ದಿದ್ರೆ ನೀವೇನ್ ಮಾಡ್ತಾ ಇದ್ರಿ? சொல்லுங்க. ನೀವೇನ್ ಮಾಡ್ತಾ ಇದ್ರಿ? എന്ത് ചെയ്യും നിങ്ങളാണെങ്കിൽ? ಏನ್ ಮಾಡ್ತಾ ಇದ್ರಿ? അയ്യോ അയ്യോ ಅಯ್ಯೋ ಅಯ್ಯೋ சொல்வீங்களா இல்லையா? ಹೇಳ್ತೀರಾ ಇಲ್ವಾ? പറയോ ഇല്ലയോ? ಹೇಳ್ತೀರಾ ಇಲ್ವಾ? ഷുവർ ഇല്ലേ? ಹೌದು, ಹೌದು. അപ്പൊ നോക്കണം, സെയിം തിങ് അത് തന്നെയാ ശിഷ്യന്മാരും ചെയ്തത്. ಶಿಷ್ಯರು ಸಹ ಆ ದೋಣಿ ಅದು ಈ ನೀರಿನ ಸೆಳೆತಕ್ಕೆ ಅದು ಇಳಿಯಲ್ಪಟ್ಟಾಗ ಆ ಶಿಷ್ಯರು ಸಹ ಬೊಬ್ಬೆ ಹಾಕಿದ ಹಾಗೆ ಅಯ್ಯೋ ಅಯ್ಯೋ ಅಂತಾನೆ. ആമേൻ. ಆಮೆನ್. ഈ സമയത്ത് ഒരു 4-ാം യാമത്തിൽ കടലിന്റെ മേലെ കൂടെ ഒരാൾ നടന്നു വരിക. ಆ ಸಮಯದಲ್ಲಿ 4ನೇ ಜಾವದಲ್ಲಿ ಸಮುದ್ರದ ಮೇಲೆ ಒಂದು ವ್ಯಕ್ತಿ ಅಲ್ಲಿ ನಡೆದುಕೊಂಡು ಬರುತ್ತಾ ಇರುವುದನ್ನು ನಾವಲ್ಲಿ ನೋಡುತ್ತೇವೆ. ആ വ്യക്തി ആരാന്നറിയാമോ? ಯಾರು ಗೊತ್ತುಂಟಾ? കർത്താവായ യേശു ക്രിസ്തു. ಅದು ನನ್ನ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನು. ആമേൻ. ಆಮೆನ್. പക്ഷെ ഈ യേശുവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. ಆದ್ರೆ ಆ ಯೇಸು ಕ್ರಿಸ್ತನನ್ನು
ಕಂಡಾಗ ಆ ಶಿಷ್ಯರಿಗೆ ಅಲ್ಲಿ ಮನಸ್ಸು ಅರ್ಥವಾಗಲಿಲ್ಲ. അമേൻ ಆಮೇನ್ അവരെന്ത് ചെയ്തു എന്നറിയാമോ? ಅವ್ರೇನ್ ಮಾಡಿದ್ರು ಗೊತ್ತುಂಟಾ? യേശു ഒരു ഭൂതമാണെന്ന് വിചാരിച്ച് ಯೇಸು ಕ್ರಿಸ್ತನ ಒಂದು ಭೂತವಾಗಿದ್ದಾನೆ ಅಂತ ಹೇಳಿ ತಿಳ್ಕೊಂಡು കുറച്ചും കൂടെ ഒച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. ಇನ್ನು ಜೋರಾಗಿ ಬೊಬ್ಬೆ ಹಾಕೋದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದರು. ആമേൻ ಆಮೇನ್ നിങ്ങളും അങ്ങനെയല്ലേ? ನೀವು ಸಹ ಹಾಗೆ ತಾನೆ? രാത്രിയിൽ നല്ല ഇരുട്ടിൽ ഏതെങ്കിലും ഒരു ഭൂതത്തെ കണ്ടാൽ നിങ്ങൾ അങ്ങനെ ചെയ്യത്തുള്ളൂ. ಅದೇ ರಾತ್ರಿಯ ಒಳ್ಳೆ ಕಡು ರಾತ್ರಿಯಲ್ಲಿ ಒಂದು ಭೂತವನ್ನು ಕಂಡ್ರೆ ನೀವು ಸಹ ಹಾಗೆ ಮಾಡುದಲ್ವಾ? ആമേൻ ಆಮೇನ್ പക്ഷെ അത് ഭൂതമല്ല, യേശുവാ. ಆದ್ರೆ ಅದು ಭೂತವಲ್ಲ, ಅದು ಯೇಸು ಆಗಿದ್ದಾನೆ. പക്ഷെ എന്നിട്ടും ಆದರೂ ಸಹ ആമേൻ യേശുവിന്റെ ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ಯೇಸು ಕ್ರಿಸ್ತನ ಶಿಷ್ಯರಿಗೆ ಅಲ್ಲಿ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಲು ಸಾಧ್ಯವಾಗಲಿಲ್ಲ. പക്ഷെ യേശു എന്താ ചെയ്യുന്നത്? ಆದ್ರೆ ಯೇಸು ಏನ್ ಮಾಡ್ತಿದ್ದಾನೆ ಅಲ್ಲಿ? ഭയപ്പെടേണ്ട, ധൈര്യപ്പെടുവിൻ എന്ന് പറഞ്ഞ് ಧೈರ್ಯವಾಗಿರಿ, ಅಂಜಬೇಡಿರಿ ಅಂತೇಳಿ ಹೇಳಿ പടകിൽ കയറി ಆತನು ಆ ಒಂದು ದೋಣಿಯಲ್ಲಿ ಹತ್ತಿ അവിടെ 51-ാമത്തെ വചനം ഇങ്ങനെയാ പറയുന്നത്. 51 51ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ಈ ರೀತಿಯಲ್ಲಿ ನೋಡುತ್ತೇವೆ. ആമേൻ അവർ ഉള്ളിൽ അത്യന്തം പ്രമിച്ചാശ്ചര്യപ്പെട്ടു. ಅವರು ತಮ್ಮೊಳಗೆ ಬಹಳವಾಗಿ ಬೆರಗಾದರು. ആമേൻ അവരെല്ലാം ഭയപ്പെട്ട് ഇങ്ങനെ, ഓ വാട്ട്സ് ഹാപ്പനിങ്. ಅಲ್ಲೋ ಅವರೆಲ್ಲರೂ ಸಹ ಬಹಳವಾಗಿ ಬೆರಗಾದ್ರು. ಅಯ್ಯೋ ಇಲ್ಲಿ ಏನ್ ನಡೀತಾ ಇದೆ, ಏನ್ ಸಂಭವಿಸ್ತಾ ಇದೆ ಅಂತ ಹೇಳಿ. 52-ാമത്തെ വചനം എല്ലാവരും നോക്കണം. 52ನೇ ವಾಕ್ಯವನ್ನು ಎಲ್ಲರೂ ಗ್ರಹಿಸಬೇಕು, ನೋಡಿಕೊಳ್ಳಬೇಕು. അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് ಅವರ ಹೃದಯವು ಬಹಳವಾಗಿ ಕಲ್ಲಾದ ನಿಮಿತ್ತವಾಗಿ അവർ അപ്പത്തിന്റെ സംഗതി ഗ്രഹിച്ചില്ല. ಅವರು ರೊಟ್ಟಿಯ ವಿಷಯವಾದ ಮಾತ್ಕಾರ್ಯವನ್ನು ಗ್ರಹಿಸಲಿಲ್ಲ. അപ്പോ എന്ന പ്രോബ്ലം? ಹಾಗಾದ್ರೆ ಅಲ್ಲಿ ಏನಾಗಿದೆ ತೊಂದರೆ? ആമേൻ ಆಮೆನ್. അപ്പം യേശു വർദ്ധിപ്പിച്ചപ്പോൾ, ಯೇಸು ಕ್ರಿಸ್ತನ ಅಲ್ಲಿ ರೊಟ್ಟಿಯನ್ನು ಅಭಿವೃದ್ಧಿ ಪಡಿಸಿದಾಗ അവിടെ ശിഷ്യന്മാരെ ടീച്ച് ചെയ്യാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു വലിയ രഹസ്യം വെച്ചിട്ടുണ്ടായിരുന്നു. ಅಂದ್ರೆ ಅಲ್ಲಿ ತನ್ನ ಶಿಷ್ಯರಿಗೋಸ್ಕರವಾಗಿ ಒಂದು ದೊಡ್ಡ ರಹಸ್ಯವನ್ನೇ ಆತನ ಇಟ್ಟಿದವನಾಗಿದ್ದನು. യേശു ശിഷ്യന്മാരുടെ അടുക്കൽ വന്നതിന്റെ റീസൺ എന്താ? ಯೇಸು ಕ್ರಿಸ್ತನು ತನ್ನ ಶಿಷ್ಯರ ಬಳಿಗೆ ಬಂದಂತ ವಿಷಯವೇನೆಂದರೆ, ഈ അപ്പത്തിന്റെ സീക്രട്ട് ഇവർക്ക് റിവീൽ ചെയ്ത് കൊടുക്കണം. ಈ ಒಂದು ರೊಟ್ಟಿಯ ಒಂದು ರಹಸ್ಯವನ್ನು ತಿಳಿಸಿ ಕೊಡಬೇಕು ಅಂತ ಹೇಳಿ. പക്ഷെ ഇവരുടെ മനസ്സ്, ഹൃദയം എങ്ങനെയായിരുന്നത്? ಆದರೆ ಇವರ ಮನಸ್ಸು, ಇವರ ಹೃದಯ ಯಾವ ರೀತಿಯಲ್ಲಿ ಇತ್ತು? ഭയങ്കര ടെൻഷൻ, ಭಯಂಕರವಾದಂತ ಟೆನ್ಷನ್, ഭയങ്കര ഭയം, ಭಯಂಕರವಾದಂತ ಭಯ, so troubled. ತುಂಬಾ ಒಂದು ರೀತಿಯಾದಂತ ಗಲಿಬಿಲಿಗಳಲ್ಲಿ ಒಳಗಾಗಿದ್ದರು. അതുകൊണ്ട് വചനം പറയുകയാ, ಆದ್ದರಿಂದ ವಾಕ್ಯ ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳುತ್ತದೆ, ആ അപ്പത്തിന്റെ സീക്രട്ട് അവർക്ക് മനസ്സിലായില്ല. ಆ ರೊಟ್ಟಿಯ ಆ ಒಂದು ಅದ್ಭುತವನ್ನು ಅವರು ಗ್ರಹಿಸಲಿಲ್ಲ. ആമേൻ ഈ അപ്പത്തിന്റെ പിന്നിലുള്ള സീക്രട്ട് എന്താണെന്ന്, ಈ ಒಂದು ರೊಟ್ಟಿಯ ಹಿನ್ನೆಲೆ ಅಂದ್ರೆ ಇದರ ಹಿನ್ನೆಲೆ ಏನಂತ ಹೇಳಿದರೆ, ആമേൻ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിനകത്ത് യേശു റിവീൽ ചെയ്യുക. ಯೋಹಾನನ ಸುವಾರ್ತೆ 6ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನನ್ನ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತ ಈ ಪ್ರಕಾರ ರೀತಿಯಲ್ಲಿ യേശു ಪ್ರಕಟಪಡಿಸುತ್ತಾನೆ. അവിടെ അപ്പം വർദ്ധിപ്പിച്ചിട്ട് പറയാ, ಆತನಲ್ಲಿ ರೊಟ್ಟಿಯನ್ನು ಅಭಿವೃದ್ಧಿಪಡಿಸಿ ಈ ಪ್ರಕಾರವಾಗಿ ಆತನು ಹೇಳಿದ್ದೇನೆಂದರೆ, I am the living bread. ನಾನೇ ಆಗಿದ್ದೇನೆ ಜೀವವುಳ್ಳ ಆ ಒಂದು ರೊಟ್ಟಿ. ഓ ഞാനാണ് ജീവന്റെ അപ്പം. ನಾನಾಗಿದ್ದೇನೆ ಜೀವವುಳ್ಳ ರೊಟ್ಟಿ. ആമേൻ. അപ്പൊ അതുകൊണ്ടാണ് യേശു ഇങ്ങനെ ഒരു അത്ഭുതം ചെയ്തിട്ട് ഇതുപോലെ ഒരു വലിയ രഹസ്യം അവർക്ക് റിവീൽ ചെയ്യണമെന്ന് ಈ ആഗ്രഹിച്ചു. ರೀತಿಯಾದ ಅದ್ಭುತಗಳನ್ನು ಮಾಡಿ ನನ್ನ ದೇವರು ಅಲ್ಲಿ ದೊಡ್ಡ ಒಂದು ಮಾತ್ಕಾರ್ಯವನ್ನು ಗ್ರಹಿಸಬೇಕು ಅಂತ ಹೇಳಿ ಆತನ ಆಶಿಸಿದನು. അപ്പൊ നോക്കണം പ്രിയ ദൈവമക്കളെ, ಹಾಗಾದ್ರೆ ಅಲ್ಲಿ ನೋಡಬೇಕು ಪ್ರಿಯ ದೇವರ ಮಕ್ಕಳೇ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ, ನಿಮ್ಮ ಹೃದಯದಲ್ಲಿ ಏನಾದ್ರೂ ಒಂದು ಟೆನ್ಷನ್ ಇರುವುದಾದರೆ, ആമേൻ, ഏതെങ്കിലും വിഷയത്തിനകത്ത് ഒരു നിരാശയുണ്ടെങ്കിൽ, ಯಾವುದಾದ್ರೂ ವಿಷಯದಲ್ಲಿ ಒಂದು ನಿರಾಶೆ ಇರುವುದಾದರೆ, ആമേൻ, ഏതെങ്കിലും വിഷയത്തിനകത്ത് ഭാരം ഉണ്ടെങ്കിൽ, ಯಾವುದಾದ್ರೂ ವಿಷಯದಲ್ಲಿ ಭಾರ ಇರುವುದಾದರೆ, ആമേൻ, നിങ്ങൾക്ക് കർത്താവ് തരുന്ന റെവലേഷൻസിനെ പ്രാപിക്കാൻ പറ്റത്തില്ല. ನಿಮ್ಗೆ ದೇವರು ಕೊಡುವಂತ ಪ್ರಕಟಣೆಯನ್ನು ಗ್ರಹಿಸಿಕೊಳ್ಳಲು ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ. ആമേൻ ಆಮೆನ್. ആമേൻ ಆಮೆನ್. നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? ನೀವೇನ್ ಮಾಡ್ತೀರಾ ಗೊತ್ತುಂಟಾ? You will pray. ನೀವು ಪ್ರಾರ್ಥಿಸ್ತೀರಾ, നിങ്ങൾ പോകും, ನೀವು ಹೋಗ್ತೀರಿ, റൂമിൽ കയറും, ರೂಮಲ್ಲಿ ಹೋಗ್ತೀರಿ, എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ಮತ್ತೆ ಏನ್ ಮಾಡ್ತೀರಾ ഒരേ ಗೊತ್ತುಂಟಾ? സെയിം പ്രയർ റിക്വസ്റ്റ് ಒಂದೇ ಸೇಮ್ ಪ್ರೇಯರ್ ರಿಕ್ವೆಸ್ಟ್ അഴുത് சொல்லிட்டே இருப்பீங்க. ಅಳ್ತಾ ಅಳ್ತಾ ನೀವು ಹೇಳುತ್ತಲೇ ಇರುತ್ತೀರಿ, അപ്പൊ ഈ വിഷയത്തിന്റെ മേൽ ഒരു മാറ്റം എനിക്ക് വേണം. ಅಪ್ಪ ಈ ವಿಷಯದಲ್ಲಿ ನನಗೆ ಒಂದು ಬದಲಾವಣೆ ಬೇಕು. ആമേൻ. ആമേൻ. നിങ്ങൾ കടയിൽ പോയി ലിസ്റ്റ് കൊടുക്കത്തില്ലേ? ನಾವು ಅಂಗಡಿಗೆ ಹೋಗಿ ಲಿಸ್ಟ್ ಕೊಡ್ತೇವಲ್ಲ, ആമേൻ. ഇതുപോലെ എല്ലാ ദിവസവും നിങ്ങൾ ലിസ്റ്റ് ಅದೇ കൊടുത്തോണ്ടിരിക്കും. ಪ್ರಕಾರವಾಗಿ ನಾವು ಕರ್ತನ ಮುಂದೆ ಹೋಗಿ ಲಿಸ್ಟ್ ಕೊಡ್ತಲೇ ಕರ್ತನೇ, ಈ ಇರ್ತೇವೆ. ವಿಷಯ, ಕರ್ತನೆ ಈ ವಿಷಯ, ഈ വിഷയം, ಈ ವಿಷಯ, ഇത് കഴിയുമ്പോ ആ വിഷയം, ಅದಾದ್ಮೇಲೆ ಆ ವಿಷಯ, ഇങ്ങനെ നിങ്ങളുടെ വിഷയത്തിൽ കിടന്ന് ഇങ്ങനെ ಈ ರೀತಿ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ಎಲ್ಲಾ ವಿಷಯಗಳು ನೀವು ಹೇಳುತ್ತಲೇ ಇರುತ್ತೀರಿ. ഒരിക്കലും ആ കർത്താവിന്റെ വിഷയം എന്താണെന്നോ വിഷൻ എന്താണെന്നോ ಒಂದು നിങ്ങൾക്ക് ದಿನ പോകാൻ ಸಹ ಆ ಕರ್ತನ ವಿಷಯ ಏನಾಗಿದೆ ಅಂದ್ರೆ ನೀವು ಗ್ರಹಿಸಿಕೊಳ್ಳುವುದಿಲ್ಲ. ആമേൻ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. സുനിൽ പാസ്റ്റർ പറയും, സിസ്റ്റർ സൺഡേ ഉറപ്പായിട്ടും ചർച്ചിൽ വരണം. ಅಂದ್ರೆ ಸುನಿಲ್ ಪಾಸ್ಟಿ ಪ್ರಕಾರವಾಗಿ ಹೇಳ್ತಾರೆ, ಭಾನುವಾರ ಕಡ್ಡಾಯವಾಗಿ ಆರಾಧನೆಗೆ ಬರಬೇಕು, ബ്രദർ കർത്താവിന്റെ വേല ചെയ്യണം. ಕರ್ತನ ಸೇವೆಯನ್ನು ಮಾಡಬೇಕು ಬ್ರದರ್. നിങ്ങൾ പറയും, ನೀವ್ ಹೇಳ್ತೀರಿ, പക്ഷെ ഈ പ്രോബ്ലം സോൾവ് ആവട്ടെ, ಪಾಸ್ಟರ್ ಈ ಒಂದು ಪ್ರಾಬ್ಲಮ್ ಎಲ್ಲ ನೀಗ್ಲಿ, പക്ഷെ എനിക്കേ ഡെലിവറൻസ് ഇല്ല, ನನಗೆ ಡೆಲಿವರೆನ್ಸ್ ಇಲ್ಲ, പിന്നെ എങ്ങനെ ഞാൻ അങ്ങ് കർത്താവിന്റെ ನನಗೆ വേല ചെയ്യും? ಬಿಡುಗಡೆ ಇಲ್ಲ, ನಾನು ಹೇಗೆ ಸೇವೆ ಮಾಡುದು, പിന്നെ ഞാൻ എങ്ങനെ സഭയ്ക്ക് വരും? ಇನ್ನು ಯಾವ ರೀತಿಯಲ್ಲಿ ನಾನು ಸಭೆಗೆ ಬರುದು? ആമേൻ. ಆಮೆನ್. പക്ഷെ കർത്താവ് നിങ്ങളുടെ സിറ്റുവേഷൻ മാറ്റുന്നതിന് മുമ്പ് ಆದ್ರೆ ಕರ್ತನು ನಮ್ಮ ಪರಿಸ್ಥಿತಿಗಳನ್ನು ಬದಲಾಯಿಸುವುದಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ നിങ്ങളുടെ ഹൃദയത്തെ മാറ്റാൻ ನಮ್ಮ ആഗ്രഹിക്കുന്നു. ಹೃದಯವನ್ನು ಬದಲಾಯಿಸಲು ಆತನು ಇಷ್ಟಪಡುತ್ತಾನೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എത്ര പേര് ഇന്ന് പറയും, ಹಾಗಿರುವುದಾದ್ರೆ ಬೆಳಗಿನ ವೇಳೆಯಲ್ಲಿ ಎಷ್ಟು ಜನ ಹೇಳ್ತೀರಿ, എനിക്ക് ആദ്യം വേണ്ടത് ನನಗೆ ಮೊಟ್ಟ ಮೊದಲಾಗಿ ഈ ಬೇಕಾಗಿರುವಂತದ್ದು സമാധാനമാണ്. ಈ ಸಮಾಧಾನ. ഈ സമാധാനത്തിന്റെ പ്രത്യേകത ಈ എന്താണെന്നറിയാമോ? ಸಮಾಧಾನ ಪ್ರತ್ಯೇಕತೆ ಏನಂತ എത്ര ಹೇಳಿದ್ರೆ, പേർക്ക് പത്രോസിനെ അറിയാം? ಎಷ್ಟು ಜನರಿಗೆ ಪೇತ್ರನ ಗೊತ್ತುಂಟು? അടുത്ത ദിവസം കഴുത്ത് വെട്ടണം.
ನಂತರದ ಮಾರನೇ ದಿನ ಅವನ ಕುತ್ತಿಗೆ ಕತ್ತರಿಸುತ್ತಾರೆ. പക്ഷെ അടുത്ത അതിന് മുമ്പത്തെ നൈറ്റില് ಆದ್ರೆ ಆ ಒಂದು ಮೊದಲನೇ ರಾತ್ರಿಯಲ್ಲಿ അമേൻ Amen. സ്ലീപ്പിംഗ് ಅದನ್ನು ಒಳ್ಳೆ ಗಾಢ ನಿದ್ರೆಯನ್ನು ಮಾಡುತ್ತಿದ್ದನು. അമേൻ ദൂതൻ വന്ന് വിളിച്ചു പീറ്റർ പീറ്റർ. ಅಂದ್ರೆ ದೂತನು ಬಂದು ಅಲ್ಲಿ ಕರೆದನು, ಪೀಟರ್ ಪೀಟರ್. നോ രക്ഷ. ಯಾವುದೇ ರೀತಿಯಾದಂತ ಒಂದು ಇದಿಲ್ಲ. പീറ്റർ പീറ്റർ ಪೀಟರ್ ಪೀಟರ್ ಅಂತ ಎಬ್ಬಿಸ್ತಾ ಇದ್ರು. ഇങ്ങനെ തട്ടി വിളിച്ചാലേ പത്രോസ് എഴുന്നേക്കത്തുള്ളൂ. ಅಂದ್ರೆ ತಟ್ಟಿ ಎಬ್ಬಿಸಿದ್ರೆ ಮಾತ್ರ ಈ ಒಂದು ಪೇತ್ರನು ಎದ್ದೇಳುತ್ತಿದ್ದನು. എന്ന് പറഞ്ഞാൽ നല്ല ഡീപ് സ്ലീപ്പ്. ಒಳ್ಳೆ ಗಾಢ ನಿದ್ರೆಗೆ ಹೋಗಿದ್ದನು. ഞാൻ ചോദിക്കും, ഇതുപോലെ ധൈര്യമുള്ള അമേൻ അടുത്ത ദിവസം ഒരു കടം തീർക്കണം, അടുത്ത ദിവസം ഒരു വിഷയം സോൾവ് ചെയ്യണം, ആരതിന് മുമ്പത്തെ ദിവസം ഇതുപോലെ ഉറങ്ങും? ಮಾರನೇ ದಿನದಲ್ಲಿ ಸಾಲ ತೀರಿಸಬೇಕು, ಮಾರನೇ ದಿನದಲ್ಲಿ ನಮಗೆ ಇರುವಂತದ್ದು ಎಲ್ಲವನ್ನು ನಾವು ಕೊಡಬೇಕು. ಹಾಗಿದ್ರೆ ಮೊದಲನೇ ರಾತ್ರಿ ಯಾರು ಈ ರೀತಿಯಲ್ಲಿ ಗಾಢ ನಿದ್ರೆಗೆ ಹೋಗ್ತೀರಿ? അമേൻ. ಆಮೆನ್. വിൽ യു സ്ലീപ്പ്? ನೀವು ಒಳ್ಳೆ ನಿದ್ರೆ ಮಾಡ್ತೀರಾ? ആരെങ്കിലും അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടോ? ಯಾರಾದ್ರೂ ಗಟ್ಟಿ ನಿದ್ರೆ ಮಾಡಿರ್ತೀರಾ? ഉണ്ടെങ്കിൽ ഇന്ന് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഞാൻ മേടിച്ചു തരും. ಹಾಗೆ ಇರುವುದಾದ್ರೆ ಇವತ್ತು ಸ್ಪೆಷಲ್ ಚಿಕನ್ ಬಿರಿಯಾನಿಯನ್ನು ಅವರು ತೆಗೆದುಕೊಡ್ತಾರೆ, ഇല്ല 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 ഇല്ല. ಇಲ್ಲ ಇಲ್ಲ. പക്ഷെ പത്രോസിനെ എങ്ങനെ പറ്റി? ಆದ್ರೆ ಪೇತ್ರನಿಗೆ ಹೇಗೆ ಆತನು ನಿದ್ರೆ ಮಾಡಿದನು? അമേൻ ಆಮೆನ್. അമേൻ. യേശു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിനക്ക് തരാം. ಆತನ ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳಿದ, ನನ್ನ ಸಮಾಧಾನ ನಿನಗೆ ಕೊಡ್ತೇನೆ. ആ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ಆ പ്രവേശിച്ചാൽ, ಸಮಾಧಾನ ನಿಮ್ಮ ಹೃದಯದೊಳಗಡೆ ಪ್ರವೇಶಿಸುವುದಾದ್ರೆ, അമേൻ, ഏത് സിറ്റുവേഷനിലാണേലും യു വിൽ സ്ലീപ്. ಯಾವ ಪರಿಸ್ಥಿತಿಗಳು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಬಂದರೂ ಸಹ ಪೇತ್ರನಾಗಿ ಒಳ್ಳೆ ನಿದ್ರೆಯಲ್ಲಿ ಇರ್ತೇವೆ. അമേൻ ಆಮೆನ್. അമേൻ. ഞാൻ മിനിസ്ട്രി ആരംഭിച്ച ആദ്യ കാലഘട്ടങ്ങളിൽ ಮೊಟ್ಟ ಮೊದಲು ನಾನು ಈ ಒಂದು ಸೇವೆಯನ್ನು ಆರಂಭಿಸಿದಂತ ಆ ಒಂದು ಕಾಲಘಟ್ಟಗಳಲ್ಲಿ ചർച്ചിനകത്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരും, ಸಭೆಯಲ್ಲಿ ಏನಾದ್ರೂ ಒಂದು ತೊಂದರೆ ಬಂದಾಗ 3 days 4 days sleepless night. ಅಂದ್ರೆ 3 ದಿನ 4 ದಿನ ನಿದ್ರೆ ಇಲ್ಲ. അമേൻ. ಆಮೆನ್. കരഞ്ഞിരിക്കും. ಅಳುತ್ತಲೇ ಇರೋದು. പിന്നെ അവസാനം ഒരു 5th day 6th day ആകുമ്പോ ഓക്കേ. ಅಂದ್ರೆ 5 ಮತ್ತು 6 ದಿನ ಬರುವಾಗ ಸ್ವಲ್ಪ ಪರವಾಗಿಲ್ಲ. പിന്നെ ഓക്കേ, പതുക്കെ പറഞ്ഞതുപോലെ എഴുന്നേറ്റ് നിന്ന് പിന്നെ പറന്ന് അങ്ങനെ ഓരോ ಎದ್ದು ನಿಂತು ಸ್ವಲ್ಪ ನಡೆದು ಮತ್ತೆ ಸ್ವಲ್ಪ ಓಡಿ ಮತ್ತೆ ಹಾರುವಂತದ್ದು. ആമേൻ. ഹല്ലേലൂയ. പക്ഷേ നിങ്ങൾ പത്രോസിനെ നോക്കിയാൽ അങ്ങനെയല്ല, ಪೇತ್ರನನ್ನು ಗಮನಿಸುವುದಾದರೆ, പൗലോസിനെ നോക്കിയാൽ അങ്ങനെയല്ല. ಪೌಲನನ್ನು ನಾವು ನೋಡುವುದಾದ್ರೆ ಅವನ ಆ ತರ ಇಲ್ಲ. കയ്യും കാലും എല്ലാം കെട്ടിയിട്ടേക്കോ. ಕೈ ಕಾಲು ಎಲ್ಲವನ್ನು ಅವರು ಕಟ್ಟಿ ಹಾಕಿದರು. നിങ്ങൾ ആ ജയിലിനകത്തെങ്കിൽ, ನೀವಾಗಿರುವುದಾದರೆ, ഞാനായിരുന്നു ആ ജയിലിനകത്തെങ്കിൽ, ನಾನು ಆ ಒಂದು ಸೆರೆಮನೆಯಲ್ಲಿ ಆಗಿರುವುದಾದರೆ, നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കും? ನಮ್ಮ ಪ್ರಾರ್ಥನೆ ಏನಾಗಿರುತ್ತಿತ್ತು? കർത്താവേ, വേഗത്തിൽ ഈ കട്ട് അഴിച്ചു തരണേ. ಕರ್ತನೇ, ವೇಗವಾಗಿ ಈ ಒಂದು ಸರಪಳಿಗಳಿಂದ ನನಗೆ ಬಿಚ್ಚುವಂತೆ ಮಾಡು ಸ್ವಾಮಿ. ആമേൻ. ಆಮೆನ್. ആരെങ്കിലും വ്യത്യസ്തമായിട്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കോ? ಯಾರಾದ್ರೂ ಒಂದು ವ್ಯತ್ಯಸ್ತವಾದಂತ ಪ್ರಾರ್ಥನೆಯನ್ನು ಮಾಡ್ತಾರೆ. നിങ്ങൾ ആരെങ്കിലും അവിടെ നിന്നിട്ട് ഉയരേ 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 ഞാൻ പറക്കും, ಯಾವುದು ಸೆರೆಮನೆಯಲ್ಲಿ ಸರಪಳಿಗಳನ್ನು ಕಟ್ಟಿ ಹಾಕಿರುವಾಗ ನಾವು ಹಾರುವೆ ಹಾರುವೆ ಮೇಲೆ ಮೇಲೆ ಹಾರುವೆ ಅಂತ ನಾವು ಯಾರಾದ್ರೂ ಹಾಡ್ತೀವಾ? will you dance? ಇಲ್ಲ, ನಾವು ನಾಟ್ಯ ಮಾಡ್ತೇವಾ? why? ಯಾಕೆ? നിങ്ങൾ പറയും കാലേ ചങ്ങല ഇട്ടോണ്ടല്ലേ ആടിയേനേന്ന്. ಅಂದ್ರೆ ಅಯ್ಯೋ, ಇಷ್ಟು ಸರಪಣಿ ಹಾಕಿದ್ದಾರೆ, ಇಷ್ಟು ಕಟ್ಟಿದ್ದಾರೆ, ನಾವು ಹೇಗೆ ಹಾಡುವುದು? ആമേൻ. ഹല്ലേലൂയ. കയ്യും കാലൊന്നും കെട്ടിയിട്ടില്ലേലും നിങ്ങളുടെ കയ്യും കാലും അനങ്ങത്തില്ല. ಅಂದ್ರೆ ಕೈ ಕಾಲು ಕಟ್ಟಲಿಲ್ಲದಿದ್ರು ಸಹ ನಿಮ್ಮ ಕೈ ಕಾಲು ಅಲ್ಲಿ ಹಾಡುವುದಿಲ್ಲ. ആമേൻ. അത് നിങ്ങളുടെ കയ്യിലും കാലം കിടക്കുന്ന ചങ്ങലയുടെ പ്രശ്നമല്ല. ಅದು ನಿಮ್ಮ ಕೈಯಲ್ಲಿಯೂ ಕಾಲಲ್ಲಿ ಇರುವಂತ ಒಂದು ಸರಪಣಿಯ ಒಂದು ಸಮಸ್ಯೆ ಅಲ್ಲ. ആമേൻ. നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രശ്നം, ನಮ್ಮ ಹೃದಯದ ಸಮಸ್ಯೆ ಆಗಿರ್ತದೆ. ആമേൻ. ಹಲ್ಲೆಲೂಯ. അപ്പൊ നോക്കണം, ഒരു വിഷയം ഞാൻ ഇവിടെ നിങ്ങളോട് പറയാം. ಹಾಗಾದರೆ ನಾನು ನಿಮಗೆ ಒಂದು ವಿಷಯವನ್ನು ತಿಳಿಯಪಡಿಸಲು ಇಷ್ಟಪಡುತ್ತೇನೆ. ആമേൻ. നിങ്ങളുടെ സാഹചര്യം മാറ്റുവാനുള്ള അഭിഷേകം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ನಿಮ್ಮ ಸನ್ನಿವೇಶಗಳನ್ನು ಬದಲಾಯಿಸುವಂತ ಒಂದು ಅಭಿಷೇಕ ನಿಮ್ಮ ಹೃದಯದ ಒಳಗಡೆ ಇದೆ. ആമേൻ. പക്ഷെ അതിനു മുമ്പ് ദൈവം നൽകുന്ന സമാധാനം നിങ്ങൾക്ക് ആവശ്യമാണ്. ಆದರೆ ಅದಕ್ಕಿಂತ ಮಿಗಿಲಾಗಿ ಮೊದಲು ನಮಗೆ ದೇವರು ಕೊಡುವಂತ ಸಮಾಧಾನ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಅಗತ್ಯವಾಗಿ ಬೇಕು. ആമേൻ. ಆಮೆನ್. എങ്ങനെയാണ് ഈ സമാധാനം നിങ്ങളുടെ മേൽ വരുമ്പോൾ, ಹೇಗೆ ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ದೇವರ ಸಮಾಧಾನ ಬರುತ್ತದೋ, ആമേൻ, നിങ്ങൾ ഹീൽ ആകുമെന്ന് പറയാൻ റീസൺ എന്താ? ನೀವು ಸ್ವಸ್ಥತೆ ಆಗುತ್ತೀರಿ ಅಂತ ಹೇಳುವುದಕ್ಕೆ ಅಲ್ಲಿ ಒಂದು ವಿಷಯವೇನಾಗಿರ್ತದೆ? അങ്ങനെ വചനം പറയുന്ന സമാധാനം എന്താ? ಅಂದ್ರೆ ವಾಕ್ಯ ಕೊಡುವಂತ ಸಮಾಧಾನ ಏನಾಗಿದೆ? ആമേൻ. ಆಮೆನ್. എത്ര പേർക്ക് ഇത് കേൾക്കാൻ ആഗ്രഹമുണ്ട്? ನನಗೆ ಇದನ್ನು ಕೇಳಬೇಕು ಅಂತ ಹೇಳಿ ಆಸೆ ಇದೆ. നമ്മൾ കണ്ടു യെശയ്യാ 33 അധ്യായം അതിന്റെ 6ാമത്തെ വേർഡിനകത്ത് സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആമേൻ നമ്മൾ കണ്ടു. ಅದೇ ಇಶಾಯದಲ್ಲಿ ನಾವು ನೋಡ್ತೇವೆ ಸಮಾಧಾನ ಅಂದ್ರೆ ಏನಾಗಿದೆ ಅಂತ ಹೇಳಿ ನಾವಲ್ಲಿ ನೋಡೋದಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. അവിടെ വചനം പറയാണ്, സത്യത്തിന്റെ സമാധാനത്തിന്റെ സമൃദ്ധി നിങ്ങൾക്ക് ഞാൻ റിവീൽ ചെയ്യും. ಅದೇ ಸತ್ಯದ ಸಮಾಧಾನದ ಸಮೃದ್ಧಿಯನ್ನು ನಾನು ನಿಮಗೆ ಕೊಡುತ್ತೇನೆ ಅಂತ ಹೇಳಿ ನಾವಲ್ಲಿ ನೋಡುತ್ತೇವೆ. സമാധാനം എന്നതിന്റെ ഹീബ്രു വേർഡ് ഇതാണ്. ಅದೇ ಸಮಾಧಾನ ಕುರಿತು ಇಬ್ರಿಯರ ಪದ ಈ ಪ್ರಕಾರವಾಗಿ ಆಗಿರುತ್ತದೆ. എത്ര പേർക്ക് അറിയാം? ಎಷ್ಟು ಜನರಿಗೆ ಗೊತ್ತುಂಟು? എനിവൻ നോ? ಯಾರಿಗಾದ್ರೂ ಗೊತ್ತುಂಟಾ? ശലോം. ಶಾಲೋಮ್.
ഈ വാക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ಈ ವಾಕ್ಯವನ್ನು ನೀವು ಕೇಳಿದ್ದೀರಾ? കേട്ടവരൊന്ന് കൈപൊക്കിക്കേ. ಕೇಳಿದವರು ಕರಗಳನ್ನು ಮೇಲಕ್ಕೆ ಮಾಡಿರಿ. അടുത്തിരിക്കുന്ന ആളെ നോക്കി പറഞ്ഞേ ശലോം. ಪಕ್ಕದಲ್ಲಿರುವವರಿಗೆ ಕರಗಳನ್ನು ಕೊಟ್ಟು ಹೇಳಿರಿ ಶಲೋಮ್. ശലോം ശലോം. ಶಲೋಮ್ ಶಲೋಮ್. ശലോം ശലോം. ಪಕ್ಕದಲ್ಲಿರುವವರಿಗೆ ಶಲೋಮ್ ಶಲೋಮ್ ಅಂತ ಹೇಳಿರಿ. Hallelujah. Hallelujah. Do you know the Hebrew meaning of shalom? ಅಂದ್ರೆ ಇಬ್ರಿಯರಿಗೆ ಇಬ್ರಿಯ ಆ ಒಂದು ಭಾಷೆಯಲ್ಲಿ ಶಲೋಮ್ ಶಲೋಮ್ ಅಂತ ಹೇಳಿದ್ರೆ ಅರ್ಥ ಏನು ಗೊತ್ತುಂಟಾ? അമ്മേ ഞാൻ ഡിക്ലെയർ ചെയ്യാൻ പോവാ. ನಾವು ಅದನ್ನು ನಿಮಗೆ ಪ್ರಕಟಪಡಿಸಲು ಹೋಗುತ್ತೇವೆ. വേണ്ടവർ പിടിച്ചോണം. ವೇಗವಾಗಿ ಹಿಡಿದುಕೊಳ್ಳಬೇಕು. അമ്മേ ശലോം എന്ന് പറഞ്ഞാൽ ಶಲೋಮ್ ಅಂತ ಹೇಳುವುದಾದರೆ completeness. ಅದು ಪರಿಪೂರ್ಣತೆ. അമ്മേ Amen. wholeness. ಅದು ಪರಿಪೂರ್ಣತೆ. അമ്മേ Amen. എത്ര പേർക്ക് വേണം കർത്താവായ യേശുക്രിസ്തു നൽകുന്ന ശലോമിനകത്തുള്ള പരിപൂർണ? ಅಂದ್ರೆ ಕರ್ತರು ಕೊಡುವಂತ ಆ ಒಂದು ಸಮಾಧಾನದ ಆ ಒಂದು ಶಲೋಮಿನ ಪರಿಪೂರ್ಣತೆ ಎಷ್ಟರಿಗೆ ಬೇಕಾಗಿದೆ. അമ്മേ അമേ അമ്മേ അമേ പത്രോസ് തലേന്ന് ജയിലിൽ കിടന്ന് ഉറങ്ങുന്നത് കണ്ട ಪೇತ್ರನು ಕಳೆದ ರಾತ್ರಿಯಲ್ಲಿ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಸೆರೆಮನೆಯಲ್ಲಿ ಇದ್ದುಕೊಂಡು ಮಲಗುವುದನ್ನು ಕಾಣುವುದಾದರೆ അവന് ഒരു പ്രശ്നവും ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നും. ಅವನಿಗೆ ಯಾವುದೇ ಸಮಸ್ಯೆ ಇಲ್ಲ ಅಂತೇಳಿ ನೀವು ಕಾಣುತ್ತೀರಿ. ആമേൻ. കാരണം ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരുമ്പോൾ ಕಾರಣವೇನೆಂದರೆ ದೇವರ ಸಮಾಧಾನವು ನಮ್ಮ ಹೃದಯದಲ್ಲಿ ಬರುವಾಗ ആമേൻ നിങ്ങളെ കർത്താവ് കംപ്ലീറ്റ്നെസ് അത് നടക്കും. ಕರ್ತನ ಒಂದು ಸಮಾಧಾನವು ನಮ್ಮನ್ನು ಸಂತೈಸಿಕೊಂಡು ಮುಂದಕ್ಕೆ ನಡೆಸುತ್ತದೆ. അടുത്ത ശലോമിന്റെ അർത്ഥം ഇതാണ്. ಪುನಃ ಶಲೋಮಿನ ಅರ್ಥವೇನೆಂದರೆ സേഫ്റ്റി പ്രൊട്ടക്ഷൻ. ಅಂದ್ರೆ ರಕ್ಷಿಸಲ್ಪಡುವಂತದ್ದು ಸಮೃದ್ಧಿ ಸಂರಕ್ಷಿಸಿಕೊಂಡು. ആമേൻ. ಆಮೆನ್. നിങ്ങളിൽ അനേകം പേർക്കുള്ള ടെൻഷൻ എന്നറിയാമോ? ನಿಮಗೆ ಅನೇಕರಿಗೆ ಒಂದು ರೀತಿಯಾದಂತ ಟೆನ್ಷನ್ ಏನು ಗೊತ್ತುಂಟಾ? നാളെ എന്റെ കാര്യം എന്താവും? ನಾಳೆ ಏನು ಕಾರ್ಯವಾಗುತ್ತದೆ? നാളെ എന്റെ തലമുറയുടെ കാര്യം ನನ್ನ ಮಕ್ಕಳ ಏನಾಗಿರ್ತದೆ? നാളെ ഈ വിഷയം ನಾಳೆ എന്താവും? ಈ ವಿಷಯ ಏನಾಗಿರ್ತದೆ? പിശാച് അങ്ങനെ വരുവോ? ಸೈತಾನ ಆ ರೀತಿಯಲ್ಲಿ ಬರ್ತಾನೋ? പിശാച് ഇങ്ങനെ ಸೈತಾನ ಈ വരുവോ? ರೀತಿಯಲ್ಲಿ ಬರ್ತಾನೋ? ആമേൻ. പറഞ്ഞേ ശലോം. ತಲೆ ಮೇಲೆ ಕೈ ಇಟ್ಟು ಹೇಳಿ ಶಲೋಮ್. എന്റെ മേൽ കർത്താവിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ಕರ್ತನ ರಕ್ಷಣೆ ನನ್ನ ಸಂರಕ್ಷಣೆ ನನ್ನ ಜೀವಿತದಲ್ಲಿ ಇದೆ. കർത്താവിന്റെ സേഫ്റ്റി എന്റെ മേലുണ്ട്. ಕರ್ತನ ಸಂರಕ್ಷಣೆ ನನ್ನ ಜೀವಿತದಲ್ಲಿ ಇದೆ. ആമേൻ. അത് മാത്രമല്ല ശലോം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ಅದು ಮಾತ್ರವಲ್ಲ ಶಲೋಮಿನ ವಾಕ್ಯದ ಅರ್ಥ. ശലോം എന്ന വാക്കിന്റെ അർത്ഥം പ്രോസ്പെരിറ്റി. ಅದೇ ಶಲೋಮ್ ಎಂಬ ಆ ಒಂದು ಪದದ ಅರ್ಥ ಸಮೃದ್ಧಿ, ಅಭಿವೃದ್ಧಿ. ആമേൻ. ആമേൻ. ഒന്ന് പറഞ്ഞേ അഭിവൃദ്ധി. ಅಭಿವೃದ್ಧಿ ಅಂತೇಳಿ ಬಾಯಿಗಳನ್ನು ತೆರೆದು ಹೇಳಿರಿ. ഒന്ന് പറഞ്ഞേ ശലോം അഭിവൃദ്ധി. ಶಲೋಮ್ ಅಭಿವೃದ್ಧಿ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നിങ്ങൾ കർത്താവിന്റെ വേണ്ടി നിൽക്കാനുള്ള ബുദ്ധിമുട്ട് എന്നാന്ന് വെച്ചാ ನೀವು ಕರ್ತನಿಗೋಸ್ಕರವಾಗಿ ನಿಲ್ಲುವುದಕ್ಕೆ ಒಂದು ತೊಂದರೆ ಏನು ಅಂತ ಹೇಳಿದರೆ ആമേൻ. ಆಮೆನ್. നിങ്ങൾ പറയും എന്റെ കാര്യം തന്നെ നടക്കുന്നില്ല. ನನ್ನ ಕಾರ್ಯ ಏನು ನಡೆಯುತ್ತಿಲ್ಲ. ആമേൻ. ഇനി ഞാൻ എങ്ങനെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കും? ಇನ್ನು ನಾನು ಕರ್ತನ ರಾಜ್ಯಕ್ಕೋಸ್ಕರವಾಗಿ ಯಾವ ರೀತಿಯಲ್ಲಿ ನಾನು ನಿಲ್ಲುವಂತದ್ದು? If you receive this shalom, ಈ ಒಂದು ಶಲೋಮನ್ನು ನೀವು ಸ್ವೀಕರಿಸುವುದಾದರೆ നിങ്ങളുടെ ലൈഫിൽ abundant prosperity ನಿಮ್ಮ release ಜೀವಿತದಲ್ಲಿ ആയിക്കൊണ്ടേയിരിക്കും. ಸಮೃದ್ಧಿಯಾಗಿ ಅಭಿವೃದ್ಧಿಯನ್ನು ನನ್ನ ದೇವರು ಕೊಡುತ್ತಲೇ ಬರುತ್ತಾರೆ. Hallelujah. Hallelujah. ആമേൻ. ശലോമിന്റെ അർത്ഥം തീർന്നില്ല. ಶಲೋಮಿನ ಅರ್ಥ ಮುಗಿಯಲಿಲ್ಲ. Shalom means ಶಲೋಮ್ ಅಂತ ಹೇಳುವುದಾದರೆ healing and health. ಅಂದ್ರೆ ಸಮೃದ್ಧಿಯ ಒಂದು ಆರೋಗ್ಯ. ആരോഗ്യം. ആമേൻ. ഹല്ലേലൂയ. Hallelujah. എത്ര പേർക്ക് വേണം ഈ ശലോമിൽ നിന്നുള്ള ഹീലിംഗ്? ಎಷ್ಟು ಜನರಿಗೆ ಈ സൗಖ್ಯದ ಒಂದು ಆರೋಗ್ಯ ಬೇಕು? ആമേൻ. കർത്താവ് ആമേൻ നിങ്ങളുടെ മേൽ എന്റെ സമാധാനം തരുമെന്ന് പറയുമ്പോൾ ಕರ್ತನು ನಮ್ಮ ಮೇಲೆ ಒಂದು ಸಮಾಧಾನವನ್ನು ಕೊಡುತ್ತೇನೆ ಅಂತ ಹೇಳುವಾಗ ആമേൻ ഇതൊരു വികാരമല്ല. ಇದೊಂದು ವಿಕಾರವಲ್ಲ. ആമേൻ. ഇതുവരെയും നിങ്ങൾ ചിന്തിച്ചിരുന്നത് ಇಲ್ಲಿಯವರೆಗೂ ನೀವು ಚಿಂತಿಸಿರುವಂತದ್ದು സമാധാനം എന്ന് പറഞ്ഞാൽ ഒരു വികാരം, മനസ്സിന് തോന്നുന്ന ഒരു ഫീലിംഗ്. ಸಮಾಧಾನ ಎಂಬುದು ಏನೋ ಒಂದು ಮನಸ್ಸಿಗೆ ಬರುವಂತ ಅನುಭವ ಅಂತ ಹೇಳಿ ನೀವು ನೆನೆಸಿರುತ್ತೀರಿ. ആമേൻ. കർത്താവിന്റെ ശലോം അങ്ങനെയല്ല. ಕರ್ತನ ಸಮಾಧಾನ ಕರ್ತನ ಶಾಲೋಮ್ ಆ ರೀತಿಯಲ್ಲಿ ಅಲ್ಲ. ഇതൊരു പാക്കേജാ. ಅದು പാക്കേജ്. ಅದು ಒಂದು ಪ್ಯಾಕೇಜ್ ಆಗಿರುತ್ತದೆ. ആമേൻ. ಆಮೆನ್. ഈ പാക്കേജിനകത്ത് എന്തൊക്കെയുണ്ട്? ಈ ಪ್ಯಾಕೇಜಿನಲ್ಲಿ ಏನೆಲ್ಲ ಇರುತ್ತದೆ? നിങ്ങളുടെ ഹീലിംഗ് ഹെൽത്ത് ഉണ്ട്. ನಿಮ್ಮ ಸೌಖ್ಯದ ಆರೋಗ್ಯ ಇರುತ್ತದೆ. ആമേൻ. നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ನಿಮ್ಮ ಸಂರಕ್ಷಣೆ ಇರುತ್ತದೆ. നിങ്ങളുടെ പ്രോസ്പെരിറ്റി ഉണ്ട്. ನಿಮ್ಮ ಸಮೃದ್ಧಿ ಇರುತ್ತದೆ. നിങ്ങളുടെ ഫുൾനെസ് ഉണ്ട്. ನಿಮ್ಮ ಪರಿಪೂರ್ಣತೆ ಇದೆ. ആമേൻ. ആമേൻ. ഇന്ന് നിങ്ങൾ പകൽക്കാലം ഇത് വിശ്വസിക്കുന്നുവെങ്കിൽ ಈ ಬೆಳಗಿನ ವೇಳೆಯಲ್ಲಿ ನೀವು ಇದನ್ನು ನಂಬುವುದಾದರೆ ആമേൻ ഈ ശലോം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നിങ്ങളെ വിടുതലാക്കാൻ തുടങ്ങും. ಈ ಒಂದು ಶಾಲೋಮ್ ನಿಮ್ಮ ಜೀವಿತದ ಎಲ್ಲಾ ಕಾರ್ಯಗಳಲ್ಲಿ ಪರಿಪೂರ್ಣವಾದಂತ ಬಿಡುಗಡೆಯನ್ನು ഈ ಕೊಡುವಂತದಾಗಿರುತ್ತದೆ. ശലോം നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് വന്നാൽ ಈ ಒಂದು ಶಾಲೋಮ್ ನಿಮ್ಮ ಹೃದಯದಲ್ಲಿ ಬರುವುದಾದರೆ നിങ്ങൾ ഒരിക്കലും പ്രശ്നങ്ങളെ കണ്ട് കരഞ്ഞോണ്ടിരിക്കത്തില്ല. ನೀವು ಸಮಸ್ಯೆಗಳನ್ನು ನೋಡಿ ಅಳುತ್ತಾ ಇರುವುದಿಲ್ಲ. പ്രശ്നങ്ങളെ കൊണ്ടുവന്ന് പിശാച് നിങ്ങളുടെ ഹാർട്ടിനെ അങ്ങനെ കവർന്നെടുക്കാൻ പറ്റത്തില്ല. ಸಮಸ್ಯೆಗಳನ್ನೆಲ್ಲ ತಂದಾಕಿ ಸೈತಾನನು ನಿಮ್ಮ ಹೃದಯಗಳನ್ನು ಕಳವಳಗೊಳಿಸಲು ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ. ആമേൻ. ആമേൻ. കർത്താവ് നിങ്ങളെ സമാധാനത്താൽ കവർ ചെയ്ത് നിർത്തും. ಕರ್ತನೆ ನಿಮ್ಮನ್ನು ಸಮಾಧಾನದೊಂದಿಗೆ ನಡೆಸುವನಾಗಿರ್ತಾನೆ. ഒന്ന് പറഞ്ഞേ ശലോം ശലോം. ನಾವು ಬಾಯಿಗಳನ್ನು ತೆರೆದು ಹೇಳುವ ಶಲೋಮ್ ಶಲೋಮ್. പറഞ്ഞേ ശലോം ശലോം. ಶಲೋಮ್ ಶಲೋಮ್. ആമേൻ. ಆಮೆನ್. ഇസ്രായേൽ ജനങ്ങൾ ഒരുവരെ കാണുമ്പോൾ ಇಸ್ರಾಯೇಲ್ ಜನರು ಒಬ್ಬರಿಗೆ ಒಬ್ಬರು ಕಾಣುವಾಗ ആമേൻ അവർ പരസ്പരം കൈ കൊടുത്തിട്ട് പറയും ಅವರು ಪರಸ್ಪರ ಕೈಗಳನ್ನು ಕೊಟ್ಟು ಹೇಳ್ತಾರೆ ശലോം ശലോം. ಶಲೋಮ್ ಶಲೋಮ್. എന്താ കാരണം എന്നറിയാമോ? ಏನು ಕಾರಣ ಅಂತ ಹೇಳಿದರೆ അവർക്ക് പീസ് എന്ന് പറഞ്ഞാൽ അതൊരു ഫീലിംഗ് അല്ല. ಅವರಿಗೆ ಒಂದು ಸಮಾಧಾನ ಅಂತ ಹೇಳುವುದಾದ್ರೆ ಏನೋ ಒಂದು ಫೀಲಿಂಗ್ ಅಲ್ಲ. ആമേൻ. അവർ ശലോം ശലോം എന്ന് പറയുമ്പോൾ ಅದೇ ಶಲೋಮ್ ಶಲೋಮ್ ಅಂತ ಹೇಳುವಾಗ ഒരു പാക്കേജ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക. ಆ ಪ್ಯಾಕೇಜ್ ಅನ್ನು ಅವರು ಇವರಿಗೆ ಕೊಡ್ತಾರೆ, ಇವರು ಅವರಿಗೆ ಕೊಡ್ತಾರೆ. ആമേൻ. ಆಮೆನ್. അടുത്തിരിക്കുന്ന ആൾ നോക്കി പറഞ്ഞു ശലോം ശലോം. ಪಕ್ಕದಲ್ಲಿರುವ ಕರಗಳನ್ನು ಕೊಟ್ಟು ಹೇಳಿರಿ ಶಲೋಮ್ ಶಲೋಮ್. ಆಮೆನ್. ಪಕ್ಕದಲ್ಲಿರುವವರಿಗೆ ಸ್ವಲ್ಪ ಕರಗಳನ್ನು ಕೊಟ್ಟು ಹೇಳಿರಿ. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശലോം ശലോം. ಶಲೋಮ್ ಶಲೋಮ್. This is a prophetical action. ಇದು ಎಲ್ಲವೂ ಆ ಒಂದು ಪ್ರವಾದಿಯ
ವಾದನೆಯ ಒಂದು ಕಾರ್ಯಗಳಾಗಿರುತ್ತದೆ. ആമേൻ. നിങ്ങൾ അടുത്തിരിക്കുന്ന ആളെ നോക്കി ശലോം ശലോം എന്ന് പറയുമ്പോൾ ಅಕ್ಕಪಕ್ಕದಲ್ಲಿರುವವರಿಗೆ ಕರಗಳನ್ನು ಕೊಟ್ಟು ಶಲೋಮ್ ಶಲೋಮ್ ಅಂತ ಹೇಳುವಾಗ നിങ്ങൾ ഒരു പാക്കേജ് ഹെവൻലി പാക്കേജ് കൈമാറുകയാണ്. ಪರಲೋಕದ ಒಂದು ಪ್ಯಾಕೇಜ್ ಅನ್ನು ನಾವು ಅವರಿಗೆ ಕೊಡ್ತಾ ಇದ್ದೇವೆ. ആമേൻ. നിങ്ങൾ അവരുടെ മേൽ പ്രോസ്പെരിറ്റി റിലീസ് ചെയ്യുക. ನೀವು ಅವರ ಮೇಲೆ ಸಮೃದ್ಧಿಯನ್ನು ಬಿಡುಗಡೆ നിങ്ങൾ ಮಾಡುತ್ತೀರಿ. അവരുടെ മേൽ സേഫ്റ്റി റിലീസ് ചെയ്യുക. ನೀವು ಅವರ ಜೀವಿತದಲ್ಲಿ ಸಂರಕ್ಷಣೆಯನ್ನು ಬಿಡುಗಡೆ ആമേൻ. ಮಾಡುತ್ತೀರಿ. നിങ്ങൾ അവരുടെ മേൽ കംപ്ലീറ്റ്നെസ്സിനെ റിലീസ് ചെയ്യുക. ನೀವು ಅವರ ಮೇಲೆ ಪರಿಪೂರ್ಣತೆಯನ್ನು ಬಿಡುಗಡೆ ಮಾಡುತ್ತಿದ್ದೀರಿ. ആമേൻ. നിങ്ങൾ അവരുടെ മേൽ ನೀವು ಅವರ ಮೇಲೆ ഹെൽത്തിനെ റിലീസ് ചെയ്യുക. ಆ ಸೌಖ್ಯದ ಆರೋಗ್ಯವನ್ನು ಬಿಡುಗಡೆ ಮಾಡುತ್ತೀರಿ. ഒന്ന് വാഗൊണ്ട് വിളിച്ചു പറയാമോ? ಹಾಗಾದ್ರೆ ಬಾಯಿಗಳನ್ನು ತಂದವರೆಲ್ಲರ ಸ್ವಲ್ಪ ಬಾಯಿಗಳನ್ನು ಬಿಟ್ಟು ಹೇಳಿರಿ. കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ശലോമിനകത്ത് ಕರ್ತನು ನನಗೆ ಕೊಟ್ಟಿರುವಂತಹ ಶಾಲೋಮಿನಲ್ಲಿ എന്റെ പൂർണ്ണതയുണ്ട്, ನನ್ನ ಪೂರ್ಣತೆ ಇದೆ, എന്റെ സേഫ്റ്റി ഉണ്ട്, ನನ್ನ ಸಂರಕ್ಷಣೆ ಇದೆ, എന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, ನನ್ನ ರಕ್ಷಣೆ ಇದೆ, എന്റെ പ്രോസ്പെരിറ്റി ഉണ്ട്, ನನ್ನ ಅಭಿವೃದ್ಧಿ ಇದೆ, എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്. ನನಗೆ ಬೇಕಾಗಿರುವುದೆಲ್ಲವೂ ಇದೆ. ಆಮೆನ್. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ಅದರ ಅರ್ಥವೇನೆಂದರೆ ദൈവ സമാധാനം നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ചാൽ ದೇವರ ಸಮಾಧಾನವು ನಮ್ಮ ಒಳಗಡೆ ಪ್ರವೇಶ ಮಾಡುವಾಗ ഈ ഏരിയയിൽ ഒന്നും നിങ്ങൾക്കൊന്നും കുറവുണ്ടാവത്തില്ല. ಈ ಏರಿಯಾದಲ್ಲಿ ಯಾವುದೇ ರೀತಿಯಾದಂತಹ ಕೊರತೆ ಬರುವುದಿಲ್ಲ. ശലോം ശലോം ಶಲೋಮ್ ಶಲೋಮ್ ശലോം ശലോം ಶಲೋಮ್ ಶಲೋಮ್ ഷൗട്ട് ശലോം ശലോം ಶಲೋಮ್ ಶಲೋಮ್ ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഇപ്പോ ഒരു കാര്യം, ಈಗ ಒಂದು ಕಾರ್ಯ, ജിൻ സിസ്റ്റർ വന്ന് ശലോം ശലോം എന്നൊക്കെ പറഞ്ഞു. ಸಿಸ್ಟರ್ ಬಂದು ಶಲೋಮ್ ಶಲೋಮ್ ಎಲ್ಲ ಹೇಳಿದ್ರು. ഇനി പൂച്ചയ്ക്ക് ആരും മണി കിട്ടും? ಕ್ಯಾಟ್ സ്റ്റോറി യു ഡോಂಟ್ നോ ദാറ്റ് ಅಂದ್ರೆ സ്റ്റോറി. ಇದು ಬೆಕ್ಕಿನ ವಿಷಯ, ನಿಮ್ಗೆ ಬೆಕ್ಕಿನ ಕಥೆ ನಿಮ್ಗೆ ಗೊತ್ತಿರ್ಬೇಕಲ್ಲ. സ്റ്റോറി എനിക്കറിയില്ല, സമയമുണ്ട്. ഓക്കെ, ഒരു ദിവസം ഈ കുറെ എലികളുടെ കൂട്ടത്തിൽ ഒരു പൂച്ച, കണ്ണപ്പൂച്ച ആ വീട്ടിലുണ്ടായിരുന്നു. ಅಂದ್ರೆ ಈ ಒಂದು ದೊಡ್ಡ ಗುಂಪಿನ ಒಂದು ಹಿಲಿಯ ಮಧ್ಯದಲ್ಲಿ ಒಂದು ಬೆಕ್ಕು ಇರ್ತಿತ್ತು. ആമേൻ. ആമേൻ. അപ്പൊ ഈ പൂച്ച എല്ലാ ദിവസവും ഓരോ എലികളെ പിടിച്ചു തിന്നും. ಅಂದ್ರೆ ಈ ಒಂದು ಬೆಕ್ಕು ಯಾವಾಗ್ಲೂ ಒಂದೊಂದು ಹಿಲಿಗಳನ್ನು ಹಿಡಿದು ತಿನ್ನುತ್ತಿತ್ತು. അപ്പോ ഈ എലികളെല്ലാം കൂടെ ചേർന്ന് ഒരു തീരുമാനം എടുത്തു. ಅಂದ್ರೆ ಈ ಒಂದು ಇಲಿಗಳೆಲ್ಲವೂ ಒಂದು ತೀರ್ಮಾನವನ್ನು ಒಂದು ದಿನ ತಕೊಂಡ್ರು. നമ്മുടെ ഇടയിൽ നിന്ന് ഓരോരുത്തരായിട്ട് മിസ്സായിക്കൊണ്ടിരിക്കുക. ನಮ್ಮ ಜನಸಂಖ್ಯೆ ಬಹಳ ಕಡಿಮೆ ಆಗ್ತಾ ಇದೆ. നമുക്കൊരു ഐഡിയ ചെയ്യണം. ನಾವು ಒಂದು ಐಡಿಯಾ ಮಾಡಬೇಕು. ഈ പൂച്ചേനെ എങ്ങനെയെങ്കിലും നമുക്ക് പിടിക്കണം. ಈ ಒಂದು ಬೆಕ್ಕನ್ನು ಹೇಗಾದ್ರೂ ಹಿಡಿಯಬೇಕು. അപ്പൊ അതിലൊരു ചുണ്ടലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു എലി ഇങ്ങനെ പറഞ്ഞു. ಆದ್ರೆ ಬಹಳ ಚುರುಕಾದಂತ ಒಂದು ಹಿಲಿ ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳಿತು. എനിക്കൊരു ഐഡിയ കിട്ടി. ನನಗೆ ಒಂದು ಐಡಿಯಾ ಸಿಕ್ಕಿತು. അമ്മേ, നമ്മളൊരു ബെല്ലെടുത്ത് ನಾವೊಂದು ಬೆಲ್ ಹಿಡ್ಕೊಂಡು പൂച്ചയുടെ കഴുത്തി കിട്ടാം. ಅಂದ್ರೆ ಆ ಒಂದು ಬೆಕ್ಕಿನ ಕುತ್ತಿಗೆಗೆ ಹಾಕುವ. പിന്നെ പൂച്ച നടക്കുമ്പോ ಟಿಂಗ್ 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 സൗണ്ട് വരും. ಅದೇ ಆ ಒಂದು ಬೆಕ್ಕು ನಡೆಯುವಾಗ ಟಿಂಗ್ ಟಿಂಗ್ ಅಂತ ಹೇಳಿ ಇದು ಗಂಟೆ ಬಸ್ತಾ ಇರ್ತದೆ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഓടി ഒളിച്ചിരിക്കാം. ನಾವು ಬೇಗ ಓಡಿ ಹೋಗಿ ಅದನ್ನು ನಾವು ಓಡಿ ಹೋಗಿ ಅಡಗಿಕೊಳ್ಬಹುದು. അമ്മേൻ, ಆಮೇನ್. ഗുഡ് ഐഡിയ. ಗುಡ್ ಐಡಿಯಾ. അപ്പൊ അതിൽ വേറൊരു എലി ചോദിച്ചു. ಆಗ ಇನ್ನೊಂದು ಹಿಲಿ ಹೇಳಿತು. ഗുഡ് ഐഡിയ, ಆದ್ರೆ ಐಡಿಯಾ ಏನೋ ಒಳ್ಳೇದಿದೆ, പക്ഷെ ആരും മണി കെട്ടും? ಯಾರು ಗಂಟೆ ಕಟ್ಟುದು? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. എന്ന് പറഞ്ഞതുപോലെ ശലോം ശലോം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ಶಲೋಮ್ ಶಲೋಮ್ ಎಲ್ಲ ನಮಗೆ ಇಷ್ಟ ಆಯ್ತು. പക്ഷെ എങ്ങനെ ഞാൻ ഈ ശലോം പ്രാപിക്കും? ಯಾವ ರೀತಿಯಲ್ಲಿ ಈ ಒಂದು ಶಾಲಮನ್ನು ನಾವು ಪಡೆದುಕೊಳ್ಳುವಂತದ್ದು നോക്കാം നമുക്ക്. ಹಾಗಾದ್ರೆ ನಾವು ನೋಡಿಕೊಳ್ಳುವ. ഓക്കേ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിനകത്ത്, ಯೋಹಾನನ ಸುವಾರ್ತೆ 20ನೇ ಅಧ್ಯಾಯದಲ್ಲಿ, ആമേൻ, ശിഷ്യന്മാർ മുഴുവനും പേടിച്ച് വിറച്ച് റൂമിനകത്ത് ഇങ്ങനെ ഇരിക്കുക. ಶಿಷ್ಯರೆಲ್ಲರೂ ಸಹ ಬಹಳವಾಗಿ ಭಯ ಹಿಡಿದವರಾಗಿ ಆ ಒಂದು ಕೋಣೆಯಲ್ಲಿ ಕುಳಿತುಕೊಂಡಿದ್ದರು. ഭയങ്കര ടെൻഷൻ, ಭಯಂಕರವಾದಂತ ಟೆನ್ಷನ್, ഫിയർ. ಬಹಳ ಭಯ. എന്താ കാരണം? ಏನು ಕಾರಣ? എന്താ കാരണം എന്ന് വെച്ച് ಏನು കഴിഞ്ഞാൽ, ಕಾರಣ ಅಂತ ಹೇಳಿದರೆ, കഴിഞ്ഞ ദിവസം യേശുവിനെ പിടിച്ച് ക്രൂശിൽ തറച്ചു. ಕಳೆದ ದಿನಗಳಲ್ಲಿ ಯೇಸು ಕ್ರಿಸ್ತನ ಹಿಡಿದು ಶಿಲುಬೆಗೆ ಹಾಕಿದ್ದಾರೆ. ഞങ്ങൾ എങ്ങാനും വെളിച്ചെന്ന് ഞങ്ങളെ കണ്ട, ಇನ್ನೇನಾದ್ರೂ ನಾವು ಹೊರಗಡೆ ಹೋಗಿರುವುದನ್ನು ಅವರು ಕಂಡ್ರೆ ഞങ്ങളുടെ കഥയും കഴിഞ്ഞു. ನಮ್ಮನ್ನು ಸಹ ಕುತ್ತಿಗೆ ഇങ്ങനെ ತೆಗೆದುಬಿಡ್ತಾರೆ. പേടിച്ച് റൂമിനകത്ത് ഇരിക്കുമ്പോൾ, ಈ ರೀತಿಯಲ್ಲಿ ಭಯ ಹಿಡಿದವರಾಗಿ ಅವರ ರೂಮಿನಲ್ಲಿ ಇರುವಾಗ, ആമേൻ, യേശു അവരുടെ മുൻപിൽ പെട്ടെന്ന് പ്രത്യക്ഷനായി. ಯೇಸು ಕ್ರಿಸ್ತನು ಅವರ ಮುಂದೆ ಬಂದು ಪ್ರತ್ಯಕ್ಷನಾದನು. ആമേൻ. യേശു വന്ന് പറയുന്ന ആദ്യത്തെ വാക്ക് എന്നാണെന്നറിയാമോ? ಯೇಸು ಕ್ರಿಸ್ತನು ಬಂದು ಪ್ರತ್ಯಕ್ಷನಾದಾಗ ಮೊಟ್ಟ ಮೊದಲು ಹೇಳಿದಂತ ಮಾತೇನು ಗೊತ್ತುಂಟಾ? Do you know? ನಿಮಗೆ ಗೊತ್ತುಂಟಾ? Do you know? ನಿಮಗೆ ಗೊತ್ತುಂಟಾ? എന്താ പറയുന്നേ? ನಿಮಗೆ ಸಮಾಧಾನವಾಗಲಿ. ആമേൻ. യേശു നിന്നിട്ട് പറയുകയാ, ಯೇಸು ಕ್ರಿಸ್ತನು ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳುತ್ತಿದ್ದಾನೆ, നിങ്ങൾക്ക് സമാധാനം. ನಿಮಗೆ ಸಮಾಧಾನವಾಗಲಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. നിങ്ങൾക്കൊരു സീക്രട്ട് അറിയാവോ? ನಿಮಗೆ ಒಂದು ರಹಸ್ಯ ಗೊತ್ತುಂಟಾ? റിസറക്റ്റഡ് ക്രൈസ്റ്റിന്റെ, ಅಂದ್ರೆ ಪುನರುತ್ಥಾನ ಹೊಂದಿದ ಕ್ರಿಸ್ತನಲ್ಲಿ ശിഷ്യന്മാരോടുള്ള ಶಿಷ್ಯರಲ್ಲಿ ಇದ್ದಂತ ಫಸ್ಟ್ ವರ್ಡ್, ಮೊಟ್ಟ ಮೊದಲನೆಯ ಮಾತು, is it an important word or not? ಅದು ಬಹಳ ಪ್ರಾಮುಖ್ಯವಾದಂತ ಒಂದು ವಿಷಯವ ಅಲ್ವಾ? ആമേൻ. അത് നിശ്ചയമായും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്. ಬಹಳವಾಗಿ ಪ್ರಾಮುಖ್ಯವಾದಂತ ಒಂದು ವಚನವಾಗಿದೆ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു പറയുകയാണ്, യേശು ಈ ಪ್ರಕಾರವಾಗಿ നിങ്ങൾക്ക് ಹೇಳುತ್ತಿದ್ದಾನೆ, സമാധാനം. ನಿಮಗೆ ಸಮಾಧಾನವಾಗಲಿ. എന്നിട്ട് യേശു എന്ത് ചെയ്തു അറിയാമോ? ನಂತರವಾಗಿ ಯೇಸು ಕ್ರಿಸ್ತನು ಏನ್ ಮಾಡಿದನು ಗೊತ್ತುಂಟಾ? യേശു ಕೈ കാണിച്ചിട്ട് പറഞ്ഞു, ಯೇಸು ಕ್ರಿಸ್ತನ ಕರಗಳನ್ನು ತೋರಿಸಿ ಹೇಳಿದನು, വിലാപ്പുറം കാണിച്ചിട്ട് പറഞ്ഞു, ಆತನ ಪಕ್ಕೆಲುಬನ್ನು ತೋರಿಸಿ ಹೇಳಿದನು, ആമേൻ, ಆಮೇನ್, നിങ്ങൾക്ക് സമാധാനം. ನಿಮಗೆ ಸಮಾಧಾನ.
എന്തിനാ അത് കാണിച്ചേ? ಯಾಕೆ ದೇವರು ಅದನ್ನು ತೋರಿಸಿದರು? ഹല്ലേലൂയ. Hallelujah. അത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ಇದು ತೋರಿಸಬೇಕು ಅಂತ ಹೇಳಿ ಅವಶ್ಯಕ ಇತ್ತಾ? Again he is telling, ಪುನಃ ಆತನು ಹೇಳುವುದೇನೆಂದರೆ നിങ്ങൾക്ക് സമാധാനം. ನಿಮಗೆ ಸಮಾಧಾನ. ആമേൻ. ಆಮೆನ್. എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ ലോകത്തിലേക്ക് അയക്കുന്നു. ನಾನು ನನ್ನ ತಂದೆಯು ನನ್ನನ್ನು ಕಳಿಸಿದ ಪ್ರಕಾರವಾಗಿ ನಾನು ನಿಮ್ಮನ್ನು ಈ ಲೋಕಕ್ಕೆ ಕಳಿಸುತ್ತೇನೆ. ആമേൻ. ಆಮೆನ್. അപ്പൊ നോക്കണം, ಹಾಗಾದ್ರೆ ನೋಡಬೇಕು, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ വാക്കാണ് ശലോം. ಪುನರುತ್ತಮವಾದಂತ ಯೇಸು ಕ್ರಿಸ್ತನ ಮೊಟ್ಟ ಮೊದಲನೆಯ ಮಾತೇನೆಂದರೆ ಸಮಾಧಾನವಾಗಲಿ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നോക്കണം, യേശു ನೋಡಬೇಕು, ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർക്ക് വേറെ ഒന്നും അപ്പൊ കൈമാറുന്നില്ല. ഫസ്റ്റ് കൈമാറുന്നതാണ് സമാധാനം. ಯೇಸು ಕ್ರಿಸ್ತನ ಪುನರುತ್ಥಾನವಾದಂತ ನಂತರವಾಗಿ ಬೇರೆ ಏನನ್ನ ಅಲ್ಲಿ ಹೇಳಿಲ್ಲ. ಮೊದಲನೇ ಮಾತಲ್ಲಿ ಹೇಳಿದರೆ ಅಂದ್ರೆ ನಿಮಗೆ ಸಮಾಧಾನವಾಗಲಿ ಅಂತೇಳಿ ಆತನು ಹೇಳಿದನು. ആമേൻ. ഇതിൽ നിന്ന് ഞാനൊരു ദൂത് പറയട്ടെ. ಇದರಿಂದ ನಾನು ಒಂದು ಪ್ರವಾದನೆ ಮಾತನ್ನು ಹೇಳಿ നിങ്ങൾ ಇಷ್ಟಪಡ್ತೇನೆ. ബാക്കി എന്തും റിസീവ് ചെയ്യുന്നതിന് മുമ്പ് ನೀವು ಏನನ್ನು ಮೊಟ್ಟ ಮೊದಲು ಹೊಂದಿಕೊಳ್ಳುವುದಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ കർത്താവ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സമാധാനം. ಮೊಟ್ಟ ಮೊದಲು ದೇವರು ನಿಮಗೆ ಕೊಡುವಂತದ್ದು ಏನಂತ ಹೇಳಿದ್ರೆ ದೇವರ ಸಮಾಧಾನವಾಗಿದೆ. ആമേൻ. കാരണം ഈ സമാധാനം നിങ്ങളുടെ ലൈഫിൽ ക്രിയ ചെയ്യാൻ ആരംഭിച്ചാൽ ಈ ಒಂದು ಸಮಾಧಾನವು ನಿಮ್ಮ ಹೃದಯದಲ್ಲಿ ಕ್ರಿಯೆಗಳನ್ನು ಮಾಡೋದಕ್ಕೆ ಪ್ರಾರಂಭಿಸುವಾಗ ആമേൻ, പിന്നെ യേശുവിന്റെ ഇഷ്ടം മുഴുവനും നിങ്ങളുടെ മേൽ നിവർത്തിയാക്കാൻ കർത്താവിന് പറ്റും. ಯೇಸು ಕ್ರಿಸ್ತನ ಆ ಒಂದು ಎಲ್ಲ ಕ್ರಿಯೆಯು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಅದು ಕಾರ್ಯ ಮಾಡಲು ಸಾಧ್ಯವಾಗುತ್ತದೆ. ആദ്യം യേശു പറഞ്ഞില്ല ഞാൻ നിങ്ങളെ അയക്കുമെന്ന്. ಮೊಟ್ಟ ಮೊದಲು ಯೇಸು ಹೇಳಲಿಲ್ಲ ನಾನು ನಿಮ್ಮನ್ನು ಕಳಿಸುತ್ತೇನೆ ಅಂತ ಹೇಳಿ. ആദ്യം പറയാൻ നിങ്ങൾക്ക് സമാധാനം. ಮೊದಲು ಆತನು ಹೇಳಿದ್ದೇನೆಂದರೆ ನಿಮಗೆ ಸಮಾಧಾನವಾಗಲಿ. ആമേൻ. If you receive this peace, ಈ ಒಂದು ಸಮಾಧಾನ ನೀವು ಹೊಂದಿಕೊಂಡರೆ ആമേൻ, അതിനുശേഷം കർത്താവിന്റെ വിഷനെ ദർശനത്തിന് നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും. ಆಗ ನಾವು ಕರ್ತನ ಆ ಒಂದು ದರ್ಶನವನ್ನು ಹೊಂದಿಕೊಂಡು ಮುಂದಕ್ಕೆ ಹೋಗಲು ಸಾಧ್ಯವಾಗುತ್ತದೆ. ആമേൻ. ಆಮೆನ್. ഇത്രയും കാര്യം സംഭവിക്കുമ്പോൾ ಈ ಒಂದು ಈ ಎಲ್ಲಾ ಕಾರ್ಯಗಳು ಸಂಭವಿಸುವಾಗ ഒരാൾ അവിടെ ഇല്ല. ಒಂದು ವ್ಯಕ್ತಿ ಅಲ್ಲಿ ಇಲ್ಲ. ആരാന്നറിയാമോ? ಯಾರು ಗೊತ್ತುಂಟಾ? തോമസ്. ತೋಮನು. തോമസ് അവിടെ ഇല്ല. ತೋಮ ಅಲ್ಲಿ ಇರ್ಲಿಲ್ಲ. ആമേൻ. അടുത്ത സമയം തോമസ് വന്നപ്പോ ತೋಮನು ಬಂದಾಗ ശിഷ്യന്മാർ പറഞ്ഞു, ಶಿಷ್ಯರೆಲ್ಲರೂ ഓ ಹೇಳಿದರು, ഞങ്ങൾ യേശുവിനെ കണ്ടു, യേശു ನಾವು വന്നു. ಯೇಸುವನ್ನು ಕಂಡೆವು. തോമസ് പറഞ്ഞു, ತೋಮನು ಹೇಳ್ತಿದ್ದಾನೆ, ഞാൻ ആ കൈക്കകത്ത് വിരലിട്ട് നോക്കണം, ನಾನು ಆ ಒಂದು ಕೈಗೆ ನನ್ನ ಬೆರಳನ್ನು ಹಾಕಬೇಕು, ആ വിലാപ്പുറത്തെ കൈയിട്ട് നോക്കണം, ಆ ಒಂದು ಪಕ್ಕೆಲಬನ್ನು ನಾ ಮುಟ್ಟಬೇಕು, ആമേൻ, എന്നാലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. ನಂತರವಾಗಿಯೇ ನಾನು ನಂಬುವಂತದ್ದು. ആമേൻ. ಆಮೆನ್. പക്ഷേ ಆದ್ರೆ യേശു എന്താ ചെയ്തെന്നറിയാമോ? ಯೇಸು ಅಲ್ಲಿ ಏನು ಮಾಡಿದನು ಅಂತ ಹೇಳಿದರೆ, next time എല്ലാ ശിഷ്യന്മാരും കൂടെ കൂടിയിരിക്കുമ്പോൾ ಎಲ್ಲಾ ಶಿಷ್ಯರಲ್ಲಿ ಬಂದಿದ್ದಾಗ ശിഷ്യന്മാരുടെ നടുവിൽ നിന്നോട് ഇങ്ങനെ പറയുക, ಆ ಒಂದು ಶಿಷ್ಯರ ಮಧ್ಯದಲ್ಲಿ ಬಂದು ಈ ಪ್ರಕಾರವಾಗಿ ಆತನು ಹೇಳುತ್ತಿದ್ದಾನೆ, നിങ്ങൾക്ക് സമാധാനം, ನಿಮಗೆ ಸಮಾಧಾನವಾಗಲಿ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സെക്കൻഡ് ടൈമും അവിടെ യേശു വെളിപ്പെടുമ്പോൾ പറയുന്ന ഫസ്റ്റ് വേർഡ് ഇതാണ്, ശലോം. ಎರಡನೇ ಸಾರಿ ಆತನ ಪ್ರತ್ಯಕ್ಷನಾಗಿ ಮೊಟ್ಟ ಮೊದಲು ಮಾತು ಹೇಳಿದಂತ ಏನಂತ ಹೇಳಿದ್ರೆ ನಿಮಗೆ ಸಮಾಧಾನವಾಗಲಿ. ആമേൻ. ಆಮೆನ್. എന്നിട്ട് തോമസിനെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാ, ನಂತರವಾಗಿ ತೋಮನನ್ನು ಹತ್ತಿರಕ್ಕೆ ಕರೆದು ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳಿದನು, തോമക്കാം, ತೋಮನೇ ಇಲ್ಲಿ ಬಾ. ആമേൻ, ಆಮೆನ್. നീ എന്റെ കൈക്കകത്ത് വിരലിട്ടോ, ನೀನು ನನ್ನ ಕೈಗಳಿಗೆ ಬೆರಳಾಕಿ ನೋಡು. ആമേൻ, ആമേൻ. നീ എന്റെ വിലാപ്പുറത്ത് കൈയിട്ടോ, ನನ್ನ ಪಕ್ಕೆಲುಬನ್ನು ಒಂದು ಸಾರಿ ಮುಟ್ಟು ನೋಡು. നീ അവിശ്വാസിയാകാതെ വിശ്വസിക്കേ, ನೀನು ನಂಬದೆ ನಂಬುವವನಾಗು. ആമേൻ. ഇതിന്റെ അർത്ഥം എന്നാന്നറിയാമോ? ಇದರ ಅರ್ಥವೇನಂತ ಹೇಳಿದರೆ, ഒരു സിംഗിൾ പേഴ്സൺ പോലും ഈ ശാലോമിനെ പ്രാപിക്കാതിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ಈ ಯಾವುದೇ ಒಂದು ವ್ಯಕ್ತಿ ಆಗಲಿ ಇದನ್ನು ಹೊಂದಿಕೊಳ್ಳದೆ ಇರಬಾರದು. ಪ್ರತಿಯೊಂದು ಒಂದು ವ್ಯಕ್ತಿಗಳು ಸಹ ಈ ಒಂದು ಶಾಲೋಮನ್ನು ಹೊಂದಿಕೊಳ್ಳಬೇಕು ಅಂತೇಳಿ ನನ್ನ ದೇವರು ಬಯಸುತ್ತಾನೆ. ആമേൻ. ಆಮೆನ್. നിങ്ങൾ ഒരുപക്ഷെ സഭയ്ക്കകത്ത് ഒരു ലീസ്റ്റ് ആയിട്ടുള്ള മെമ്പർ ആയിരിക്കാം. ಅಂದ್ರೆ ನೀವು ನಿಮ್ಮ ಸಭೆಯಲ್ಲಿ ಯಾವಾಗಲೂ ಬರುವಂತ ಒಂದು ವ್ಯಕ್ತಿ ಆಗಿರಬಹುದು. ആമേൻ. നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഐ ആം ആൻ ഓർഡിനറി പേഴ്സൺ. ಅಂದ್ರೆ ನೀವು ಈ ರೀತಿಯಲ್ಲಿ ಎನಿಸಬೇಕು, ನಾನು ಯಾವಾಗಲೂ ಸಾಧಾರಣವಾದಂತ ವ್ಯಕ್ತಿ ಅಲ್ಲ. ആമേൻ. ಆಮೆನ್. പക്ഷെ നിങ്ങളുടെ സമാധാനം കർത്താവിന് വലിയത്. ಆದರೆ ನಿಮ್ಮ ಒಳಗಡೆ ಇರುವಂತಹ ಸಮಾಧಾನ ಬಹಳ ದೊಡ್ಡದಾಗಿರುತ್ತದೆ. നിങ്ങളുടെ സമാധാനം കർത്താവിന് വലിയത്. ನಿಮ್ಮ ಸಮಾಧಾನ ಬಹಳ ದೊಡ್ಡದಾಗಿರುತ್ತದೆ. ഒന്ന് പറഞ്ഞ എന്റെ സമാധാനം എന്റെ കർത്താവിന് വലുതാ. ಅಂದ್ರೆ ನಾವು ಹೇಳಬೇಕು, ನನ್ನ ಸಮಾಧಾನ ಕರ್ತನು ಕೊಟ್ಟಂತ ದೊಡ್ಡದಾಗಿದೆ. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. പക്ഷെ നമ്മൾ നോക്കാൻ പോവുകയാ. ಆದ್ರೆ ನಾವು ನೋಡಲು ಹೋಗುವುದೇನೆಂದರೆ, ആമേൻ, ഈ സമാധാനം പറഞ്ഞിട്ട് ಈ ಸಮಾಧಾನವನ್ನು ಹೇಳಿ കർത്താവായ യേശു ക്രിസ്തു ಕರ್ತನಾದಂತ ಯೇಸು ಕ್ರಿಸ್ತನು അവന്റെ കൈയും വിലാപ്പുറവും എന്തിനാണ് ശിഷ്യന്മാരെ കാണിച്ചു കൊടുത്തത്? ಆತನ ಕೈಯನ್ನು ಮಾತ್ರವಲ್ಲ ಪಕ್ಕೆಲುಬನ್ನು ಯಾಕೆ ಆತನ ಶಿಷ್ಯರಿಗೆ ತೋರಿಸಿದನು. എല്ലാവരും എന്റെ കൂടെ യെശയ്യായുടെ പുസ്തകം 53 അധ്യായം എടുക്കണം. ಎಲ್ಲರೂ ನನ್ನ ಜೊತೆಲಿ ಯೆಶಾಯ 53ನೇ ಅಧ್ಯಾಯವನ್ನು ತೆಗೆಯಿರಿ. അവിടെ 53ന്റെ 4ഉം 5ഉം വചനം ഇങ്ങനെയാ നമ്മളോട് പറയുന്നത്. 53ನೇ ಅಧ್ಯಾಯದ 4 ಮತ್ತು 5ನೇ ವಾಕ್ಯ ಈ ಪ್ರಕಾರವಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, ನಿಜವಾಗಿಯೂ ನಮ್ಮ ಸಂಕಟಗಳನ್ನು ಅನುಭವಿಸಿದನು, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, ಅವನು ಹೊತ್ತ ಹೊರೆಯು ನಮ್ಮ ಸಂಕಟವೇ ಹೌದು, നാമോ ನಾವಾದರೂ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. ಅವನು ದೇವರಿಂದ ಬಾಧಿತನು, ಪೆಟ್ಟಿದ್ದವನು, ಕುಗ್ಗಿಸಲ್ಪಟ್ಟವನು ಎಂದು ಭಾವಿಸಿಕೊಂಡೆವು. ആമേൻ. 5ാമത്തെ വചനം ശ്രദ്ധിക്കണം. 5ನೇ ವಾಕ್ಯವನ್ನು ಗಮನಿಸಬೇಕು. എന്നാൽ ಆದರೆ അവൻ ನಮ್ಮ ದ್ರೋಹಗಳ ದೆಸೆಯಿಂದ, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും ನಮ್ಮ ಅಪರಾಧಗಳ ನಿಮಿತ್ತ ಅವನು ಜಜ್ಜಲ್ಪಟ್ಟನು, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. ಆತನು ನಮ್ಮ ದ್ರೋಹಗಳ ದೆಸೆಯಿಂದ ಅವನಿಗೆ ಗಾಯವಾಯಿತು.
നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ ನಮಗೆ ಕ್ಷೇಮವನ್ನು ಉಂಟು ಮಾಡುವ ದಂಡನೆಯನ್ನು അവന്റെ മേലായി ಅವನು ಅನುಭವಿಸಿದನು. അവന്റെ അടിപ്പിടരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ಆತನ ವಾಸನೆಗಳ ಮೂಲಕವಾಗಿ ನಮಗೆ ಗುಣವಾಯಿತು. എത്ര പേർക്ക് ഈ വേർഡ് മനസ്സിലായി? ಎಷ್ಟು ಜನರಿಗೆ ಈ ಒಂದು ವಾಕ್ಯ ಅರ್ಥವಾಯಿತು? ആമേൻ. യേശു എന്താ ചുമന്നത്? ಯೇಸು ಕ್ರಿಸ್ತನು ಏನನ್ನು ಹೊತ್ತುಕೊಂಡನು? നിങ്ങളുടെ സമാധാനത്തിനായുള്ള ശിക്ഷ. ನಿಮ್ಮ ಸಮಾಧಾನಕ್ಕೋಸ್ಕರವಾಗಿ ಎಲ್ಲ ಶಿಕ್ಷೆಯನ್ನು ಆತನು ಹೊತ್ತುಕೊಂಡನು. ആമേൻ. നിങ്ങൾക്ക് സമാധാനം വരേണ്ടതിന്, ನಿಮ್ಮ ಸಮಾಧಾನ ಬರೋದಕ್ಕೋಸ್ಕರವಾಗಿ, ആമേൻ, നിങ്ങൾക്ക് വരേണ്ട സകല ശിക്ഷയെയും യേശു ക്രിസ്തു ഏറ്റെടുത്തു. ನಿಮಗೆ ಬರಲಿಕ್ಕಿರುವಂತಹ ಎಲ್ಲವನ್ನು ಆತನು ಹೊತ್ತುಕೊಂಡದನ್ನು ನಾವಲ್ಲಿ ನೋಡುತ್ತೇವೆ. ആമേൻ. ഒന്ന് പറഞ്ഞേ, എന്റെ സമാധാനത്തിന് വേണ്ടുന്ന ശിക്ഷ, ನನ್ನ ಸಮಾಧಾನಕ್ಕೆ ಬೇಕಾದಂತ ಎಲ್ಲಾ ಶಿಕ್ಷೆಯನ್ನು എന്റെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ചുമന്നു. ನನ್ನ ಕರ್ತನಾದಂತ ಯೇಸು ಕ್ರಿಸ್ತನ ಕಲ್ವಾರಿ ಕ್ರೂಜಲ್ಲಿ ಆತನು ಹೊತ್ತುಕೊಂಡನು. അവന്റെ അടിപ്പിണരാ, ಆತನ ಭಾಷಣಗಳ ಮೂಲಕವಾಗಿ, ആമേൻ, നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ನಮಗೆ ಸೌಖ್ಯ ಬಂದಿರುತ್ತದೆ. പ്രിയ ദൈവ പൈതലേ, ಪ್ರಿಯ ದೇವರ ಮಕ್ಕಳೇ, യേശു സമാധാനം എന്ന് പറഞ്ഞിട്ട് ಯೇಸು ಕ್ರಿಸ್ತನ ಸಮಾಧಾನವಾಗಿದ್ದಾನೆ ಅಂತ ಹೇಳಿ അവന്റെ കൈ കാണിക്കാനും ಆತನ ಕೈಯನ್ನು ತೋರಿಸು ಮಾತ್ರವಲ್ಲ, അവന്റെ വിലാപ്പുറം കാണിക്കാനും ഒരു റീസൺ ഉണ്ട്. ಆತನ ಹೆಲುವನ್ನು ಆತನು ತೋರಿಸುವುದಕ್ಕೂ ಆತನಿಗೆ ಒಂದು ವಿಷಯವಿದೆ. ആമേൻ. ಆಮೆನ್. നിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ശിക്ഷ ഏറ്റത്. ನಿನ್ನ ಸಮಾಧಾನಕ್ಕೋಸ್ಕರವಾಗಿ ಆತನ ಶಿಕ್ಷೆಯನ್ನು ಅನುಭವಿಸಿದನು. ആമേൻ. സഹോദര സഹോദരി, ಪ್ರಿಯ ಸಹೋದರನೇ, ಪ್ರಿಯ ಸಹೋದರಿಯೇ, കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ശിക്ഷ ഏറ്റത് നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാ. ಕರ್ತನಾದಂತ ಯೇಸು ಕ್ರಿಸ್ತನ ಕಲ್ವಾರಿ ಕ್ರೂಜೆಯಲ್ಲಿ ಎಲ್ಲಾ ಒಂದು ಗಾಯವನ್ನು ಅನುಭವಿಸಿದ ನಮ್ಮ ಸಮಾಧಾನಕ್ಕಾಗಿ. ആമേൻ. ಆಮೆನ್. അതുകൊണ്ട് ഇന്ന് പറയുകയാണ്, ಆದುದರಿಂದಲೇ ನಾವು ಈ ರೀತಿಯಲ್ಲಿ ಇವತ್ತು ದಿನಗಳಲ್ಲಿ നിങ്ങൾക്ക് ദൈവം നൽകുന്ന സമാധാനം, ನಿಮಗೆ ಕೊಟ್ಟಿರುವಂತಹ ದೇವರ ಸಮಾಧಾನ, ആ സമാധാനത്തിന് വേണ്ടി ഒരുവൻ വില കൊടുത്തു. ಆ ಒಂದು ಸಮಾಧಾನಕ್ಕಾಗಿ ಒಬ್ಬನು ಬೆಲೆ ಕೊಟ್ಟನು. ആമേൻ. ഡോണ്ട് കോംപ്രമൈസ് വിത്ത് സേറ്റൻ. ಅಂದ್ರೆ ಸೈತಾನನಿಗೆ ನಾವು ಜೋಡಾಗಬಾರದು. ആമേൻ. സമാധാനം നിങ്ങളുടെ ബർത്ത് റൈറ്റ്. ಸಮಾಧಾನವು ನಮ್ಮ ಜನ್ಮಸಿದ್ಧ ಹಕ್ಕಾಗಿರ್ತದೆ. ആമേൻ. നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് യേശു അടികളേറ്റത്. ನಮ್ಮ ಸಮಾಧಾನಕ್ಕೋಸ್ಕರವಾಗಿ ನಮ್ಮ ದೇವರ ಬಾಧೆಗಳನ್ನು ಅನುಭವಿಸಿದನು. ആമേൻ. ഇന്ന് പകൽ തോമസിനോട് പറഞ്ഞതുപോലെ, ಹಾಗಾದ್ರೆ ಥೋಮನಿಗೆ ದೇವರು ಹೇಳಿದ ಪ್ರಕಾರವಾಗಿ, ആമേൻ, കർത്താവ് നിങ്ങളോടും പറയുകയാ, ಕರ್ತನು ನಮ್ಮನ್ನು ನೋಡಿ ಹೇಳುವುದೇನೆಂದರೆ, വേണമെങ്കിൽ നീ എന്റെ കയ്യിൽ വിരലിട്ട് നോക്കിക്കോ. ಬೇಕಾಗಿರುವುದಾದರೆ ನೀನು ನಿನ್ನ ಕೈಗಳನ್ನು ನಿನ್ನ ಬೆರಳನ್ನು ನನ್ನ ಕೈಗೆ ಇಟ್ಟು ആമേൻ. ನೋಡು. വേണമെങ്കിൽ എന്റെ വിലാപ്പുറത്ത് നീ കൈയിട്ട് നോക്കിക്കോ. ಹಾಗಾದ್ರೆ ನನ್ನ ಪಕ್ಕದವನ ಒಂದು ಸಾರಿ ನೀನು ನೋಡು. ആമേൻ. ആമേൻ. നിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് യേശു അടികളേറ്റത്. ನಿನ್ನ ಸಮಾಧಾನಕ್ಕೋಸ್ಕರವಾಗಿ ಆತನ ಬಾಧೆಯನ್ನು ಅನುಭವಿಸಿದವನಾಗಿದ್ದಾನೆ. നിന്റെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട്, ನನ್ನ ಅಭಿವೃದ್ಧಿಗೋಸ್ಕರವಾಗಿ, നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, ನನ್ನ ಆರೋಗ್ಯಕ್ಕೋಸ್ಕರವಾಗಿ, നിങ്ങളുടെ പ്രൊട്ടക്ഷന് ನನ್ನ വേണ്ടിയിട്ട്, നിങ്ങളുടെ ಸಂರಕ್ಷಣೆಗೋಸ್ಕರವಾಗಿ, ഹോൾനെസ് കംപ്ലീറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് ನನ್ನ യേശു അടികളേറ്റത്. ಪರಿಪೂರ್ಣತೆಗೋಸ್ಕರವಾಗಿ ಇದೆಲ್ಲಾ ಬಾಧೆಗಳನ್ನು ಆತನ ಅನುಭವಿಸಿದನು. ആമേൻ. അതുകൊണ്ട് പറഞ്ഞേ, ಆದುದರಿಂದ ನಾವು ಈ ಸಮಯದಲ್ಲಿ ಹೇಳೋಣ, ഇനി ഞാൻ സിറ്റുവേഷൻസിനെ നോക്കത്തില്ല. ಇನ್ನು ನಾ ಯಾವುದೇ ರೀತಿಯ ಸನ್ನಿವೇಶಗಳನ್ನು ನೋಡುವುದಿಲ್ಲ. ക്രൂശിൽ യേശു വില കൊടുത്ത സമാധാനത്തെ ഇന്ന് ഞാൻ റിസീവ് ചെയ്യാൻ ಆ പോവുകയാണ്. ಶಿಲುಬೆಯಲ್ಲಿ ನನ್ನ ಕರ್ತನಾದಂತ ಯೇಸು ಕ್ರಿಸ್ತನ ಆ ಒಂದು ತೆತ್ತದನ್ನು ನಾನು ಈ ದಿನಗಳಲ್ಲಿ ಹೊಂದಿಕೊಳ್ಳಲು ಹೋಗುತ್ತೇನೆ. ഇന്നാരെങ്കിലും ഒരാൾ സമാധാനം ഇല്ലാതെ ഈ ഹോളിനകത്ത് ഇരിക്കുന്നുവെങ്കിൽ, ಈ ಯಾರಾದರೂ ಸಮಾಧಾನ ಇಲ್ಲದೆ ಈ ಒಂದು ಹಾಲಿನಲ್ಲಿ ಇರುವುದಾದರೆ, ഏതെങ്കിലും വിഷയത്തിനകത്ത് ടെൻഷനോടും ഭാരത്തോടും ദുഃഖത്തോടും കൂടെ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നെങ്കിൽ, ಯಾವುದಾದ್ರೂ ಟೆನ್ಷನ್ಗಳಲ್ಲಿ ಭಾರಗಳಲ್ಲಿ ನೀವು ಈ ಒಂದು ಹಾಲಿನಲ್ಲಿ ಕೂತುಕೊಂಡಿರುವುದಾದರೆ, അമേൻ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, അമേൻ, ಈ ಪರಿಶುದ್ಧಾತ್ಮರು ಹೇಳುವುದೇನೆಂದರೆ, അമേൻ, നിന്റെ സമാധാനത്തിന് വേണ്ടി യേശു ക്രിസ്തു ശിക്ഷകളേറ്റു. ನಿನ್ನ ಸಮಾಧಾನಕ್ಕೋಸ್ಕರವಾಗಿ ನನ್ನ ಕರ್ತನಾದಂತ ಯೇಸು ಕ್ರಿಸ್ತನ യേശു അടികളേറ്റത് നിനക്ക് വേണ്ടിയിട്ടാ. ಏಟುಗಳನ್ನು ಪೆಟ್ಟುಗಳನ್ನು ತಿಂದದ್ದು ನನಗೋಸ್ಕರವಾಗಿ. അമേൻ. നിങ്ങൾ ഈ സമാധാനത്തെ പ്രാപിക്കാതെ ഇന്ന് ഇവിടുന്ന് പോകരുത്. ಈ ಸಮಾಧಾನ ಹೊಂದಿಕೊಳ್ಳದೆ ನೀವು ಈ ದಿನಗಳಲ್ಲಿ ಹೋಗಬಾರದು. നിങ്ങൾ ഇരിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ തന്നെ ಈ ವಾಕ್ಯವನ್ನು ಕೇಳುತ್ತಿರುವಾಗಲೇ നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, എനിക്ക് ഈ സമാധാനം വേണം. ಕರ್ತನೇ, ನನಗೆ ಸಮಾಧಾನ ಬೇಕು. അമേൻ. ഈ ക്രൂശിലെ സമാധാനം എന്റെ മേൽ പകരപ്പെടണം. ಈ ಶಿಲುಬೆಯ ಸಮಾಧಾನ ನನಗೆ ಬೇಕು ದೇವರೇ. ഈ സമാധാനം കൊണ്ട് ഞാൻ ഇന്ന് മടങ്ങി വീട്ടിലേക്ക് പോകാവുള്ളൂ. ಈ ಒಂದು ಸಮಾಧಾನ ಹೊಂದಿಕೊಂಡೇ ನಮ್ಮ ಮನೆಗೆ ಹಿಂತಿರುಗಿ ಹೋಗಬೇಕು. എന്റെ സിറ്റുവേഷൻസിനെ മാറ്റുന്ന ദൈവ സമാധാനം. ನನ್ನ ಸನ್ನಿವೇಶಗಳನ್ನು ಬದಲಾಯಿಸುವಂತ ದೇವರ ಸಮಾಧಾನ. അമേൻ. എന്റെ സകല അമേൻ സിറ്റുവേഷൻസിനെ ചേഞ്ച് ചെയ്യുന്ന ദൈവ സമാധാനം. ಅಂದ್ರೆ ನನ್ನ ಎಲ್ಲಾ ಸನ್ನಿವೇಶಗಳನ್ನು ಬದಲಾಯಿಸುವಂತ ದೇವರ ಸಮಾಧಾನ. അമേൻ. ಆಮೆನ್. ഐസയ്യ 54:10 ഇങ്ങനെയാണ് പറയുന്നത്, ಯೆಶಾಯ 54:10 ವಾಕ್ಯ ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳುತ್ತದೆ, കുന്നുകൾ മാറിപ്പോകും, ಆ ಬೆಟ್ಟಗಳು ಕದಲಿ ಹೋಗುತ್ತದೆ, മലകൾ നീങ്ങിപ്പോകും, ಗುಡ್ಡಗಳು ನೀಗುತ್ತದೆ, എന്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല, ಆದರೆ ದೇವರ ಕೃಪೆಯು ನಮ್ಮನ್ನು ಬಿಟ್ಟು ಹೋಗುವುದಿಲ್ಲ, എന്റെ സമാധാന ഉടമ്പടി നിന്നെ വിട്ടു മാറിപ്പോകുകയുമില്ല. ದೇವರ ಸಮಾಧಾನದ ಒಡಂಬಡಿಕೆ ನಮ್ಮನ್ನು ಬಿಟ್ಟು ಹೋಗುವುದಿಲ್ಲ. അമേൻ. ആമേൻ. അമേൻ. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? ನಿಮಗೆ ಒಂದು ಕಾರ್ಯ ಗೊತ್ತುಂಟಾ? കർത്താവ് ഒരു ഉടമ്പടി ചെയ്താൽ ಕರ್ತನ ಒಂದು ಒಡಂಬಡಿಕೆಯನ್ನು ಮಾಡುವುದಾದರೆ ഒരിക്കലും അതെന്ന് കർത്താവ് മാറത്തില്ല. ಯಾವ ಕಾರಣಕ್ಕೂ ಅದರಿಂದ ನನ್ನ അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തു, ಅಬ್ರಾಹ್ಮನಿಗೆ ದೇವರ ಒಡಂಬಡಿಕೆ കർത്താവ് ഉടമ്പടിയിൽ നിന്ന് മാറിയില്ല. ಒಡಂಬಡಿಕೆಯಿಂದ ಬಿಟ್ಟು എന്നാൽ ಹೋಗಲಿಲ್ಲ. യേശയ്യ മുഖാന്തരം നമ്മളോട് പറയുകയാണ്, ಯೆಶಾಯ ಮೂಲಕವಾಗಿ ನಮಗೆ ದೇವರು കർത്താവ് ಹೇಳುವುದೇನೆಂದರೆ, ഒരു പീസിന്റെ കവണന് നിങ്ങളുമായിട്ട്
ദൈവമായിട്ട് ഇന്ന് പകൽ ചെയ്യാൻ ಕರ್ತನು ആഗ്രഹിക്കുക. ಈ ಬೆಳಗಿನ ವೇಳೆಯಲ್ಲಿ ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ಸಮಾಧಾನದ ಒಡಂಬಡಿಕೆಯನ್ನು ಮಾಡಿಕೊಳ್ಳಲು ಇಷ್ಟಪಡುತ್ತಾನೆ. സിറ്റുവേഷൻസ് Hallelujah. മാറാം, ಸನ್ನಿವೇಶಗಳು ನೀಗಲು സമാധാന ഉടമ്പടി മാറത്തില്ല. ಸಮಾಧಾನದ ಒಡಂಬಡಿಕೆ ಬದಲಾಗುವುದಿಲ್ಲ. ആമേൻ. അധികാരങ്ങൾ മാറാം, ಅಧಿಕಾರಗಳು ಬದಲಾಗಬಹುದು. സമാധാന ഉടമ്പടി മാറത്തില്ല. ಸಮಾಧಾನದ ಒಡಂಬಡಿಕೆ ನಮ್ಮನ್ನು ಬಿಟ್ಟು ಹೋಗುವುದಿಲ್ಲ. ആമേൻ. നിങ്ങൾ വ്യക്തികൾ മാറാം, പേഴ്സൺസ് മാറാം, ವ್ಯಕ್ತಿಗಳು ಬದಲಾಗಬಹುದು. സമാധാന ഉടമ്പടി മാറത്തില്ല. ಸಮಾಧಾನದ ಒಡಂಬಡಿಕೆಯೋ ನಮ್ಮನ್ನು ಬಿಟ್ಟು ಹೋಗುವುದಿಲ್ಲ. ആമേൻ. ആമേൻ. ഇന്ന് പകൽക്കാലം ಈ ಬೆಳಗಿನ ವೇಳೆಯಲ್ಲಿ കർത്താവ് നൽകുന്ന വിടുതൽ ಕರ್ತನು ಕೊಡುವಂತ ಬಿಡುಗಡೆ വചനത്തിൽ നിന്നുള്ള വിടുതൽ. ವಾಕ್ಯದ ಬಿಡುಗಡೆ ಆಗಿರುತ್ತದೆ. വചനം അയച്ചു നിങ്ങളെ വിടുവിക്കുന്ന കർത്താവ്. ವಾಕ್ಯವನ್ನು ಕೊಟ್ಟು ನಮ್ಮ ದೇವರು ನಮಗೆ ಬಿಡುಗಡೆಯನ್ನು ಕೊಡುವವನಾಗಿರ್ತಾನೆ. ആമേൻ. ആമേൻ. ഇന്ന് പകൽക്കാലം ഈ വചനത്തിനകത്ത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ಈ ಬೆಳಗಿನ ವೇಳೆಯಲ್ಲಿ ವಾಕ್ಯವನ್ನು ನೀವು ಆ ಒಂದು ನಂಬುವುದಾದರೆ, ആമേൻ, ഇനി മേലെ ടെൻഷൻ നിങ്ങളുടെ മേൽ അധികാരമില്ല. ಯಾವ ಕಾರಣಕ್ಕೂ ಟೆನ್ಷನ್ ನಿಮ್ಮನ್ನು ಅಧಿಕಾರ ನಡೆಸಲು ಸಾಧ್ಯವಿಲ್ಲ. ആമേൻ. വിഷയങ്ങളിൽ നിന്ന് വരുന്ന ഭയത്തിന് നിങ്ങളുടെ മേൽ അധികാരമില്ല. ವಿಷಯಗಳ ಮೂಲಕವಾಗಿ ಬರುವಂತ ಭಯವು ನಮ್ಮನ್ನು ಚಲಾಯಿಸಲು ಸಾಧ್ಯವಿಲ್ಲ. ആമേൻ. ഒരിക്കലും ഡിപ്രഷന് നിങ്ങളുടെ മേൽ അധികാരമില്ല. ಯಾವುದೇ ರೀತಿಯಾದ ಡಿಪ್ರೆಷನ್ಗಳು ನಮ್ಮನ್ನು ಆಳ್ವಿಕೆ ಮಾಡಲು ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ. ആമേൻ. ഈ സത്യം നിങ്ങൾ ഇന്ന് തിരിച്ചറിഞ്ഞാൽ, ಈ ಒಂದು ಸತ್ಯವನ್ನು ನಾವು ಸರಿಯಾಗಿ ತಿಳಿದುಕೊಳ್ಳುವುದಾದರೆ, ആമേൻ, സത്യത്തിൽ നിന്നുള്ള വിടുതൽ നിങ്ങളുടെ ലൈഫിനകത്ത് ആമേൻ ചില വിടുതലുകൾ ചെയ്യാൻ പോവുകയാണ്. ಸತ್ಯವು ನಮಗೆ ಕೆಲವೊಂದು ವಿಷಯಗಳ ಮೇಲೆ ಬಿಡುಗಡೆಯನ್ನು ഞാനത് ಕೊಡುವಂತದ್ದಾಗಿದೆ. പറയുമ്പോൾ ബ്ലൂ ഷർട്ട് ഇട്ടിരിക്കുന്ന ബ്രദർ, ನಾನು ಇದನ್ನು ಹೇಳುತ್ತಿರುವಂತಹ ಸಮಯದಲ್ಲಿ ಆ ಬ್ಲೂ ಶರ್ಟ್ ಹಾಕಿರುವಂತ ಬ್ರದರ್, ആമേൻ, നിങ്ങളുടെ മേൽ കർത്താവ് ആ ഡിവൈൻ ഷലോമിനെ അയക്കാൻ പോവുകയാണ്. ಕರ್ತನು ನಿಮ್ಮ ಮೇಲೆ ದೈವಿಕವಾದಂತ ಸಮಾಧಾನವನ್ನು ಕಳಿಸುವವನಾಗಿರುತ್ತಾನೆ. പിശാചു പലപ്പോഴും നിങ്ങളുടെ സമാധാനത്തെ കവർന്നെടുത്തു. സിറ്റുവേഷൻ, ಅಂದ್ರೆ ಸನ್ನಿವೇಶಗಳು ಇರುವಂತಹ ಎಲ್ಲಾ ವಿಷಯಗಳು ನಿಮ್ಮನ್ನು ಸಮಾಧಾನ ತೆಗೆದುಹಾಕಿತು. അമ്മേൻ. പിശാചു പലപ്പോഴും നിങ്ങളെ ഒരു ബോൾ തട്ടുന്നത് പോലെ തട്ടി പലപ്പോഴും നിങ്ങളുടെ വിഷയത്തിനകത്ത് പല പ്രശ്നങ്ങളെയും കൊണ്ടിട്ടു. ಅಂದ್ರೆ ಆ ಒಂದು ಬಾಲ್ ಯಾವ ರೀತಿಯಲ್ಲಿ ಮೇಲೆ ಕೆಳಗೆ ಆಡುತ್ತದೆ, ಅದೇ ಪ್ರಕಾರವಾಗಿ ಸೈತಾನ ನಿಮ್ಮನ್ನು ಆಡಿಸುತ್ತಲೇ ಇದ್ದಾನೆ. എന്നാൽ കർത്താവ് ഇന്ന് പ്രോമിസ് ചെയ്യുക, ಕರ್ತನ ಬೆಳಗಿನ ವೇಳೆಯಲ್ಲಿ ഞാൻ എന്റെ സമാധാനത്തെ നിന്റെ മേൽ വയ്ക്കുകയാണ്. ಸಮಾಧಾನ ನಿಮಗೆ ಕೊಡುತ್ತೇನೆ. അമ്മേൻ. ആമേൻ. നിങ്ങൾ സമാധാനത്തിൽ ചിലതിന്റെ റൂൾ ചെയ്യാൻ പോവുകയാണ്. സമാധാനದೊಂದಿಗೆ ನೀವು ಕೆಲವೊಂದು ಅನುಭವಿಸಲು ಹೋಗುತ್ತೀರಿ. അമ്മേൻ. ഇതുവരെയും പല സിറ്റുവേഷൻസിന്റെ മുൻപിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തവനായി കൈകെട്ടി നിൽക്കേണ്ട സിറ്റുവേഷൻസ് വന്നു. ಇಲ್ಲಿಯವರೆಗೂ ಸಮಾಧಾನವಿಲ್ಲದೆ ನೀವು ಕೈ ಕಟ್ಟಿ ಕುಳಿತುಕೊಳ್ಳಬೇಕಾದ ಸನ್ನಿವೇಶಗಳು ಬಂತು. എന്നാൽ കൈ നീട്ടി കൽപ്പിക്കുന്ന അളവിൽ ദൈവ സമാധാനം നിങ്ങളെ കോൺകർ ചെയ്യാൻ പോകുന്നു പരിശുദ്ധാത്മാവ് പറയുന്നു. ದೇವರ ಸಮಾಧಾನವು ನಿಮ್ಮ ಮೂಲಕವಾಗಿ ಕೆಲವೊಂದು ಆಳ್ವಿಕೆ ಮಾಡುವಂತೆ ಮಾಡುವವನಾಗಿರುತ್ತಾನೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നിങ്ങളുടെ ഭവനത്തിനകത്ത് വലിയൊരു വിടുതൽ ഞാൻ കാണുന്നു ബ്രദർ. ನಿಮ್ಮ ಮನೆಯಲ್ಲಿ ನಿಮ್ಮ ಕುಟುಂಬಗಳಲ್ಲಿ ಕೆಲವೊಂದು ದೊಡ್ಡ ಬಿಡುಗಡೆಯನ್ನು ನಾನು ഒരു ಕಾಣುತ್ತಾ ಇದ್ದೇನೆ. സമാധാനത്തിന്റെ ദൂതൻ നിങ്ങളുടെ ഭവനത്തിനകത്ത് ഇറങ്ങുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. ಸಮಾಧಾನ ದೇವದೂತನು ನಿಮ್ಮ ಮನೆಯ ಒಳಗಡೆ ഭവനത്തിൽ നിന്ന് ചില ഇരുളുകൾ പുറത്തേക്ക് പോവുകയാണ്. ಕತ್ತಲೆಗಳು ನಿಮ್ಮ ಜೀವಿತವನ್ನು ನಿಮ್ಮ ಕುಟುಂಬ തലമുറയായി കിടക്കുന്ന ചില ബന്ധനങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് അഴിയുകയാണ്. ಕೆಲವೊಂದು ಸಂತತಿಗಳಿರುವಂತಹ ಆ ಒಂದು ಶಾಪಗಳನ್ನು ದೇವರು ಮುಗಿದು ಹಾಕುತ್ತಿದ್ದಾನೆ. നിങ്ങൾ ചില അടയാളങ്ങളെ കാണും. ಕೆಲವೊಂದು ಗುರುತುಗಳನ್ನು വെളിച്ചത്തിന്റെ അടയാളങ്ങളെ കാണും. ಬೆಳಕಿನ ಗುರುತುಗಳನ್ನು സമാധാനത്തിന്റെ അടയാളങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ಕಾಣುತ್ತೀರಿ. താങ്ക് യു ലോർഡ് ജീസസ്. ದೇವರೇ ನಿಮಗೆ ಸ್ತೋತ್ರ. ഹല്ലേലൂയ. ಹല്ಲೆಲೂಯಾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം പറയുകയാണ്. ಎಫೆಸರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 2ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನಾವು ಈ ರೀತಿಯಲ್ಲಿ ಓದುತ್ತೇವೆ. 14ാമത്തെ വചനം പറയുന്നു, 14ನೇ ವಾಕ್ಯ ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳುತ್ತದೆ, അവൻ നമ്മുടെ സമാധാനം. ಆತ ನಮ್ಮ ಸಮಾಧಾನವಾಗಿದ್ದಾನೆ. ഒന്ന് വാ തുറന്ന് പറഞ്ഞേ, അവൻ നമ്മുടെ സമാധാനം. ಬಾಯಿಗಳನ್ನು ತೆರೆದು ಹೇಳುವ ಆತನೇ ನಮಗೆ ಸಮಾಧಾನವಾಗಿದ್ದಾನೆ. ഒന്ന് വാ തുറന്ന് പറഞ്ഞേ, അവൻ നമ്മുടെ സമാധാനം. ಆತನು ನಮ್ಮ ಸಮಾಧಾನವಾಗಿದ್ದಾನೆ. ആരാ? ಯಾರಾಗಿದ್ದಾರೆ? ആരാ? ಯಾರು? ആരാ? ಯಾರು? യേശു. ಯೇಸು. യേശു. ಯೇಸು. യേശു. ಯೇಸು. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ സമാധാനം ഒരു ഫീലിംഗ് അല്ല, ನಮ್ಮ ಸಮಾಧಾನ ಏನೋ ಒಂದು ಫೀಲಿಂಗ್ ಅಲ್ಲ, a person. ಅದು ನಮ್ಮ ವ್ಯಕ್ತಿತ್ವವಾಗಿದೆ. ആ പേഴ്സന്റെ പേരാണ് ಆ ವ್ಯಕ್ತಿತ್ವದ ಹೆಸರಾಗಿದೆ. കർത്താവായ യേശു ക്രിസ്തു. ಅದು ಕರ್ತನಾದಂತ ಯೇಸು ಕ್ರಿಸ್ತನು. ആ യേശു ക്രിസ്തുവാണ് ಯೇಸು ಕ್ರಿಸ್ತನಾಗಿದ್ದಾನೆ. കാൽവരി ക്രൂശിൽ ಕಲ್ವಾರಿ ಕ್ರೂಸಿಯಲ್ಲಿ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ನಿಮಗೋಸ್ಕರವಾಗಿ ശിക്ഷ ഏറ്റുകൊണ്ട് ಶಿಲುಬೆಯನ್ನು ಹೊಂದಿಕೊಂಡು സമാധാനം നിങ്ങൾക്ക് ಸಮಾಧಾನ നൽകുന്നത്. ನಮಗೆ ಕೊಟ್ಟನು. വചനം പറയുന്നു എഫെസ്യർക്ക് ലേഖനം 2-ാം ವಾಕ್ಯ ಈ അധ്യായത്തിനകത്ത്, ಪ್ರಕಾರವಾಗಿ ಹೇಳುತ್ತದೆ, ആമേൻ, ആമേൻ. അവൻ സമാധാനം ഉണ്ടാക്കി. ಆತನು ಸಮಾಧಾನವನ್ನು ಉಂಟು ಮಾಡಿದನು. He made peace. ಆತನು ಸಮಾಧಾನವನ್ನು ಉಂಟು ಮಾಡಿದನು. ഒന്ന് പറഞ്ഞേ, സമാധാനം ഉണ്ടാക്കി. ಸಮಾಧಾನವನ್ನು ಆತನು ಉಂಟು ഒന്ന് ಮಾಡಿದನು. പറഞ്ഞേ, സമാധാനം ഉണ്ടാക്കി. ನಾವು ಬಾಯಿಗಳನ್ನು ತೆರೆದು ಹೇಳುವ ಸಮಾಧಾನವನ್ನು ಆತನು ಉಂಟು ഒന്ന് വാ ಮಾಡಿದನು. തുറന്ന് പറഞ്ഞേ, സമാധാനം ഉണ്ടാക്കി. ಸಮಾಧಾನವನ್ನು ಉಂಟು ಮಾಡಿದನು. ആരുണ്ടാക്കി? ಯಾರುಂಟು ಮಾಡಿದ್ದು? ആമേൻ. ಆಮೆನ್. ഇനി നിങ്ങൾ സമാധാനം ഉണ്ടാക്കണ്ട. ಇನ್ನು ನೀವು ಸಮಾಧಾನ ಉಂಟು ಮಾಡಬೇಡಿ. ആമേൻ. ಆಮೆನ್. ഇപ്പം ഫ്ലഷിലുള്ള സമാധാനം ഉണ്ടാക്കാൻ നോക്കണ്ട. ಈಗ ಫ್ರೆಶ್ ಆಗಿ ಸಮಾಧಾನ ಉಂಟು ಮಾಡಲು ಹೋಗಬೇಡಿ. ആദ്യം സമാധാനം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ യേശുവിനെ നിങ്ങൾ റിസീവ് ചെയ്തു ಅದು കഴിഞ്ഞാൽ, ಮೊಟ್ಟಮೊದಲದು ಸಮಾಧಾನವು ನಮಗೋಸ್ಕರ ಉಂಟು ಮಾಡಿದಂತ ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ನಾವು ಅನುಭವಿಸಬೇಕು. ആമേൻ. He will be our peace. ಆತನೇ ನಮ್ಮ നിങ്ങളുടെ ಸಮಾಧಾನವಾಗಿದ್ದಾನೆ. സമാധാനം ആരാ? ಆತನ ನಮ್ಮ ಸಮಾಧಾನ ಯಾರಾಗಿದ್ದಾರೆ? യേശു. ಯೇಸು. അടുത്തിരിക്കുന്ന ആളെ നോക്കി പറഞ്ഞേ, ಪಕ್ಕದಲ್ಲಿರೋ ನೋಡಿ ಹೇಳಿರಿ, എന്റെ സമാധാനം ഒരു ഫീലിംഗ് അല്ല, ನನ್ನ ಸಮಾಧಾನ ಒಂದು ಫೀಲಿಂಗ್ ಅಲ್ಲ, ആമേൻ, എന്റെ സമാധാനം ഒരു പേഴ്സണാ. ನನ್ನ സമാധാನ ಒಂದು ವ್ಯಕ್ತಿ ಆಗಿದ್ದಾನೆ. ആമേൻ. ആ വ്യക്തിയുടെ പേരാണ് കർത്താവായ യേശു ಆ ക്രിസ്തു. ವ್ಯಕ್ತಿಯ ಹೆಸರಾಗಿದೆ ಯೇಸು ಕ್ರಿಸ್ತನು. ಆಮೆನ್. ആമേൻ. ആമേൻ. ആ യേശുവിന്റെ പേരെന്താണെന്നറിയാമോ? ಆ ವ್ಯಕ್ತಿಯ ಹೆಸರೇನು ಗೊತ್ತುಂಟಾ? ആമേൻ.
അമേൻ. യെശയ്യാ വിളിച്ചു പറയുകയാ, ಯೆಶಾಯನು ಈ ಪ್ರಕಾರವಾಗಿ He is ಹೇಳುತ್ತಿದ್ದಾನೆ, Prince of Peace. ಆತನು ಸಮಾಧಾನದ ಪ್ರಭುವಾಗಿದ್ದಾನೆ. ഒന്ന് പറഞ്ഞേ സമാധാന പ്രഭു. ಬಾಯಿಗಳನ್ನು ತೆರೆದು ಹೇಳುವ ಸಮಾಧಾನದ ಪ್ರಭು. പറഞ്ഞേ എന്റെ യേശു സമാധാന പ്രഭു. ನನ್ನ ದೇವರು ಸಮಾಧಾನದ ഒന്ന് ಪ್ರಭುವಾಗಿದ್ದಾನೆ. പറഞ്ഞേ സമാധാന പ്രഭു എന്റെ ഉള്ളിൽ. ನನ್ನ ಒಳಗಡೆ ಸಮಾಧಾನದ ಪ್ರಭು ಇದ್ದಾನೆ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പറയുമ്പോൾ ആ കണ്ണാടിയിട്ട ലൈറ്റ് യെല്ലോ ഷർട്ട് ബ്രദർ, ಸ್ಪೆಕ್ಸ್ ಹಾಕಿರುವಂತ ಒಂದು ಎಲ್ಲೋ ಶರ್ಟ್ ಬ್ರದರ್, നിങ്ങളുടെ മേൽ കർത്താവിന് വലിയൊരു പദ്ധതിയുണ്ട്. ಕರ್ತನಿಗೆ ನಿಮ್ಮ ಮೇಲೆ ಒಂದು ದೊಡ್ಡ ಯೋಚನೆ ಇದೆ. ചില മേഖലകളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഡെലിവർ ചെയ്ത് ಕೆಲವೊಂದು ಮಂಡಲಗಳಲ್ಲಿ ದೇವರು ಬಿಡುಗಡೆಯನ್ನು ಕೊಟ್ಟು ഒരു താക്കോൽ നിങ്ങളുടെ കരങ്ങളിൽ പരിശുദ്ധാത്മാവ് ಒಂದು തരും. ಕೀಯನ್ನು ದೇವರು ನಿಮಗೆ ಕೊಡುತ್ತಿದ್ದಾನೆ. ആമേൻ. ಆಮೆನ್. കർത്താവ് ഓൾറെഡി നിങ്ങളോട് ഇടപെട്ടിട്ടുണ്ട്. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുക. ಕರ್ತನ ರಾಜ್ಯದ ಕುರಿತಾಗಿ ನಿಮಗೆ ಈಗಾಗಲೇ ಆತನ ಹೇಳಿರುತ್ತಾನೆ. എന്നാൽ പലപ്പോഴും കാലെടുത്ത് വെക്കണമെന്ന് അമ്മേൻ ആഗ്രഹിച്ച് ചില സ്റ്റെപ്പുകളൊക്കെ വെക്കും. പക്ഷേ അമ്മേൻ എവിടേക്കോ ആടിയുല എന്ന ചില അനുഭവങ്ങൾ. ಅಂದ್ರೆ ಮುಂದಕ್ಕೆ ಹೆಜ್ಜೆ ಇಡಬೇಕು ಅಂತೇಳಿ ನೀವು ಬಯಸ್ತೀರಾ, ಆದ್ರೆ ಎಲ್ಲೋ ಕೆಲವೊಂದು ಬ್ಲಾಕೇಜ್ ಗಳು ಇರುವುದನ್ನು ನಾನು ಕಾಣ್ತಾ ಇದ್ದೇನೆ. അമ്മേൻ. പക്ഷേ കർത്താവ് നിങ്ങളുടെ അമ്മേൻ അടിസ്ഥാനങ്ങൾ ഉറപ്പിക്കാൻ പോകുക. ಆದರೆ ಕರ್ತನ ನಿಮ್ಮ ಅಸ್ತಿವಾರಗಳನ್ನು ಸ್ಥಿರಪಡಿಸಲು ಹೋಗುತ್ತಾನೆ. അമ്മേൻ. ഹല്ലേലൂയ. അമ്മേൻ. കർത്താവ് നിങ്ങളുടെ കരങ്ങളിൽ വിശിഷ്ടമായ ചിലതിനെ ഏൽപ്പിക്കാൻ പോകുക. ಕರ್ತನ ನಿಮ್ಮ ಕರಗಳಲ್ಲಿ ವಿಶಿಷ್ಟವಾದದನ್ನು ಕೆಲವೊಂದು ಒಪ್ಪಿಸಲು ಹೋಗುತ್ತಾನೆ. നിങ്ങളുടെ ലൈഫിനെ ടേൺ ചെയ്യുന്ന ചില ദൈവ പ്രവൃത്തി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಕೆಲವೊಂದು ತಿರುಗುವಿಕೆಯನ್ನು ನನ್ನ ದೇವರು ಕೊಡುವವನಾಗಿರುತ್ತಾನೆ. We declare shalom in the mighty name of Jesus. ನಾವು ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಶಾಲೋಮ್ ಅನ್ನು ಬಯಸುತ್ತಿದ್ದೇವೆ. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, യേശുവിന്റെ സമാധാനം. ಬಾಯಿಗಳನ್ನು ತೆರೆದು ಹೇಳುವ, ಯೇಸು ನನ್ನ ಸಮಾಧಾನ. യേശുവിന്റെ സമാധാന പ്രഭു. ಯೇಸು ನನ್ನ ಸಮಾಧಾನದ ಪ್ರಭುವಾಗಿದ್ದಾನೆ. ആമേൻ. ಆಮೆನ್. നിങ്ങളുടെ സമാധാനത്തെ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ನಿಮ್ಮ ಸಮಾಧಾನವನ್ನು ಯಾರು ಚಲಾವಣೆ ಮಾಡುವಂತದ್ದು? ആരാ? ಯೇಸು. ഒന്ന് പറഞ്ഞേ, യേശു. ಬಾಯಿಗಳನ್ನು ತೆರೆದು ಹೇಳುವ, ಯೇಸು. യേശു. ಯೇಸು. നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ ഭാര്യയുടെ കയ്യിലാണോ? ನಿಮ್ಮ ಸಮಾಧಾನ ನಿಮ್ಮ ಹೆಂಡತಿ ಕೈಯಲ್ಲ. നോ. ಇಲ್ಲ. നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ ഭർത്താവിന്റെ കയ്യിലാണോ? ನಿಮ್ಮ ಸಮಾಧಾನವು ನಿಮ್ಮ ಗಂಡನ ಕೈಯಲ್ಲ. ಇಲ್ಲ. നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ പിള്ളേരുടെയോ മാതാപിതാക്കളുടെ കയ്യിലാണോ? ನಿಮ್ಮ ಸಮಾಧಾನವು ನಿಮ್ಮ ಮಕ್ಕಳ ಮೇಲೋ ನಿಮ್ಮ ತಂದೆ ತಾಯಿಗಳ ಮೇಲವೋ? ഒന്ന് പറഞ്ഞേ, ഹി ഈസ് മൈ പ്രിൻസ് ഓഫ് പീസ്. ಆತನು ನನ್ನ ಸಮಾಧಾನ ಪ್ರಭುವಾಗಿದ್ದಾನೆ. ആമേൻ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. എബ്രായർ 7-ാം അധ്യായം ഇങ്ങനെ പറയുകയാ, ಇಬ್ರಿಯರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 7ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನಾವು ಈ ರೀತಿಯನ್ನು ನೋಡುತ್ತೇವೆ. മെൽക്കിസെദെക്ക് ಮಲ್ಕಿಜೆದೇಕನು, ആമേൻ, ആമേൻ, അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രന്റെ നിഴലായിട്ട് നിൽക്കുന്നു. ಅವನು ಜೀವಸ್ವರೂಪನಾದಂತ ದೇವರ ನಿರಳಾಗಿದ್ದಾನೆ. ആമേൻ. ഈ മെൽക്കിസെദെക്കിന്റെ പേരുണ്ട്. ಈ ಮೆಲ್ಕಿಜೆದೇಕನ ಹೆಸರು, അവന്റെ പേരിന് ಅವನ ಹೆಸರು നീതിയുടെ രാജാവെന്നും ನೀತಿಯ ರಾಜನು, സമാധാനത്തിന്റെ രാജാവെന്നും അർത്ഥമുണ്ട്. ಸಮಾಧಾನ ರಾಜನಾಗಿದ್ದಾನೆ ಅಂತ ಹೇಳಿ. ആമേൻ. ആമേൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ യേശു ക്രിസ്തു ಹಾಗಾದರೆ ನಿಮ್ಮ ಯೇಸು ಕ್ರಿಸ್ತನು നിങ്ങളുടെ ശലോം രാജാവാണ്, സമാധാനത്തിന്റെ ನಿಮ್ಮ രാജാവാണ്. ಸಮಾಧಾನದ ಪ್ರಭುವಾಗಿದ್ದಾನೆ. ഒന്ന് വിളിച്ചു പറഞ്ഞേ, എന്റെ യേശു ಬಾಯಿಗಳನ್ನು ತೆರೆದು ಹೇಳುವ, ನನ್ನ ಯೇಸು എന്റെ സമാധാനത്തിന്റെ രാജാവാണ്. ನನ್ನ ಸಮಾಧಾನದ ರಾಜನಾಗಿದ್ದಾನೆ. ആമേൻ. ഹി ഈസ് ദ കിങ് ഓഫ് ശലോം. ಆತನು ಸಮಾಧಾನದ ಪ್ರಭುವಾಗಿದ್ದಾನೆ. ആമേൻ. ಆಮೆನ್. ഈ സമാധാന പ്രഭു, സമാധാനത്തിന്റെ രാജാവ് ഭരിക്കുന്ന ദൈവരാജ്യത്തിനകത്ത് ಈ ಸಮಾಧಾನದ ರಾಜನು ಆಳ್ವಿಕೆ ಮಾಡುವಂತ ದೈವರಾಜ್ಯದಲ್ಲಿ ഒരു വിഷയത്തിനും നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. ಯಾವ ವಿಷಯಗಳು ನಿಮ್ಮನ್ನು ಮುಟ್ಟಲು ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ. ഈ ട്രൂത്ത് നിങ്ങൾ അറിഞ്ഞാൽ, ಈ ಒಂದು ಸತ್ಯವನ್ನು ಅರ್ಥೈಸಿಕೊಂಡರೆ, ആമേൻ, നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಭಯಂಕರವಾದಂತ ರೂಪಾಂತರವಾಗುತ್ತದೆ. ಆಮೆನ್. നിങ്ങൾ പ്രശ്നങ്ങളെ നോക്കത്തില്ല. ನೀವು ಸಮಸ್ಯೆಗಳನ್ನು ನೋಡುವುದಿಲ್ಲ. പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ കയറാൻ പറ്റത്തില്ല. ಸಮಸ್ಯೆಗಳು ನಿಮ್ಮ ಒಳಗಡೆ ಬರಲು ಸಾಧ್ಯವಿಲ್ಲ. ആമേൻ. വിഷയങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ കയറാൻ പറ്റത്തില്ല. ವಿಷಯಗಳು ನಿಮ್ಮ ಒಳಗಡೆ ಬರಲು ಸಾಧ್ಯವಿಲ್ಲ. You are going to rule all the situations. ನೀವು ಎಲ್ಲಾ ಸನ್ನಿವೇಶಗಳನ್ನು ಆಳ್ವಿಕೆ ಮಾಡಲು ಹೋಗುವವರಾಗಿರುತ್ತೀರಿ. ഇന്ന് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാ, ಈ ಬೆಳಗಿನ ವೇಳೆಯಲ್ಲಿ ನಿಮ್ಮನ್ನು ನೋಡಿ ನಾನು ಹೇಳುವುದೇನೆಂದರೆ, ഇനി ടെൻഷൻ നിങ്ങളുടെ മേൽ അധികാരമില്ല. ಇನ್ನು ಯಾವ ಟೆನ್ಷನ್ ನಿಮ್ಮನ್ನು ಆಳ್ವಿಕೆ ಮಾಡುವುದಿಲ್ಲ. കാരണം പ്രിൻസ് ഓഫ് പീസ് ഈസ് റൂളിംഗ് യുവർ ഹാർട്ട്. ಯಾಕೆಂದರೆ ಸಮಾಧಾನ ಪ್ರಭು ನಮ್ಮ ಹೃದಯಗಳನ್ನು ಆಳ್ವಿಕೆ ಮಾಡುತ್ತಿದ್ದಾನೆ. ഈ ദൈവത്തിന്റെ ശലോം നിങ്ങളുടെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ, ಈ ಒಂದು ದೈವಿಕ ಶಾಲೋಮ್ ನಮ್ಮ ಹೃದಯಗಳಲ್ಲಿ ಬಂದಾಗ ഒരു ഫിയറിനും നിങ്ങളുടെ മേൽ അധികാരമില്ല. ಯಾವ ಭಯಕ್ಕೂ ನಾವು ಅಂಜ ಕಾರಣವಿಲ್ಲ. ആമേൻ. ആമേൻ. ഒരു ടെൻഷനും നിങ്ങളുടെ മേൽ അധികാരമില്ല. ಯಾವುದೇ ಟೆನ್ಷನ್ ನಮ್ಮ ಮೇಲೆ ಅಧಿಕಾರ ನಡೆಸಲು ಸಾಧ್ಯವಿಲ್ಲ. ആമേൻ. ഒരു രീതിയിലുള്ള ആമേൻ പിശാചിന്റെ തന്ത്രങ്ങൾക്കും നിങ്ങളെ കോൺകർ ചെയ്യാൻ കഴിയത്തില്ല. ಯಾವುದೇ ಸೈತಾನನ ತಂತ್ರಗಳು ಸಹ ನಮ್ಮನ್ನು ಆಳ್ವಿಕೆ ಮಾಡಲು ಸಾಧ್ಯವಿಲ್ಲ. കർത്താവ് നിങ്ങളെ ദൈവിക സമാധാനത്തിനകത്ത് നിറച്ച് നടത്താൻ പോവുകയാണ്. ಕರ್ತನು ನಿಮ್ಮ ಒಬ್ಬೊಬ್ಬರನ್ನು ದೈವಿಕ ഇന്ന് ഞങ്ങൾ നിങ്ങളെ നോക്കി ആത്മാവിൽ കൽപ്പിക്കുകയാ, ശലോം ശലോം ശലോം. ഈ ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കോൺകർ ചെയ്യാൻ പോവുകയാ. ಈ ಒಂದು ದೈವಿಕ ಸಮಾಧಾನವು ನಿಮ್ಮ ಹೃದಯಗಳನ್ನು ನಿಮ್ಮ ಮನಸ್ಸುಗಳನ್ನು ಆಳ್ವಿಕೆ ಮಾಡಲು ಹೋಗುತ್ತದೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ.
ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം ഇങ്ങനെയാ പറയുന്നത്, ಫಿಲಿಪ್ಪಿ ಬರೆಯ ಪತ್ರಿಕೆ 4ನೇ ಅಧ್ಯಾಯ ನಾವು ಈ ರೀತಿ ನೋಡ್ತೇವೆ. നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, ನೀವು ಯಾವ ವಿಷಯದಲ್ಲಿ ಚಿಂತೆ ಮಾಡಬೇಡಿರಿ, എല്ലാത്തിനും ಎಲ್ಲದರಲ್ಲಿಯೂ പ്രാർത്ഥനയാലും അപേക്ഷയാലും ಪ್ರಾರ್ಥನೆಯಲ್ಲಿಯೂ ವಿಜ್ಞಾಪನೆಗಳಲ್ಲಿಯೂ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ನಿಮ್ಮ ಎಲ್ಲಾ ಅಗತ್ಯತೆಗಳನ್ನು സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയെ സമർപ്പിക്കണം. ಸ್ತೋತ್ರದೊಂದಿಗೆ ನೀವು ದೇವರ ಸಮರ್ಪಣೆ ದೇವರ ಸಮಯದಲ್ಲಿ ಹೇಳಬೇಕು. This is the practical side of this word. ಇದೆಲ್ಲವೂ ಆ ಒಂದು ಕಾರ್ಯಗತವಾಗುವಂತ ಒಂದು ದೈವಿಕವಾದಂತ ഇപ്പോൾ നിങ്ങൾ ವಾಕ್ಯವಾಗಿರುತ್ತದೆ. ഒരു കാര്യം കേട്ടു, ಈ ಒಂದು ಕಾರ್ಯವನ್ನು ನೀವು ಕೇಳಿದರೆ ദൈവം നൽകുന്ന സമാധാനം entirely different. ದೈವಿಕವಾದಂತ ಸಮಾಧಾನ ಒಂದು ವ್ಯತ್ಯಾಸಕರವಾದದ್ದು. ആമേൻ. ಆಮೆನ್. ഈ സമാധാനം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ಈ ಒಂದು ಸಮಾಧಾನ ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಇರುವುದಾದರೆ ഒരു വിഷയത്തിനും നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കാനോ ഭാരപ്പെടുത്താനോ ഭയപ്പെടുത്താനോ പറ്റത്തില്ല. ಯಾವುದೇ ರೀತಿಯಾದಂತ ವಿಷಯಕ್ಕೂ ಯಾವುದೇ ರೀತಿಯಾದಂತ ಕಾರ್ಯಗಳು ನಮಗೆ ಭಯಪಡಿಸಲು ಕಳವಳಪಡಿಸಲು അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ಹಾಗಾದ್ರೆ ನಿಮ್ಮಲ್ಲಿ ಒಂದು ಕ್ವಶನ್ ಬರುತ್ತದೆ, സിസ്റ്റർ, അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ಹಾಗಾದ್ರೆ ಸಮಸ್ಯೆ ಬರುವಾಗ ನಾನು ಏನ್ ಮಾಡ್ಬೇಕು? എന്റെ മുമ്പിൽ ഇപ്പൊ പ്രശ്നം ഉണ്ടല്ലോ. ಅಯ್ಯೋ, ನನ್ನ ಮುಂದೆ ಅನೇಕ ಸಮಸ್ಯೆಗಳಿದೆಯಲ್ಲ. ദിസ് ഇസ് ദ പ്രാക്ടിക്കൽ സൈഡ്. ಇದು ಪ್ರಾಯೋಗಿಕವಾಗಿ ಮಾಡಬೇಕಾದಂತ ಕೆಲಸಗಳು. വചനം എപ്പോഴും പ്രാക്ടീസ് ചെയ്യാനുള്ളതാ. ವಾಕ್ಯವನ್ನು ನಾವು ಯಾವಾಗಲೂ ಕಾರ್ಯನಿರ್ವಹಣೆ ಮಾಡುವವರಾಗಿರಬೇಕು. വചനത്തിന്റെ പ്രാക്ടിക്കൽ സൈഡിലോട്ട് വന്നില്ലെങ്കിൽ ನಾವು ವಾಕ್ಯಗಳನ್ನು ಕೇಳಿ ಕಾರ್ಯರೂಪಕ್ಕೆ result ಬರಮಾಡದೆ കാണാൻ ಹೋದರೆ ನಾವು ಕ್ರಿಸ್ತನ ಜೀವಿತದಲ್ಲಿ ನಡೆಯಲು ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ വചനം പറയുകയാണ്, ವಾಕ್ಯ ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳುತ್ತದೆ, നിങ്ങളുടെ മുമ്പിൽ ഒരു നീഡ് വരുമ്പോൾ, ನಿಮ್ಮ ಮುಂದೆ ಏನಾದರೂ ഒരു ಕೊರತೆ ಬರುವಾಗ, problem വരുമ്പോൾ, ನಿಮಗೆ ತೊಂದರೆ ಬರುವಾಗ, എല്ലാറ്റിനും ಎಲ್ಲದಕ್ಕಿಂತಲೂ നിങ്ങൾ സ്തോത്രത്തോടെ, ಸ್ತೋತ್ರದೊಂದಿಗೆ നിങ്ങളുടെ അപേക്ഷകളെല്ലാം ആവശ്യങ്ങളെല്ലാം ನಮ್ಮ ಅವಶ್ಯಕತೆಗಳನ್ನು ನಮ್ಮ ಎಲ್ಲಾ ವಿಜ್ಞಾಪನೆಗಳನ್ನು നിങ്ങൾ ദൈവത്തെ അറിയിക്കുക. ನಾವು ದೇವರಿಗೆ ಅರಿಕೆ ಮಾಡುವವರಾಗಿರಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. എങ്ങനെയാ നമ്മൾ സ്തോത്രത്തോടെ നമ്മുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്? ಹೇಗೆ ನಾವು ಸ್ತೋತ್ರದೊಂದಿಗೆ ದೇವರಿಗೆ ಸಮರ್ಪಣೆ ಮಾಡುವಂತದ್ದು. ആമേൻ. നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ കരഞ്ഞു ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. ನಾವು ಸಮಸ್ಯೆಗಳು ಬರುವಾಗ ಅಳುತ್ತಾ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಹೋಗ್ತೇವೆ. ആമേൻ. ആമേൻ. പക്ഷെ ഇവിടെ പറയുക സ്തോത്രത്തോടെ. ಆದರೆ ದೇವರ ವಾಕ್ಯ ಹೇಳುತ್ತದೆ ಸ್ತೋತ್ರದೊಂದಿಗೆ. ആമേൻ. ആമേൻ. എങ്ങനെ സ്തോത്രം പറയാൻ ಯಾವ പറ്റുന്നതെന്നറിയാമോ? ರೀತಿಯಲ್ಲಿ ಸ್ತೋತ್ರ ಹೇಳುವುದಕ್ಕೆ ಸಾಧ್ಯ ಇದೆ ಗೊತ್ತುಂಟಾ? When you look at the cross, ನಾವು ಆ ಒಂದು ಶಿಲುಬೆಯನ್ನು ಕಾಣುವಾಗ, ആമേൻ, ആമേൻ, അവിടെ നിങ്ങൾക്ക് വേണ്ടി യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു. ಅಲ್ಲಿ ನನ್ನ ಕರ್ತನು ನನಗೋಸ್ಕರವಾಗಿ ಎಲ್ಲವನ್ನು ಮಾಡಿ ಮುಗಿಸಿರುತ್ತಾನೆ. നിങ്ങളുടെ പാപത്തിനു വേണ്ടി യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചു. ನಿನ್ನ ಪಾಪಕ್ಕೋಸ್ಕರವಾಗಿ ನನ್ನ ದೇವರು ಕಲ್ವಾರಿ ಕ್ರೂಜೆಯಲ್ಲಿ ಸತ್ತನು. ആമേൻ. നിങ്ങളുടെ സകല ശാപത്തെയും യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ വഹിച്ചു. ನಿಮ್ಮ ಎಲ್ಲ ಸಕಲ ರೋಗಗಳನ್ನು ಆತನ ಕಲ್ವಾರಿ ಕ್ರೂಜೆಯಲ್ಲಿ നിങ്ങളുടെ ವಹಿಸಿದನು. രോഗത്തിനു വേണ്ടി യേശു അടികളേറ്റു. ನಿಮ್ಮ ರೋಗಗಳಿಗೋಸ್ಕರವಾಗಿ ನನ್ನ ದೇವರು ಪೆಟ್ಟುಗಳನ್ನು ತಿಂದನು. നിങ്ങൾ എല്ലാ വിധത്തിലും ഫുൾനെസ്സിൽ ജീവിപ്പാൻ യേശു കാൽവറി ക്രൂശിൽ വില ನೀವು കൊടുത്തു. ಎಲ್ಲಾ ವಿಷಯಗಳಲ್ಲಿ ಪರಿಪೂರ್ಣವಾಗಿ ಜೀವಿಸಬೇಕು ಅಂತ ಹೇಳಿ ಆತನ ಬೆಲೆಯನ್ನು ಕಟ್ಟಿದ್ದನ್ನು ನಾವು ಅಲ್ಲಿ ನೋಡ್ತೇವೆ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ಹಾಗಾದ್ರೆ ನೀವೇನು ഒരു ಮಾಡಬೇಕು? നീഡ് വരുമ്പോ, ನಾವು ಅಗತ್ಯತೆಗಳು ഒരു ಬರುವಾಗ, പ്രശ്നം വരുമ്പോ, ಒಂದು ಸಮಸ್ಯೆಗಳು ಬರುವಾಗ you have to look at the cross. ನಾವು ಶಿಲುಬೆಯನ್ನು ನೋಡುವವರಾಗಿರ್ಬೇಕು. അവിടെ നോക്കിയിട്ട് പറയണം, ಅಲ್ಲಿ ನೋಡಿ ಹೇಳಬೇಕು, യേശുവേ, യേശുവേ, നീ എനിക്ക് വേണ്ടി ನನಗಾಗಿ മുന്നമേ ಮೊದಲೇ ക്രൂശിൽ ಶಿಲುಬೆಯಲ್ಲಿ ഈ വിഷയത്തിന് വേണ്ടി വില കൊടുത്തതിനായി ಈ സ്തോത്രം. ವಿಷಯಕ್ಕೆ ಬೆಲೆ ಕೊಟ್ಟದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ എന്ത് പ്രശ്നമാണോ ഉള്ളത്, ಈಗ ಇರುವಂತ ಸಮಸ್ಯೆ ಏನೇ ಆಗಿರುವುದಾದರೂ അതൊന്നും ക്രൂശിൽ കണ്ടുകൊണ്ടെന്ന് പറഞ്ഞേ, ಆ ಒಂದು ಶಿಲುಬೆಯಲ್ಲಿ ನೋಡಿ ಹೇಳಿರಿ, അമേൻ, കർത്താവേ, ಕರ್ತನೇ, ഈ വിഷയത്തിനു വേണ്ടി ಈ ವಿಷಯಕ್ಕಾಗಿ ഓൾറെഡി ಈಗಾಗಲೇ ക്രൂശിൽ ಶಿಲುಬೆಯಲ್ಲಿ അങ്ങ് വില കൊടുത്തതിനായി ಈ ಬೆಲೆ സ്തോത്രം. ಕೊಟ್ಟದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ഞാനത് പറയുമ്പോൾ ഞാൻ ಇದನ್ನು ಹೇಳುವಾಗ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഏരിയയിൽ പിശാചിട്ടിരിക്കുന്ന ചില ബോണ്ടേജ് മുഖാന്തരം ചലിക്കാൻ കഴിയാതിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുടെ മേൽ ചില ഡെലിവറൻസുകളെ പരിശുദ്ധാത്മാവ് അയക്കുന്നത് കർത്താവ് കാണിക്കുന്നു. ಆರ್ಥಿಕ ವಿಷಯಗಳಲ್ಲಿ ಯಾವ ಕಾರಣಕ್ಕೂ ಮುಂದಕ್ಕೆ ಹೋಗಬಾರದು ಕಟ್ಟಿ ಹಾಕಿರುವ ಸೈತಾನ ಎಲ್ಲಾ ಕ್ರಿಯೆಗಳು ಕಾರ್ಯಗಳು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬಿಡುಗಡೆಯಾಗಿ ಅಲ್ಲಿ ಒಂದು ವ್ಯತ್ಯಾಸವನ್ನು ದೇವರು ಕೊಡುವವನಾಗಿರ್ತಾನೆ. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. 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 നിങ്ങളെ തലമുറയായി കെട്ടിവെച്ചിരിക്കുന്ന ചില നാഗശക്തികൾ അഴിഞ്ഞു മാറുന്നത് പരിശുദ്ധാത്മാവ് ನಿಮ್ಮ കാണിക്കുന്നു. ಸಂತತಿಗಳನ್ನು ನಿಮ್ಮ ಮಕ್ಕಳನ್ನು ಕಟ್ಟಿ ಹಾಕಿರುವ ಎಲ್ಲ ದುಷ್ಟರ ಕಾರ್ಯಗಳು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬಿಡುಗಡೆಯಾಗಿ ಒಡೆಯಲ್ಪಡುತ್ತಿದೆ. നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. ನಿಮಗೆ ಕರ್ತನಿಗೋಸ್ಕರವಾಗಿ ನಿಲ್ಲಬೇಕು ಅಂತ ಹೇಳಿ ಆಸೆ ಇದೆ. പക്ഷെ മുന്നോട്ട് വരുവാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളെ തളച്ചിട്ടിരിക്കുന്ന ചില ബന്ധനങ്ങൾ ഇന്ന് പകൽ അഴിയുകയാണ്. ಮುಂದಕ್ಕೆ ಬರಲು ಸಾಧ್ಯವಿಲ್ಲದ ಕಟ್ಟಡದ ಕಟ್ಟಡಗಳು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ನೀಗಲ್ಪಡಲಿ. നിങ്ങൾ വിടുതലാകാൻ പോവുകയാണ്. ಬಿಡುಗಡೆ ಆಗುತ್ತೀರಿ. നിങ്ങൾ ഇങ്ങനെ സ്തോത്രം ചെയ്യുമ്പോ ಸ್ತೋತ್ರ ಹೇಳುವಾಗ ഓ വചനം പറയുന്നു, ವಾಕ್ಯ ಹೇಳುತ್ತದೆ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. ಸಕಲ ಬುದ್ಧಿಗಿಂತಲೂ ಮಿಗಿಲಾದಂತ ഒന്ന് വിളിച്ചു പറഞ്ഞേ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. ಸಕಲ ವಿಷಯಗಳಿಗೆ ಗ್ರಹಿಸದಂತ ಸಮಾಧಾನವು. ഒന്നുകൂടെ പറഞ്ഞേ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. ಸಕಲ ಬುದ್ಧಿಯನ್ನು ಮಿಗಿಲಾಗಿರುವಂತ ದೈವಿಕ ಸಮಾಧಾನ. ഇതാണ് പ്രിൻസ് ഓഫ് പീസ് നൽകുന്ന സമാധാനം. ಇದೇ ಆಗಿದೆ ಸಮಾಧಾನ ಪ್ರಭು ಕೊಡುವಂತ ಒಂದು ഇതാണ് ಸಮಾಧಾನ. ശാലേം രാജ തരുന്ന സമാധാനം. ಇದೇ ಆಗಿದೆ ಶಾಲೇಮ್ ರಾಜನು ಕೊಡುವಂತ
ಸಮಾಧಾನ. നിങ്ങൾക്ക് 1 കോടി രൂപ കടമുണ്ടെങ്കിലും ನಿಮಗೆ 1 ಕೋಟಿ ರೂಪಾಯಿ ಸಾಲ ಇದ್ದರೂ ಸಹ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ടെൻഷൻ ഇല്ല, ನಿಮ್ಮ ಹೃದಯದಲ್ಲಿ ಟೆನ್ಷನ್ ಇಲ್ಲ, ഭാരമില്ല, ಭಾರವಿಲ್ಲ, ദുഃഖമില്ല. ದುಃಖ ಇಲ್ಲ. Amen. You will enjoy your heavenly Father's presence. ನಾವು ದೇವರ ಪರಲೋಕದ ದೇವರ ಆ ಒಂದು ಪ್ರಸನ್ನತೆಯನ್ನು ನಾವು ಯಾವಾಗಲೂ ಆನಂದ ಪಡುವವರಾಗಿ. ജയിലിൽ കിടന്നാലും ജയിലിനകത്ത് കിടന്നാലും ಜೈಲಿನ ಒಳಗಡೆ ಇದ್ದರೂ ಸಹ പൗലോസ് അവിടെ ഇരുന്ന് ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കും. ಪೌಲನು ಆ ಒಂದು ಒಳಗಡೆ ಇದ್ದುಕೊಂಡು ಲೇಖನಗಳನ್ನು ಬರೆಯುತ್ತಿದ್ದಾನೆ. ആമേൻ. ഹല്ലേലൂയ. ജയിലിനകത്ത് കിടന്നാലും ಜೈಲಿನ ಒಳಗಡೆ ಇದ್ದರೂ ಸಹ പൗലോസും ശീലാസും അവിടെ പാടി ആരാധിച്ചുകൊണ്ടിരിക്കും. ಪೌಲನು ಸೀಲಾಸನು ಅದರ ಒಳಗಡೆ ಇದ್ದುಕೊಂಡು ಹಾಡಿ ಆರಾಧಿಸಿ ದೇವರನ್ನು ಆರಾಧಿಸುತ್ತಿದ್ದಾನೆ. അങ്ങനെ ജീവിതകാലം മുഴുവൻ അവിടെ കിടക്കാനല്ല, ಆ ಒಳಗಡೆ ಇದ್ದು ಯಾವಾಗಲೂ ಇರಬೇಕು. നിങ്ങൾ ഈ ദൈവ സമാധാനത്തിനകത്ത് നിറഞ്ഞു കർത്താവിനെ ആരാധിക്കാൻ ആരംഭിക്കുമ്പോൾ ಸಮಾಧಾನದಲ್ಲಿ ಇದ್ದು ಆರಾಧನೆ ಮಾಡುವುದಕ್ಕೋಸ್ಕರವಾಗಿ അവിടെ അമ്മൻ അടിസ്ഥാനങ്ങളെ കുലുക്കുന്ന ദൈവശക്തി നിങ്ങളിലൂടെ റിലീസ് ആകാൻ ആരംഭിക്കും. നിങ്ങളിൽ നിന്നും ഇതുവരെയും ലോകം കാണാത്തത് പുറത്തു വരാനായിട്ട് ആരംഭിക്കും. ಈ ಲೋಕವು ನೋಡುವ ರೀತಿಯಲ್ಲಿ ನಾನು ದೇವರನ್ನು ಪ್ರಕಟಪಡಿಸುವವನಾಗಿ. ഓ ഇന്ന് പകൽക്കാലം ഞാൻ ഈ വേർഡ് സംസാരിക്കുമ്പോൾ ಹೇಳುತ್ತಿರುವಾಗಲೇ ഇതിന്റെ ഡെലിവറൻസുകൾ നിങ്ങളുടെ മേൽ സംഭവിക്കുന്നത് കർത്താവിനെ കാണിക്കുന്നു. ಇಲ್ಲಿ ಬಿಡುಗಡೆಗಳು ಸಂಭವಿಸುವುದನ್ನು ಕಾಣುತ್ತಾ ಇದ್ದೇವೆ. ഓ നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന ചില അന്ധകാര ശക്തികൾ ഇന്ന് പകൽക്കാലം ഇവിടെ അഴിഞ്ഞു മാറാൻ പോവുകയാണ്. ಭಯಪಡಿಸುತ್ತಿರುವಂತಹ ಟೆನ್ಷನ್ ಬರಮಾಡುತ್ತಿರುವಂತಹ ಸೈತಾನ ಎಲ್ಲ ಕಾರ್ಯಗಳು യേശുവിನ ചില കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളെ കൊണ്ടുവന്ന് നിങ്ങളെ മടിപ്പിച്ചിടുന്ന ചില ദുരാത്മാക്കൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ അഴിഞ്ഞു മാറുകയാണ്. ಸಮಸ್ಯೆಗಳನ್ನು ತಂದಾಕುತ್ತಿರುವಂತಹ ಸೈತಾನ ಎಲ್ಲ ಬಿಟ್ಟುಗಳಿಂದ ಆಜ್ಞಾಪಿಸುತ್ತೇನೆ. ഓ ഐ റിലീസ് ദ ഷാലോം. I release shalom. ദൈവ സമാധാനം. ഓ ബുദ്ധിക്ക് അതീതമായ ദൈവ സമാധാനം. ബുദ്ധിಯನ್ನು ಗ್ರಹಿಸದಿರುವಂತಹ ದೇವರ ಸಮಾಧಾನ. ആമേൻ. അത് നിങ്ങളുടെ സിറ്റുവേഷൻസിനെ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. സിറ്റുവേഷനുകൾ ബദലാಗುತ್ತಿದೆ. നിങ്ങളുടെ ഹസ്ബൻഡിനെ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ನಿಮ್ಮ ಗಂಡನನ್ನು ಬದಲಾಯಿಸುತ್ತಿದ್ದಾರೆ. നിങ്ങളുടെ വൈഫിനെ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ തലമുറകളെ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാ എൻറ്റയർ ലൈഫിനെയും ചേഞ്ച് ചെയ്യുന്ന ദൈവ സമാധാനം. ചില സൂയിസൈഡിംഗ് സ്പിരിറ്റുകൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറുകയാണ്. എല്ലാ ആത്മഹത്യാ സ്പിരിറ്റുകൾ യേശുനാമത്തിൽ വിട്ടുകളെന്ന് ആജ്ഞാപിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ചില കോപത്തിന്റെ ദുരാത്മാവ് അഴിഞ്ഞു മാറുകയാണ്. കോപದ ದುರಾತ್ಮ യേശുനാമത്തിൽ വിട്ടുകളെ. ആമേൻ. ഹല്ലേലൂയ. അകാരണമായ ചില ടെൻഷന്റെ, ഭയത്തിന്റെ ദുരാത്മാവ് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഭയത മാത്രമല്ല സൈതാന എല്ലാ ദുരാത്മ ദൈവജനത്തിന്റെ മേൽ ഞങ്ങൾ സ്വാതന്ത്ര്യത്തെ കൽപ്പിക്കുന്നു. ദൈവജനರ ಮೇಲೆ ಸ್ವಾತಂತ್ರ್ಯವನ್ನು ಬಯಸುತ್ತೇವೆ. ദൈവജനത്തിന്റെ മേൽ ഞങ്ങൾ ഷാലോമിനെ ഡിക്ലെയർ ചെയ്യുന്നു. ದೇವರ ಜನರ ಮೇಲೆ ನಾವು we release shalom. ಬಿಡುಗಡೆ ಮಾಡುತ್ತೇವೆ. we release shalom. ಬಿಡುಗಡೆ ಮಾಡುತ್ತೇವೆ. we release shalom. ಸಮಾಧಾನ ಬಿಡುಗಡೆ ಮಾಡುತ್ತೇವೆ. racha raba shamta rete raba ba 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 shout rete reba reto. oh ella spirit of tension, spirit of fear, spirit of angry, leave ಕೋಪದ ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവജനത്തെ കേറ്റാതെ നിൽക്കുന്ന എല്ലാ സ്പിരിറ്റ് ഔട്ട് ഇൻ ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ದೇವರ ಪದ್ಧತಿಯನ್ನು ಗ್ರಹಿಸಿಕೊಳ್ಳುವುದಾಗಿ ಹೋರಾಟ ಮಾಡುವುದೆಲ್ಲ ಸೈತಾನನ ಕಾರ್ಯಗಳು ಯೇಸುವನ್ನು ಬಿಟ್ಟುಕೊಳ್ಳಲು we command deliverance. we command deliverance in the mighty name of Jesus. ಬಿಡುಗಡೆಯನ್ನು ಮಾತನಾಡುತ್ತೇವೆ. oh we command healing. ಬಿಡುಗಡೆಯನ್ನು ಮಾತನಾಡುತ್ತೇವೆ, ಸೌಖ್ಯವನ್ನು ಮಾತನಾಡುತ್ತೇವೆ. we command healing in the mighty name of Jesus. ಬಿಡುಗಡೆ ಮಾಡುತ್ತಿದ್ದೇವೆ. ಆಮೆನ್. oh hallelujah. hallelujah. ಒಂದು ಪರದೆ shalom shalom. ನಾವು ಬಾಯಿಗಳನ್ನು ತೆರೆದು ಹೇಳುವ shalom shalom. shalom shalom. shalom shalom. I have prosperity. ಅಭಿವೃದ್ಧಿ. oh I have healing. ನನಗೆ ಸೌಖ್ಯ. I have health. ನನಗೆ ಪರಿಪೂರ್ಣ ಆರೋಗ್ಯ. I have completeness. ಪರಿಪೂರ್ಣತೆ. I have protection. ನನಗೆ ಸಂರಕ್ಷಣೆ. I have prosperity. ನನಗೆ ಅಭಿವೃದ್ಧಿ. shalom shalom. shalom shalom. shalom shalom. shalom shalom. hallelujah. hallelujah. amen. oh rabba baba baba shabda ne durabala hadagori biyamtara. thank you lord. hallelujah. oh ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ആരാധിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ചില ഡെലിവറൻസുകൾ സംഭവിക്കുന്നു. ആരാധന ಮಾಡುತ್ತಿರುವ സമയದಲ್ಲಿ ಮನೆಗಳಲ್ಲಿ ಬಿಡುಗಡೆ ಉಂಟಾಗುತ್ತದೆ. ಬಿಡುಗಡೆ ಉಂಟಾಗುತ್ತದೆ. ഓ നിങ്ങളുടെ കുടുംബത്തിനകത്ത് കിടക്കുന്ന അമ്മേ ചില അമ്മേ ബോണ്ട് ചങ്ങലകൾ പോലെ ചിലത് പൊട്ടിമാറുന്നത് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. കുടുംബങ്ങളിലിരുന്ന ಕೆಲವು ಸರಪಳಿಗಳು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬಿಟ್ಟುಕೊಳ್ಳಲು ಆಜ್ಞಾಪಿಸುತ್ತಿದ್ದೇವೆ. ആമേൻ. പരിശുദ്ധാത്മാവ് പറയാ നിങ്ങൾ ഈ സഭയ്ക്കകത്ത് നടപ്പെട്ട മരം പോലെയായി തീരും. ನೀವು ಈ ಸಭೆಯ ಒಳ
ಬೇರೆಯವರಿಗೆ ನೆಡಲ್ಪಟ್ಟ ಮರವಾಗಿರುತ್ತೀರಿ. ಇದುವರೆ ನಿങ്ങളെ ಫ್ರೂಟ್ಫುಲ್ನೆಸ್ നടത്താത്ത ಎಲ್ಲ ಪಿಶಾಚಿನ ತಂತ್ರಗಳನ್ನು ಅಳಿಯುಗೆ. ಇಲ್ಲಿ ಅವರಿಗೆ ಫಲವನ್ನು ಕೊಡಲು ಸಾಧ್ಯವಿಲ್ಲದಂತ ರೀತಿಯಲ್ಲಿ ಹೋರಾಟ ಮಾಡಿದ ಎಲ್ಲ ಸೈತಾನನ ಕ್ರಿಯೆಗಳು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬಿಟ್ಟೋಗಲೆಂದು ಆಜ್ಞಾಪಿಸುತ್ತೇನೆ. നിങ്ങൾ ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഫലം ನೀವು ಆ ಒಂದು ದಡದಲ್ಲಿ ನೆಟ್ಟಂತ ಒಂದು ಸಸಿಗಳಾಗಿರುತ್ತೀರಿ. ಆಮೆನ್. ಆಮೆನ್. ಹalleluya. ಹalleluya. ಮತ್ತಾಯ ಸುವಿಶೇಷ 5ನೇ ಅಧ್ಯಾಯ 9ನೇ ವಾಕ್ಯ ಇങ്ങനെ പറയുന്നു. ಮತ್ತಾಯ ಸುವಾರ್ತೆ 5ನೇ ಅಧ್ಯಾಯ 9ನೇ ವಾಕ್ಯ ನಾವು ಈ ರೀತಿಯಲ್ಲಿ ನೋಡುತ್ತೇವೆ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ಸಮಾಧಾನ ಪಡಿಸುವವರು ಧನ್ಯರು. അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. പുത്രരാಗಿರುತ್ತಾರೆ. ഹalleluya. ഹalleluya. Now you are peacemaker. ನೀವು ಸಮಾಧಾನ ಪಡಿಸುವವರು. ಅದು പറഞ്ഞേ I am a peacemaker. ಸಮಾಧಾನ ಪಡಿಸುವವರು ಹೇಳುವ I am a peacemaker. ನಾನು ಸಮಾಧಾನ ಪಡಿಸುವವಳು. In my church I am a peacemaker. ನಾನು ಈ ಸಭೆಯಲ್ಲಿ ಸಮಾಧಾನ ಪಡಿಸುವವಳು. In my house I am a peacemaker. ನನ್ನ ಕುಟುಂಬದಲ್ಲಿ ಸಮಾಧಾನ ಪಡಿಸುವವಳು. Amen. In Udupi I am a peacemaker. ನನ್ನ ಉಡುಪಿಯಲ್ಲಿ ಸಮಾಧಾನ ಪಡಿಸುವವಳು. Hallelujah. Hallelujah. ഇന്ന് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്. ಇವತ್ತು ನಾನು ನಿಮ್ಮನ್ನು ನೋಡಿ ಪ್ರವಾದಿಸುತ್ತೇನೆ. നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് ನೀವು ಯಾವುದಾದರೂ ಮನೆಗೆ ಹೋಗಿ ആ വീടിനെ നോക്കി ಆ ಮನೆಯನ್ನು ನೋಡಿ ശലോം എന്ന് പറഞ്ഞാൽ ಶಲೋಮ್ ಅಂತ ಹೇಳುವುದಾದರೆ അവിടെ എവിടെയാണോ കുറവ് ಅಲ್ಲಿ ಏನಾಗಿದೆ ಕೊರತೆ, അവിടെ ഹെൽത്ത് ഇല്ലെങ്കിൽ ഹെൽത്ത്, ಅಲ್ಲಿ ആരോഗ്ಯ ಇಲ್ಲದಿದ್ರೆ ಆರೋಗ್ಯ, ഇതാരുടെ മേലോ റിവീൽ ചെയ്യാൻ പോവുക ആരെല്ലാം ഇത് പ്രൊഫറ്റിക്കൽ വേർഡ്സ് ആയിട്ട് പിടിച്ചോ നിങ്ങൾ ഏതെങ്കിലും ഒരു വീടിനകത്ത് പോയി അവിടെ ശലോം എന്ന് പറഞ്ഞാൽ ഓ അവിടെ ഹെൽത്ത് റിസ്റ്റോർ ആകാൻ പോവുകയാണ്. ആരോഗ്യ ಬಿಡುಗಡೆ ಆಗುತ್ತದೆ. ഓ അവിടെ പ്രൊട്ടക്ഷൻ വെളിപ്പെടാൻ പോവുകയാണ്. സംരക്ഷണ ಬಿಡುಗಡೆ ಆಗುತ್ತದೆ. അവരുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് അഴിയാൻ പോവുകയാണ്. ಅಲ್ಲಿ ಆರ್ಥಿಕ ಸಮಸ್ಯೆ ನೀಗುತ್ತದೆ. ഓ അവിടെ വലിയ ദൈവ പ്രവൃത്തികൾ വെളിപ്പെടാൻ പോവുകയാണ്. ಬಿಡುಗಡೆ ಸಂಭವಿಸಲು ಹೋಗುತ್ತದೆ. ഈ ശലോം ആമേൻ നിങ്ങളുടെ ദേശം എല്ലാം നിങ്ങളിലൂടെ സ്പ്രെഡ് ആകാൻ പോവുകയാണ്. ನಿಮ್ಮ ದೇಶವೆಲ್ಲ ನಿಮ್ಮ ಸುತ್ತಲೂ ಅದು ಹಬ್ಬಿಕೊಳ್ಳಲು ಹೋಗುತ್ತದೆ. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ആമേൻ. പറഞ്ഞേ ഞാൻ സമാധാന പുത്രനാ. ನಾನು ಸಮಾಧಾನ ಪುತ್ರಿಯಾಗಿದ್ದೇನೆ. ആമേൻ. ಆಮೆನ್. ഞാൻ സമാധാനം ഉണ്ടാക്കാൻ പോവുകയാണ്. ಸಮಾಧಾನ ಪಡಿಸುವಳಾಗಿರ್ತೇನೆ. ഇന്ന് തിരിച്ചു വീട്ടിൽ പോകുമ്പോ ಇವತ್ತು ಮನೆಗೆ ಹೋಗುವಾಗ നിങ്ങൾ ഇങ്ങനെ പോകണം. ನೀವು ಹೀಗೆ ಹೋಗಬೇಕು. ഞാൻ സമാധാന പുത്രനാ. ನಾನು ಸಮಾಧಾನ ಪುತ್ರನಾಗಿದ್ದೇನೆ. ആമേൻ. ಆಮೆನ್. ശലോം ശലോം. ಶಲೋಮ್ ಶಲೋಮ್ ശലോം ശലോം. ಶಲೋಮ್ ಶಲೋಮ್. You will see great testimonies. ಅಂದ್ರೆ ದೊಡ್ಡದಾದಂತ ಒಂದು ಸಾಕ್ಷಿಗಳು ನಾವಿನ್ನು ಕೇಳಲ್ಪಡುತ್ತೇವೆ. ഇനി നിങ്ങളുടെ ലൈഫിൽ പിശാചിന് ടെൻഷനെ കൊണ്ടിടാൻ അധികാരമില്ല. ಇನ್ನು ಯಾವ ಕಾಲಕ್ಕೂ ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಸೈತಾನನ ಟೆನ್ಷನ್ ತಂದಾಕಲು ഫിയറിനെ കൊണ്ടിടാൻ അധികാരമില്ല. ಭಯವನ್ನು ತಂದಾಕಲು ಸಾಧ್ಯವಿಲ್ಲ. നിരാശയെ കൊണ്ടിടാൻ അധികാരമില്ല. ನಿರಾಶೆಯನ್ನು ತಂದಾಕಲು ಸಾಧ್ಯವಿಲ್ಲ. ഒന്ന് പറഞ്ഞേ ഞാൻ ഈ ആലയത്തിനകത്ത് ഫലം കൊടുക്കാൻ പോവുകയാണ്. ನಾನು ಈ ಆಲಯಕ್ಕೆ ಫಲವನ್ನು ഒന്ന് ಕೊಡುತ್ತೇನೆ. പറഞ്ഞേ ഈ ആലയത്തിനകത്ത് ಬಾಯಿಗಳನ್ನು ತೆರೆದು ಹೇಳುವ ഞാനൊരു പീസ് മേക്കറാ. ನಾನು ಸಮಾಧಾನ ಪಡಿಸುವವನಾಗಿದ್ದೇನೆ. ഹല്ലേലൂയ. ശലോം ശലോം. ಶಲೋಮ್ ಶಲೋಮ್. ಯೆಹೋವಾ ಶಾಲೋಮ್ ನನ್ನ ಸಮಾಧಾನವೇ. ಯೆಹೋವಾ ಶಾಲೋಮ್ ಯೆಹೋವಾ ಶಾಲೋಮ್ ನನ್ನ ಸಮಾಧಾನವೇ. ಯೆಹೋವಾ ಶಾಲೋಮ್ ಯೆಹೋವಾ ಶಾಲೋಮ್ ನನ್ನ ಸಮಾಧಾನವೇ. ಓಹೋ ನನ್ನ ಸಮಾಧಾನವೇ. ಯೆಹೋವಾ ಶಾಲೋಮ್ ಯೆಹೋವಾ ಶಾಲೋಮ್ ನನ್ನ ಸಮಾಧಾನವೇ. ನನ್ನ ಸಮಾಧಾನವೇ. ಎಲ್ಲಿ ಸಿಗಲಾರದ ಸಮಾಧಾನವು ನಿನ್ನ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ